സമയമാണ്. വലിയ നന്മകളാൽ സ്വർഗം നമ്മളെ നിറയ്ക്കുന്ന സമയമാണ്. നമുക്ക് ഒരുമിച്ച് ഇന്ന് പ്രാർത്ഥനയോടെ, വിശ്വാസത്തോടെ, വിശ്വാസ പ്രഖ്യാപനങ്ങളെ കർത്താവിൻ്റെ തിരുസന്നിധിയിൽ ഇന്ന് ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കാം. എൻ്റെ കൂടെ ഇന്ന് വിശ്വസിക്കുന്നവരെല്ലാം ഏറ്റുപറയുക. കാൽവരി ക്രൂശിൽ എൻ്റെ കർത്താവ് എൻ്റെ പാപത്തെയും എൻ്റെ ശാപത്തെയും തൻ്റെ ശരീരത്തിൽ വഹിച്ചതിനാൽ ഞാൻ നീതിമാനും അനുഗ്രഹിക്കപ്പെട്ടവനും ആണ്. യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്കൊന്നിനും മുട്ടുണ്ടാകത്തില്ല. എൻ്റെ സഹായം ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കിയ ദൈവത്തിൽ നിന്ന് വരുന്നു. എൻ്റെ രോഗത്തെയും എൻ്റെ ദാരിദ്ര്യത്തെയും കർത്താവ് ക്രൂശിൽ തൻ്റെ ശരീരത്തിൽ വഹിച്ചതിനാൽ എനിക്ക് ദിവ്യാരോഗ്യമുണ്ട്. ഞാൻ ദീർഘായുസ്സോടെ ഇരുന്ന് കർത്താവിൻ്റെ പ്രവർത്തികളെ വർണ്ണിക്കും. രോഗത്തിനോ രോഗശക്തിക്കോ രോഗത്തിൻ്റെ ദുരാത്മാക്കൾക്കോ എൻ്റെ മേലോ എൻ്റെ കുടുംബത്തിൻ്റെ മേലോ അവകാശമില്ല. ഞാൻ ദാരിദ്ര്യത്തിൻ്റെ ശാപത്തിൽ നിന്നും അനുഗ്രഹത്തിലേക്ക് വന്നതുകൊണ്ട് വാരി വിതറി കൊടുക്കും. നന്മയും കരുണയും എൻ്റെ ആയുഷ്കാലമൊക്കെയും എന്നെ പിന്തുടരും. പാമ്പുകളെയും തേളുകളെയും ശത്രുവിൻ്റെ സകല ബലത്തെയും ചവിട്ടുവാൻ കർത്താവിൽ എനിക്ക് അധികാരമുണ്ട്. ഒന്നും ഒരിക്കലും ഒരു ദോഷവും എനിക്ക് വരുത്തുകയില്ല. ഭൂലോകത്തിന്റെ അറ്റത്തോളം പോയി സകല സൃഷ്ടിയോടും ഇന്ന് സുവിശേഷം പ്രസംഗിക്കാനും രോഗികളെ ഇന്ന് സൗഖ്യമാക്കുവാനും ഭൂതങ്ങളെ ഇന്ന് പുറത്താക്കുവാനും അത്ഭുതങ്ങളും അടയാളങ്ങളും എന്നിലൂടെ വരുവാൻ കർത്താവ് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. ആമേൻ. കർത്താവിൻ്റെ വലിയ അഭിഷേകത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. വലിയ പ്രവൃത്തികൾക്കായി ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥനയോടെ തന്നെ ദൈവസന്നിധിയിൽ വിശ്വാസത്തോടെ മുന്നോട്ട് പോകാം. ഇത് അത്ഭുതങ്ങളുടെ സമയമാണ്. വലിയ വീര്യപ്രവൃത്തികളെ കർത്താവ് ചെയ്യുന്ന സമയമാണ്. നമുക്ക് ഒരുമിച്ച് നന്ദിയോടെ ദൈവത്തെ വാഴ്ത്താം, നന്ദിയോടെ കർത്താവിനെ സ്തുതിക്കാം. എല്ലാ മേഖലയിലും ദൈവം നമ്മളെ സാക്ഷ്യമാക്കി മാറ്റും. സകലത്തിലും ദൈവം നമ്മളെ അത്ഭുതമാക്കി മാറ്റും. നമുക്കിന്ന് പ്രാർത്ഥിക്കാം, ഇന്ന് വിശ്വസിക്കാം. എൻ്റെ കൂടെ യേശു ഉള്ളത് കൊണ്ട് ഞാൻ തകർന്നു പോകത്തില്ല. ആമേൻ. ഇന്നലെ കേട്ട വചന ചിന്ത ഓർമ്മയുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞാട്ടെ. അഭിഷേകം നുകത്തെ ആമേൻ. നമ്മൾ ഇന്നലെ കേട്ടു, അഭിഷേകം നുകത്തെ ഒടിക്കും. നിങ്ങളുടെ അഭിഷേകത്തെ വർദ്ധിപ്പിക്കണം. അഭിഷേകം വർദ്ധിക്കും തോറും വെയിറ്റ് കൂടും. വെയിറ്റ് കൂടും തോറും നിങ്ങളുടെ വിഷയത്തിന് നിങ്ങളെ പിടിച്ചു വെക്കുവാൻ കഴിയത്തില്ല. അതിന് നിങ്ങളെ വിട്ടു തന്നേ കഴിയത്തുള്ളൂ. നമുക്ക് പിന്നെയും തുടർമാനമായിട്ട് വചനം കേൾക്കാം. കർത്താവ് നമ്മുടെ കൂടെയുണ്ട്. ഞാൻ 1-2 സാക്ഷ്യങ്ങളൊന്ന് കേൾപ്പിച്ചതിന് ശേഷം നമുക്ക് വീണ്ടും പ്രാർത്ഥനയോടെ തന്നെ മുന്നോട്ട് പോകാം. ഞാനിത് പ്ലേ ചെയ്യുമ്പോൾ ഇത് കേൾക്കുവാൻ കഴിയുന്നുണ്ടെങ്കിൽ ഒന്ന് പറയുക. പ്ലേ കേൾക്കാൻ പറ്റുന്നുള്ളവർ ഒന്ന് ജസ്റ്റ് ഒന്ന് പ്രതികരിക്കുക. ഹലോ ബ്രദറെ, ഒരു സാക്ഷ്യം പറയും. നിങ്ങൾക്കത് കേൾക്കാൻ പറ്റുന്നുണ്ടോ? ഓഡിയോ ക്ലിയർ ആണോ? ഓക്കെ, ഞാൻ സാക്ഷി ഒന്ന് നിങ്ങൾക്ക് നിങ്ങൾ ആ സാക്ഷി ഒന്ന് കേൾക്കുക. സൗകര്യം അയച്ചു തന്ന സാക്ഷി സൗകര്യം കേൾക്കുന്നുണ്ട്. ഞാൻ ലൈവായിട്ട് ചോദിക്കാത്തതിന്റെ കാരണം നമുക്ക് സമയപരിമിതി ഉള്ളതുകൊണ്ടാണ്. ഈ സാക്ഷി ഒന്ന് കേട്ടാട്ടെ. വിളിച്ചതായിരുന്നു. ഹലോ ബ്രദറെ, ഒരു സാക്ഷ്യം പറയാൻ വിളിച്ചതായിരുന്നു. കഴിഞ്ഞ ആഴ്ച ബ്രദറിൻ്റെ പ്രാർത്ഥനയിൽ ഒരു വീട്ടിൻ്റെ അടയാളം പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു വ്യക്തിയുടെ കഴുത്തിൽ നീളത്തിലുള്ള ഒരു ലോക്കറ്റും പിന്നെ ഹോളിൽ ഒരു റെഡ് പൂവ് വെച്ചതും അങ്ങനെയുള്ള ഒരു വ്യക്തിൻ്റെ വീട്ടിലേക്ക് ബിന്ദു എന്ന് പറഞ്ഞ ഒരു വ്യക്തി വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പ്രാർത്ഥനയിൽ. അപ്പോൾ എൻ്റെ അനിയൻ്റെ ഭാര്യയാണ് ബിന്ദു. അപ്പോൾ അനിയനും ഭാര്യയും എല്ലായിട്ട് ഒരു 3 വർഷത്തോളമായിട്ട് എൻ്റെ അമ്മയായിട്ട് ചെറിയൊരു പിണക്കത്തിലായിരുന്നു. 3 വർഷമായിട്ട് അവരാരും ഞങ്ങളെ വീട്ടിലേക്ക് വരിക, യാതൊരു കോണ്ടാക്റ്റും ഇല്ല, കാണാറുമില്ല, ഒന്നുമില്ലായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ സാറിൻ്റെ ഈ പ്രാർത്ഥന കേട്ടപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ച ഒരു വിധത്തിലും വരാനുള്ള ഒരു ചാൻസും ഇല്ലല്ലോ, പിന്നെ എങ്ങനെ വരാനാണ്? എന്നാലും ഞാൻ പ്രാർത്ഥിച്ച് വരണേ എന്ന് മാത്രം. എന്താ വെച്ചാൽ ഞങ്ങൾ അത്രയും സ്നേഹത്തിൽ നിന്ന ആൾക്കാരായിരുന്നു. ചെറിയൊരു പ്രശ്നത്തിൻ്റെ പേരിൽ അവരുടെ ഭാഗത്തു നിന്നുള്ള മിസ്റ്റേക്കാണ്, എന്നിട്ട് അവർ വരാതെ ആയതാണ്. അങ്ങനെ ഈ പ്രാർത്ഥന കേട്ട് പിറ്റേ ദിവസം അനിയൻ്റെ മോൻ വിളിച്ച്, ആൻറ്റി വീട്ടിലുണ്ടോ? 7 മണിക്ക്. ഞാൻ ചോദിച്ചാൽ എന്താണ്? 7 മണിക്കാണ് വിളിക്കുന്നത് രാവിലെ, ഞങ്ങൾ അങ്ങോട്ട് വരികയെന്ന് പറഞ്ഞു. അങ്ങനെ 8 മണിക്കുണ്ട് അനിയനും ഭാര്യയും മോനും ഒരു ട്രാവലറിൽ വന്നിട്ട് ഇവിടുന്ന് ഫുഡൊക്കെ കഴിച്ച് ഞാൻ പറഞ്ഞു ഇനി വൈകുന്നേരം പോകാം. ഇപ്പം ഭയങ്കര സന്തോഷമായി, എന്നെ കെട്ടിപ്പിടിച്ചു. ഭയങ്കര സന്തോഷമായി. അനിയൻ്റെ ഭാര്യൻ്റെ പേര് ബിന്ദു എന്നാണ്. ഞാൻ ഞെട്ടിപ്പോയി. അവർ വന്നപ്പോൾ സാറ് ഈ പ്രാർത്ഥനയിൽ ഇത് പറഞ്ഞല്ലോ. അങ്ങനെ വന്ന്
ഇത്രയും പ്രശ്നങ്ങളായിട്ട് 3 കൊല്ലമായിട്ട് യാതൊരു കോണ്ടാക്റ്റും ഇല്ലായിരുന്നു. സാറ് പറഞ്ഞത് അടുത്ത ദിവസം തന്നെ വന്ന് അപ്പം തന്നെ അമ്മേൻ്റെ വീൽ വോക്കറെടുത്ത് ഒരു ട്രാവലറിൽ കൊണ്ടുപോയി വെച്ച് നിങ്ങൾ അങ്ങോട്ട് പോരി തന്നെ ഞങ്ങളെ ഇനി അമ്മേനെയും കൂട്ടിക്കൊണ്ടുപോയി. ഞങ്ങൾ രണ്ടാളും മാത്രമേ വീട്ടിലുണ്ടാവുക. ഞാൻ എന്നും പ്രയർ കേൾക്കുന്ന സാറിൻ്റെ ഒരു 8 മാസമായി. അങ്ങനെ അത്ഭുതം പോലെ ഞങ്ങളെ കൂട്ടിക്കൊണ്ടുപോയി. ഭയങ്കര സന്തോഷമായിരുന്നു. അവിടുന്ന് പിന്നെ രാത്രി ഇവിടെ കൊണ്ടാക്കി. ഇനി എപ്പം വേണമെങ്കിലും വരണം, നിൽക്കണോ, ചെയ്തൊക്കെ ക്ഷമിക്കണോ, അറിയാതെ സമയദോഷം കൊണ്ട് അങ്ങനെ പറ്റിപ്പോയി ചേച്ചി എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഇപ്പോൾ ഭയങ്കര സ്നേഹത്തിലായി. എന്നും വിളിക്കുന്നുണ്ട്. കർത്താവിനോട് സ്തോത്രവും സാറിനോടും നന്ദി പറയുന്നു. സാറിൻ്റെ പ്രാർത്ഥന കേട്ടിട്ടും എനിക്ക് സാക്ഷ്യം പറയാനോ ഒന്നും അറിയില്ല. പക്ഷെ ഒരിക്കലും വരില്ല എന്ന് എല്ലാവരും പറഞ്ഞത് അവർ വരില്ല എന്ന്. അമ്മക്ക് സുഖല്യായിട്ടൊക്കെ വിളിച്ചിട്ട് പോലും വന്നിട്ടില്ല, കാണാനേ വന്നിട്ടില്ല. അമ്മ തന്നെ വിളിച്ച് മോനെ ഒന്നും ഇങ്ങോട്ട് പോ, എനിക്ക് എന്നെ കണ്ടാൽ മാത്രം മതി എന്നിട്ട് എന്നിട്ടൊന്നും വന്നില്ല. അങ്ങനെ സാറിൻ്റെ പ്രാർത്ഥന കേട്ട് ഇവർ വന്നപ്പോൾ എൻ്റെ കണ്ണ് നിറഞ്ഞു പോയി. സാറ് എന്നും ഞങ്ങൾക്ക് കേൾക്കുന്നുണ്ട് പ്രാർത്ഥന. സാറ് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. വേറെ ആരും വീട്ടിലില്ല. മക്കൾ രണ്ടും കല്യാണം കഴിഞ്ഞ് കുറച്ച് നന്ദി കർത്താവെ, നിങ്ങൾ എല്ലാവരും ആ സാക്ഷ്യം കേട്ടെന്ന് വിശ്വസിക്കുന്നു. എത്ര പേര് ആ സാക്ഷ്യം കേട്ടു? എത്ര പേര് ഇത് കേട്ടു? ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. കേട്ട് ബ്രദറെ. കേട്ട് ബ്രദറെ, കേട്ട്. പരിശുദ്ധ സാക്ഷ്യം. ഒരു സാക്ഷ്യം കൂടെ കേൾക്കാം നമുക്ക്. അതിനുശേഷം നമുക്ക് പ്രാർത്ഥനയിലേക്ക് പ്രവേശിക്കാം. 2-3 ദിവസം മുന്നേ ഞാൻ എൻ്റെ കൈക്ക് നല്ല വേദനയായിരുന്നു. വേദന വന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ കൈ പിറകോട്ടെടുത്ത് ഒരു എക്സസൈസ് ചെയ്തപ്പോഴത്തേക്ക് ഇടത് കൈ അങ്ങ് മിന്നി പിടിച്ചു പോയതാണ്. പിന്നെ എനിക്ക് ശരിക്ക് വേദന ഉണ്ടായിരുന്നു. വേദനയെന്ന് പറഞ്ഞാൽ എനിക്ക് കിടക്കാൻ പോലും പറ്റാത്ത കണക്ക് ഇടത് തോളങ്ങ് നല്ല വേദനയായിപ്പോയി. കൈ ശരിക്ക് വേദന ഉണ്ടായിരുന്നു, സഹിക്കാൻ പറ്റത്തില്ലായിരുന്നു. അപ്പം ഞാൻ ഉറക്കമില്ലാതെ, കാരണം വേദന കാരണം ഒങ്ങോട്ടും കിടക്കാൻ പറ്റത്തില്ല. അങ്ങനെ ഞാൻ പറഞ്ഞു, കർത്താവ് കാൽവരി ക്രൂശിൽ എൻ്റെ ഈ വേദനയെ സഹിച്ചതാ, ഞാൻ ഇനി ഇത് അനുഭവിക്കേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു, വേദന തീർന്നാൽ അപ്പോഴേ ഞാൻ സാക്ഷി എന്ന് പറഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പം എൻ്റെ വേദന മാറി ഞാൻ നന്നായിട്ട് കിടന്ന് ഉറങ്ങി. അപ്പം ആമേൻ. ഈ 2 സാക്ഷ്യങ്ങളാണ് നമുക്കിന്ന് പ്രയർ ലൈനിലേക്ക് ലഭിച്ചത്. ആ 2 സാക്ഷ്യത്തിൻ്റെ അകത്ത് നിങ്ങൾ 2 കാര്യങ്ങളാണ് പറയാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. ഇന്ന് നിങ്ങൾ ആ തുടക്കത്തിൽ ആ സഹോദരി പറഞ്ഞതുപോലെ തന്നെ ആ സഹോദരി പ്രാർത്ഥന കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. കേട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് പരിശുദ്ധാത്മാവ് ഒരു അടയാളം വെളിപ്പെടുത്തി. അടയാളം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആ മാല, ഒരു മാലയുടെ എന്താ പറയുന്ന ഒരു സ്റ്റൈൽ, അല്ലെങ്കിൽ എൻ്റെ ലോക്കറ്റ് എങ്ങനെ ഇരിക്കുന്ന ഒരു രീതിയിൽ, ഒരു പ്രത്യേക രീതിയിലൊരു മാല നമ്മൾ ജസ്റ്റ് യൂട്യൂബിൽ എപ്പോഴും അത് കിടപ്പുണ്ട്. ഞാനത് ഓർക്കുന്നില്ല, ഞാനും മറന്നുവെങ്കിലും കേട്ട ആൾക്കാർ അറിയാം ആ മാലയുടെ കാര്യം. അതുകൂടാതെ കർത്താവ് മറ്റൊരു ഇരിക്കുന്ന അടുത്ത് തന്നെ ഒരു പ്രത്യേക രീതിയിൽ ഒരു ചെടി, ഒരു ചുവന്ന കളറിലെ ഒരു ചെടിയോ മറ്റോ എന്തോ ഒരു ഇരിപ്പുണ്ടെന്ന് ആ സഹോദരി പറഞ്ഞു. അതിനുശേഷം ആ സഹോദരി പറയാനിട തീർന്നു. ആ സഹോദരി നോക്കിയിട്ട് പരിശുദ്ധാത്മാവ് ഇങ്ങനെ പറയാനിടയായി തീർന്നു, ബിന്ദു എന്ന് പറയുന്ന ഒരാൾ നിങ്ങളുടെ ഭവനത്തിലേക്ക് വരാൻ വേണ്ടി പോവാണ്, ദൈവം അതൊരു അനുഗ്രഹമാക്കി മാറ്റാൻ വേണ്ടി പോവാന്ന് പറഞ്ഞു. ആ സഹോദരി, ഇപ്പം നിങ്ങൾ ആ സാക്ഷ്യം കേട്ടായിരുന്നു. ആ മകൾ പറഞ്ഞ പോലെ തന്നെ അത് ആലോചന കേട്ടതിൻ്റെ പിറ്റേ ദിവസം 3 വർഷമായിട്ട് പിണങ്ങിപ്പോയ, അതാണ് കലഹത്തിൻ്റെ ദുരാത്മാവ് കുടുംബങ്ങളെ ചെതറിക്കുന്നൊരു പരിപാടിയുണ്ട്. കുടുംബ ബന്ധങ്ങൾക്കകത്ത് വിള്ളലുകളെ ഉണ്ടാക്കി മാറ്റി നിർത്തുന്ന ഒരു പരിപാടിയുണ്ട്. എന്നാൽ ആ ദുരാത്മാവിനെ ആ പ്രവചനത്തിലൂടെ പരിശുദ്ധാത്മാവ് വെട്ടിമാറ്റിയിട്ട് അവർ പറഞ്ഞാൽ പിറ്റേ ദിവസം തന്നെ, അതായത് അമ്മയ്ക്ക് മേലാഞ്ഞിട്ട് പോലും വിളിച്ചിട്ട് വരാത്ത ആളാണ്. പക്ഷേ ദൈവാത്മാവ് അവരെ തടഞ്ഞു വെച്ചിരുന്ന പിശാചിൻ്റെ പ്രവർത്തികളെ വെട്ടിമാറ്റിയപ്പോൾ പിറ്റേ ദിവസം തന്നെ അവർ വരികയും ആ ബിന്ദു എന്ന് പറയുന്ന സഹോദരിയും അനിയനും കൂടെ ആ ഭവനത്തിലേക്ക് വരികയും സന്തോഷത്തോടെ അവർ ജീവിക്കുകയും ചെയ്ത സാക്ഷ്യമാണ് നിങ്ങൾ കേട്ടത്. അപ്പോൾ ഒരു കാര്യം ഓർത്തോണം, നിങ്ങൾ കേൾക്കുന്ന ഓരോ പ്രവചന ആലോചനകളും അതിൻ്റെ അകത്ത് കർത്താവിൻ്റെ പ്രവൃത്തി കൊണ്ട് വളരെ ശ്രദ്ധിച്ച് പ്രാർത്ഥനയോടെ തന്നെ ഇരിക്കുക. നിങ്ങൾക്ക് വേണ്ട ദൈവപ്രവൃത്തികളെ കർത്താവ് ഇതിൻ്റെ അകത്തുണ്ട്. അപ്പം ഞാൻ ചോദിച്ചോട്ടെ, നമ്മൾ വെറുതെ ചുമ്മാ വായി വരുന്ന എല്ലാം വിളിച്ച് പറയുന്നതാണോ ഇത്, അതോ ദൈവത്തിൽ നിന്ന് വരുന്നതാണോ? എത്ര പേരത് വിശ്വസിക്കുന്നു?
ദൈവത്തിൽ നിന്നും വരുന്നു. ഹല്ലേലൂയ. ആമേൻ. ദൈവത്തിൽ നിന്ന് വരുന്നത് കൊണ്ടാണ് അവിടെ വിടുതലുകൾ ഉണ്ടാകുന്നത്. വെറുതെ ഒരു ബിന്ദു വരുന്നു പറഞ്ഞുകൊണ്ട് ശരി എൻ്റെ മാല ഇങ്ങനെയാണ്, എത്രയോ പേർക്ക് അങ്ങനത്തെ മാല കാണുമായിരിക്കാം, അല്ലെങ്കിൽ എൻ്റെ വീട്ടിൽ ഇത്രയോ ചുമന്ന ഇതുണ്ടല്ലോ, അങ്ങനെ വേണം ചിന്തിക്കാൻ. പക്ഷേ പറ്റത് ഏറ്റെടുത്തപ്പോൾ പിറ്റേ ദിവസം തന്നെ 3 വർഷമായിട്ട് തെറ്റിദ്ധാരണ നിമിത്തം മാറിപ്പോയത്, കുടുംബത്തെ കലഹിച്ച് പിശാച് അവരെ മാറ്റി നിർത്തിയത്, അത് പിറ്റേ ദിവസം തന്നെ വന്നവർ സങ്കടത്തോടെ കരഞ്ഞ് ചേർത്ത് വിളിച്ച് സന്തോഷത്തോടെ അവർ ഒന്നിച്ചു ചേരുവാനും ഇടയായി തീർന്നു. ഇത് ദൈവത്താൽ സംഭവിക്കുന്നതാണ്. പരിശുദ്ധാത്മാവിനോട് കർത്താവിൻ്റെ സന്നിധി ചേർന്ന് നിൽക്കുക. ദൈവം നിങ്ങളെ ആലോചനയാൽ വിടുവിക്കുന്ന ദൈവമാണ്. രണ്ടാമത് നമ്മൾ കേട്ട സൗകര്യം പറഞ്ഞ പോലെ തന്നെ കൈക്ക് വേദനയാൽ ഭാരപ്പെട്ട് ഒരു രാത്രി ഉറങ്ങാൻ പോലും കഴിയാത്ത രീതിയിൽ വേദനയായിരുന്നു. എന്നാൽ തീരുമാനമെടുത്ത് ഞാൻ സാക്ഷ്യം പറയും, യേശുവിൻ്റെ അടിപ്പിണരാൽ എനിക്ക് സൗഖ്യം വന്നിരിക്കുന്നു വിശ്വസിച്ചു കയ്യോട് പറഞ്ഞുകൊണ്ടിരുന്നു, കൈ വെച്ചുകൊണ്ടിരുന്നു. നിമിഷ നേരം കൊണ്ട് ആ വേദന പൂർണ്ണ സൗഖ്യമായി. കർത്താവിൻ്റെ കൃപയാൽ ദൈവം ചെയ്ത അത്ഭുതത്തിന് നന്ദി. ഗോഡ് ബ്ലെസ് യു. ആമേൻ. ഒത്തിരി സാക്ഷി എനിക്കിതുപോലെ മിസ്സാകുന്നുണ്ട്. അപ്പം നിങ്ങൾ എനിക്ക് അയച്ചിട്ട് ഞാനത് നിങ്ങൾക്ക് ആ സാക്ഷി ഇവിടെ കേൾപ്പിക്കുന്നില്ല എങ്കിൽ നമ്മുടെ പ്രെയർ ലൈൻ നമ്പർ ഞാൻ ഏറ്റവും അവസാനം കാണിക്കും. അവത്തിൽ വരുന്ന 3 നമ്പറിൽ ഏത് നമ്പറിലേക്ക് നിങ്ങൾക്ക് ആ സാക്ഷ്യങ്ങൾ അയക്കാം. അത് കേട്ടില്ലെങ്കിൽ, ഞാനിവിടെ കേൾപ്പിച്ചില്ല എങ്കിൽ പിന്നെയും നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്നും കൂടെ ഒന്ന് പറയുക. ഒത്തിരി സാക്ഷ്യമുണ്ട് ഇതുപോലെ മിസ്സായി പോയത്. കാര്യം നിങ്ങളുടെ ഓരോ സാക്ഷ്യം കേൾക്കുമ്പോഴേക്കും എൻ്റെ വിശ്വാസം വർദ്ധിക്കുന്നു, നമ്മുടെ വിശ്വാസം വർദ്ധിക്കുന്നു. കർത്താവിൽ നമ്മൾ ഉറപ്പും ധൈര്യമുള്ളവരാക്കി വീണ്ടും യേശു ജീവിക്കുന്നു എന്ന് അനുഭവിക്കുവാൻ തക്കവണ്ണം നമുക്ക് കൂടുതൽ 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 ബലത്തിലേക്ക് വരാൻ ഇടയായി തീർന്നു. ആമേൻ. കർത്താവ് നമ്മളേവരെയും സഹായിക്കട്ടെ, ഏവരെയും ബലപ്പെടുത്തുമാറാകട്ടെ. നമുക്ക് പിന്നെയും പ്രാർത്ഥിക്കാം. ഞാൻ എല്ലാ ദിവസവും പറഞ്ഞ ഒരു സൗകര്യം ഓർപ്പിച്ചായിരുന്നു. കർത്താവ് അനുഗ്രഹിക്കട്ടെ. 15 അരമണിക്കൂർ നിങ്ങളിപ്പം ആത്മീയ വർധനവിന് വേണ്ടി വചനം പറയുകയും അന്യഭാഷ പറയുകയും ചെയ്യുന്ന എത്ര പേരുണ്ട്? ഇന്ന് ചെയ്തവർ എത്ര പേരുണ്ട്? ഒരു മാസം നമ്മൾ തുടർച്ചയായി 1 മണിക്കൂർ ഞാൻ പ്രാർത്ഥിച്ചു. ഞാൻ അരമണിക്കൂർ രാവിലെ. അപ്പം ഇന്നത്തെ ഡേറ്റ് വെച്ചുകൊണ്ട് അത് എഴുതി വെച്ചോണം. അന്യഭാഷ വരവില്ലാത്തവർ അന്യഭാഷ വരത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. വചനം ഏറ്റു പറയണം, അന്യഭാഷ പറയണം. അന്യഭാഷ വരയില്ലാത്തവർ വചനം ഏറ്റവും കുറഞ്ഞ അരമണിക്കൂറാണ്. കൂട്ടിയാലും കുഴപ്പമില്ല. 1, 2, 3, 4, 5, 6 മണിക്കൂറായാലും അനുഗ്രഹം കൂടത്തേ ഉള്ളൂ, കുറയത്തില്ല. ആമേൻ. ഒരു മാസം നോട്ട് ചെയ്യുക. ഓരോ വിഷയത്തിൻ്റെ മേൽ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ നിങ്ങളുടെ അഭിഷേകം വർദ്ധിക്കുകയും നുകങ്ങൾ ഒടിയുന്നത് കാണാൻ കഴിയും. ആമേൻ. നമുക്കിന്ന് പ്രാർത്ഥനയോടെ തന്നെ ദൈവസന്നിധിയിൽ മുന്നോട്ട് പോകാം. അത്ഭുതങ്ങൾ കർത്താവ് ചെയ്യുക തന്നെ ചെയ്യുന്ന താൻ അനുഗ്രഹത്തിനായിട്ട് ഒരു വാക്യം ഞാൻ എടുക്കാം. യോഹന്നാൻ ശ്ലീഹായുടെ സുവിശേഷം 3-ാം അധ്യായത്തിൻ്റെ ഞാൻ ഇവിടെ മുതൽ അങ്ങ് വായിക്കുവാണ്. അതിൻ്റെ 8-ാം വാക്യം മുതൽ പറയുന്നു, പാപം ചെയ്യുന്നവൻ പിശാശിൻ്റെ മകനാകുന്നു. പിശാശ് ആദ്യം മുതൽ പാപം ചെയ്തുവല്ലോ. പിശാശിൻ്റെ പ്രവൃത്തികളെ അഴിപ്പാനത്രേ ദൈവപുത്രൻ പ്രത്യക്ഷനായിരിക്കുന്നത്. ഇന്ന് യൂട്യൂബിലും മറ്റ് ഫേസ്ബുക്കിലും ഒക്കെ പ്രാർത്ഥനയിൽ പങ്കുചേർന്നവർക്ക് നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിലോ ഡിസ്ക്രിപ്ഷനിലോ നമ്മുടെ സൂം പ്രയറിൻ്റെ ലിങ്ക് അവിടെയുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്താൽ അല്ലെങ്കിൽ അതിൻ്റെ പാസ്വേഡ് കൊടുത്താൽ നിങ്ങൾക്ക് സൂം പ്രയറിൽ ലൈവായിട്ട് ചേരാം. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ആമേൻ. ഇവിടെ നോക്കിയേ, പാപം ചെയ്യുന്നവൻ പിശാശിൻ്റെ മകനാകുന്നു. പിശാശ് ആദ്യം മുതൽ പാപം ചെയ്യുന്നല്ലോ. പിശാശിൻ്റെ പ്രവൃത്തികളെ അഴിപ്പാൻ, ഇന്ന് നമ്മൾ സാക്ഷ്യം കേട്ടത് ഇപ്പോൾ സഹോദരി പറഞ്ഞ പോലെ തന്നെ ആ കുടുംബത്തിൽ 3 വർഷമായിട്ട് ആ സഹോദരൻ ഒരു പിണക്കത്താൽ മാറി നിൽക്കുമായിരുന്നു. അത് മാനുഷിക പിണക്കമല്ല എന്നും പിശാച് ആ കുടുംബത്തിൻ്റെ അകത്തൊരു കലഹമുണ്ടാക്കി, വിള്ളലുണ്ടാക്കി 3 വർഷം അവർ പറഞ്ഞ വാക്ക് കേട്ടോ, ഇനി ഒരിക്കലും ജീവിതത്തിൽ കാണാൻ പറ്റുമെന്ന് ഇനി ഓർത്തതല്ലെന്നാണ് പറഞ്ഞത്. അത്രത്തോളം പിശാച് അവരുടെ ജീവിതത്തിൽ വൈരാഗ്യം കൊടുത്തു മാറ്റി അകറ്റി നിർത്തിയതാണ്. എന്നാൽ ആ ആലോചനയിലൂടെ, ആ പ്രവചന ആലോചനയിലൂടെ പരിശുദ്ധാത്മാവ് എന്ത് ചെയ്തു? പിശാചിൻ്റെ പ്രവൃത്തികളെ അഴിച്ചു. ദൈവം അടയാളം കൊടുത്തു. ബിന്ദു ഭവനത്തിലേക്ക് വരും. ഇതൊരു സൈനാണ്. കർത്താവിൻ്റെ നാമത്തിൽ അതേപോലെ തന്നെ കർത്താവ് ചെയ്തു. ആമേൻ. അപ്പൊ പിശാചിൻ്റെ പ്രവൃത്തികൾ അഴിക്കുവാൻ യേശു പ്രത്യക്ഷനായിരിക്കുന്നു. ഇവിടെ ആദ്യം മുതലേ പറയുന്നു, പാപം ചെയ്യുന്നവനെല്ലാം പിശാചിൻ്റെ മക്കളാകുന്നു. അവൻ ആദ്യം മുതൽ പാപം ചെയ്തല്ലോ. ആമേൻ. 9-ാമത്തെ വാക്യത്തിൽ പറയുന്നു, ദൈവത്തിൽ നിന്ന് ജനിച്ചവൻ പാപം ചെയ്യുന്നില്ല, അവൻ്റെ വിത്ത് അവനിൽ വസിക്കുന്നു. ഇവിടെ പാപം ചെയ്യുന്നില്ല എന്ന വാക്കിനേക്കാൾ പാപത്തിൽ തുടരുന്നില്ല. ഇവിടെ പാപം എന്ന് ഉദ്ദേശിക്കുന്നത് എപ്പോഴും ഓർത്തോണം. നിങ്ങൾക്ക് നമ്മുടെ ജീവിതത്തിൽ ഒരാൾ പെട്ടെന്ന് പറയും, ബ്രദർ എൻ്റെ ജീവിതത്തിൽ ഒരു തെറ്റുപറ്റി,
അബദ്ധത്താൽ സംഭവിക്കുന്നതുണ്ട്, മനഃപൂർവ്വമുണ്ട്. ഇപ്പം ഞാൻ മനഃപൂർവ്വമായിട്ടൊരു പാപം ചെയ്തുകൊണ്ടിരിക്കുക എന്ന് വിചാരിച്ചു. മനഃപൂർവ്വമായിട്ടൊരു വ്യക്തിയെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുന്നത് തെറ്റ് പറ്റുന്നതല്ല, അബദ്ധം പറ്റുന്നതല്ല, ഞാൻ മനഃപൂർവ്വം ചെയ്യുന്നതാണ്. ഇവിടെ പാപം ചെയ്യുന്നില്ല എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം പാപത്തിൽ തുടരുന്നില്ല. നമുക്കൊരു തെറ്റ് പറ്റിയാൽ, കർത്താവ് എനിക്കൊരു തെറ്റ് പറ്റിപ്പോയി കർത്താവേ എന്നോട് ക്ഷമിക്കണേ എന്ന് പറഞ്ഞാൽ കർത്താവിൻ്റെ രക്തം. അതുകൊണ്ടാണ് യോഹന്നാൻ ശ്ലീഹായുടെ ലേഖനം തുടങ്ങുമ്പോഴേ പറഞ്ഞത്, പാപം ചെയ്ത് പാപം ഇല്ല എന്ന് പറയുന്നുവെങ്കിലോ നിങ്ങൾ കുറ്റക്കാരാ, നിങ്ങളെ തന്നെ വഞ്ചിക്കുന്നവരാ. നിങ്ങൾ പാപങ്ങളെ ഏറ്റുപറയുന്നുവെങ്കിലോ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ രക്തം നമ്മുടെ സകല പാപവും പോക്കി ശുദ്ധീകരിക്കുന്നു. അതിൻ്റെ അർത്ഥം ഞാൻ ദിവസവും പാപം ചെയ്തിട്ട് ഏറ്റുപറയാൻ വേണ്ടിയല്ല. എൻ്റെ ജീവിതത്തിൽ തെറ്റുകൾ പറ്റുമ്പോൾ അതിനെ ന്യായീകരിക്കരുത്. ഒരു തെറ്റ് പറ്റിയാൽ കർത്താവ് എന്നോട് ക്ഷമിക്കണം അപ്പം, ഞാൻ അറിയാതെ സംഭവിച്ചു പോയി, എന്നോട് പൊറുക്കണം കർത്താവേ എന്ന് പറയുമ്പോൾ കർത്താവിൻ്റെ രക്തം എന്നെ കഴുകി വീണ്ടും എന്നെ ആ ശുദ്ധീകരണത്തിലേക്ക് നിർത്തുന്നു. ആമേൻ. അപ്പോൾ ഇവിടെ പാപം ചെയ്യുന്നില്ല എന്നുള്ള അർത്ഥമല്ല, പാപത്തിൽ തുടരുന്നില്ല. ഒന്നുകൂടെ ഞാൻ പറഞ്ഞു, പാപം ചെയ്യണമെന്നല്ല, ലൈസൻസ് ആക്കി എടുക്കുമല്ല, പകരം മിസ്റ്റേക്കുകൾ പറ്റുമ്പോൾ. ഇത് കേൾക്കുമ്പോൾ ചിലപ്പോൾ ആൾക്കാർ ഇത് ദൈവമേ അപ്പോൾ വിശ്വാസിക്ക് ഒരിക്കലും പാപം ചെയ്യാൻ തെറ്റ് സംഭവിക്കത്തില്ലേ എന്നർത്ഥമല്ല. പിശാചിന് എന്ത് സംഭവിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ തുടരെ മനഃപൂർവ്വം ചെയ്തുകൊണ്ടിരിക്കുക. മനഃപൂർവ്വം പാപം ചെയ്യുന്നവരുണ്ട്, തെറ്റാന്ന് അറിഞ്ഞിട്ട് പോലും അത് ചെയ്തുകൊണ്ടിരിക്കുക. ഞാൻ ചെയ്യുന്നത് കാര്യം വളരെ തെറ്റാണ്, എനിക്കറിയാം, എങ്കിലും ഞാൻ തുടരെ ആ തെറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ അർത്ഥം അത് എനിക്ക് അബദ്ധം പറ്റുന്നതല്ല, ഞാൻ പാപത്തിൽ തുടരുക. ഇനി നിങ്ങൾക്ക് അങ്ങനെ ഒരു ബലഹീനത ഉണ്ടെന്നിരിക്കട്ടെ ബ്രദറെ, എനിക്ക് അങ്ങനെ ഒരു ബലഹീനത ഉണ്ട് ബ്രദറെ, എനിക്ക് ജയിക്കാൻ പറ്റുന്നില്ല, ഞാൻ ശ്രമിക്കുന്നുണ്ട്, പറ്റുന്നില്ല എങ്കിൽ നിങ്ങളെ സഹായിക്കുവാൻ പരിശുദ്ധാത്മാവുണ്ട്. അപ്പൊ പിശാചിന്റെ പ്രവൃത്തികളെ അഴിപ്പാൻ യേശു ക്രിസ്തു പ്രത്യക്ഷനായിരിക്കുന്നു. നിങ്ങൾ വീഡിയോ ഓണാക്കിക്കൊണ്ടിരിക്കുന്നവർ ശ്രദ്ധിച്ചോണേ. ഞാൻ എപ്പോഴും പറയുന്നത് പോലെ തന്നെ നിങ്ങൾ മാന്യമായ വസ്ത്രം ധരിക്കുക. നിങ്ങൾ നന്നായിട്ട് തന്നെയാണ് എല്ലാവരും ഇരിക്കുന്നത്, എങ്കിലും ഞാൻ പറയുകയാണ്, സഹോദരന്മാരൊക്കെ ഉണ്ടെങ്കിൽ ഷർട്ടൊക്കെ ഇട്ടുകൊണ്ട് നിൽക്കണേ. സഹോദരിമാരെ എല്ലാവരും നന്നായിട്ടാണ് ഇരിക്കുന്നത്. ഇനി ആരെങ്കിലും അബദ്ധവശാൽ ഞാൻ വീടിൻ്റെ അകത്താണല്ലോ എന്നിരിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കി, ആ സഹോദരി വീടിൻ്റെ അകത്ത് ഇരുന്നുകൊണ്ടാണ് സൂം പ്രെയറിൽ പങ്കുചേർന്നത്. ആ പ്രവചനാലോചന കേട്ടപ്പോൾ ദൈവത്തിന് നിങ്ങളോട് ഇടപെടുവാൻ തോന്നണം. കർത്താവിന് ഇവിടെ ശുശ്രൂഷിക്കുന്ന ബ്രദറിലൂടെ നിങ്ങളോടൊന്ന് ഇടപെടാൻ തോന്നണം ദൈവത്തിന്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? വളരെ ദാഹത്തോടെ, യേശു പറഞ്ഞ ദാഹമുള്ളവരെല്ലാവരും എൻ്റെ അടുക്കിലേക്ക് വാ. ദാഹമുള്ളവരാകണം. ഞാൻ എപ്പോഴും പറഞ്ഞില്ലേ, നിങ്ങളുടെ അകത്തൊരു വേണ്ടാ വിലങ്ങിച്ച് നിൽക്കരുത് ആരും. നമ്മുടെ അകത്തൊരു ദാഹമാണ്, എനിക്ക് രക്ഷപ്പെടണം, എനിക്ക് ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടണം. അതിനുവേണ്ടി നിങ്ങൾ ദാഹമുള്ളവരാകണം. അങ്ങനെയുള്ളവർക്ക് ദൈവത്തിന് ഭയങ്കര ഇഷ്ടമാണ്. കർത്താവ് അനുഗ്രഹിക്കട്ടെ. അപ്പോൾ ദൈവത്തിൽ നിന്ന് ജനിക്കുന്നവൻ പാപം ചെയ്യുന്നില്ല, ദൈവത്തിൻ്റെ വിത്ത് അവനിലിരിക്കുന്നു. ദൈവത്തിൽ നിന്ന് ജനിച്ചതിനാൽ അവന് പാപം ചെയ്യുവാൻ കഴിയത്തില്ല. ഞാൻ പറഞ്ഞതുപോലെ പാപത്തിൽ തുടരുവാൻ നമുക്ക് കഴിയത്തില്ല. അതുകൊണ്ടാണ് നമുക്കൊരു തെറ്റ് പറ്റുമ്പം മനസ്സിൻ്റെ അകത്തൊരു കുറ്റബോധം വരുന്ന കണ്ടിട്ടുണ്ടോ? വേണ്ട. നമുക്കൊരകത്ത് ഭയങ്കരമായ ഒരു മുന്നോട്ട് പോകാൻ കഴിയാത്ത രീതിയിൽ നമ്മുടെ മനസ്സിൻ്റെ അകത്തൊരു കുത്തുകൊള്ളുന്ന ഫീൽ. ഒരു തെറ്റ് പറ്റുമ്പോൾ, നമ്മൾ അബദ്ധത്തിലൊരു തെറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിൽ നാലാണ്ട് അതിനെ ഇങ്ങനെ കുത്തുന്നത് പോലെ ഒരു അനുഭവം ആർക്കെങ്കിലും ഉണ്ടാകുന്നുണ്ട്? ഒരു തെറ്റ് പറ്റുമ്പോൾ നിങ്ങളുടെ മനസ്സ് വല്ലാതെ വേദനിക്കുകയും വല്ലാതെ നമുക്ക് ദൈവത്തോടൊരു എന്താ പറയുക ഒരു കുറ്റബോധം ഫീൽ ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടോ? ഉണ്ട്. ആമേൻ. അങ്ങനെ വരുന്നുണ്ടെങ്കിൽ നല്ലൊരു ഗുണമാണ്. എന്തുകൊണ്ടെന്നാൽ നിങ്ങളിൽ ദൈവത്തിന്റെ വിത്തിരിപ്പുണ്ട്. അതുകൊണ്ട് നിങ്ങളെ പാപത്തിൽ തുടരുവാൻ അനുവദിക്കുന്നില്ല. അതാണ് ഈ കുത്തുകൊള്ളുന്നത്. നമുക്ക് ഒരു തെറ്റ് പറ്റുമ്പോൾ, ഒരു മിസ്റ്റേക്ക് പറ്റുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഒരു കുഴപ്പവും എനിക്ക് തോന്നുന്നില്ല ബ്രദർ, എനിക്ക് ആ തെറ്റ് ചെയ്തിട്ട് എനിക്ക് ഒരു കുറ്റബോധം തോന്നില്ല, എനിക്ക് ഒരു നെഗറ്റീവും തോന്നില്ല എന്ന് പറയുന്നതുകൊണ്ട് നിങ്ങളുടെ അകത്ത് ദൈവത്തിൻ്റെ വിത്തില്ല. നിങ്ങൾ പിശാചിൻ്റെ വിത്തുള്ളവരാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് കുറ്റബോധമില്ല, പാപബോധമില്ല. നിങ്ങൾക്ക് എന്താണ് നമ്മൾ ഈ പറയുന്നത് പോലെ മനസ്സിൻ്റെ അകത്തൊരു കുത്തുകൊള്ളുന്നൊന്നുമില്ല. അതിൻ്റെ അർത്ഥം നിങ്ങൾ പിശാചിന് അങ്ങനെയാണ്. പിശാചിന് ഒരു പ്രശ്നമില്ലല്ലോ. അവൻ യേശു വന്നിട്ട് എന്തുകൊണ്ട് ഓടിപ്പോയി കാലം കൊണ്ട് കർത്താവേ അന്നൊരു അബദ്ധം പറ്റിയതാണ്, ഞാൻ അങ്ങനെ ചിന്തിക്കാൻ പാടില്ലായിരുന്നു, ദൈവത്തിൻ്റെ സിംഹാസനത്തിൻ്റെ മീതെ എൻ്റെ സിംഹാസനം വെക്കണമെന്ന് ഞാൻ ഒരിക്കലും ചിന്തിക്കാൻ പാടില്ലായിരുന്നു, അതെനിക്ക് തെറ്റുപറ്റിപ്പോയെന്ന് പറഞ്ഞുകൊണ്ട് ഒരിക്കലും പിശാച് എവിടെയും വന്നില്ല. അവൻ അതിനെ എന്ത് ചെയ്തു? ന്യായീകരിക്കാൻ തുടങ്ങി. ഞാൻ വലിയ ആളാ. അവൻ കൂടെയുള്ള ദൂതന്മാരെ കൂടെ കറക്കി താഴേക്ക് ചാടിച്ചു. അപ്പോൾ ഒരു തെറ്റ് പറ്റുമ്പോൾ ഹൃദയത്തിൻ്റെ അകത്ത് കുത്തുകൊള്ളുന്നുണ്ടെങ്കിൽ ആ കുത്തുകൊള്ളുന്നതിൻ്റെ അർത്ഥം നിങ്ങളിൽ ദൈവത്തിൻ്റെ വിത്തിരിപ്പുണ്ട്.
ആ വിത്താണ് കുത്തുന്നത്. നിങ്ങളെ പാപത്തിൽ തുടരുവാൻ അനുവദിക്കുന്നില്ല. ആമേൻ. ഒരാളുടെ കുറ്റം പറഞ്ഞ് അയാളെ ഒന്ന് ശപിച്ച്, അല്ലെങ്കിൽ പ്രാർത്ഥനയ്ക്ക് വരുമ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും രീതിയിൽ അബദ്ധവശാൽ എന്തെങ്കിലും സംഭവിച്ചിട്ട് അതങ്ങ് പോട്ടെ, ഒരു പ്രാർത്ഥിച്ചാൽ അങ്ങ് തീരുമല്ലോ എന്നല്ല, അത് കുത്തുകൊള്ളുന്നുണ്ടെങ്കിൽ ദൈവസന്നിധിയിൽ ഏറ്റു പറയുന്നത് വരെ, കർത്താവേ പറയാൻ പാടില്ലായിരുന്നു, ചെയ്യാൻ പാടില്ലായിരുന്നു, എന്നോട് ക്ഷമിക്കണം കർത്താവേ, ഏറ്റു പറയുന്നത് വരെ സമാധാനം കിട്ടുന്നില്ലെങ്കിൽ ഞാൻ ഉറപ്പിച്ചോ നിങ്ങളുടെ അകത്ത് വിത്തിരിപ്പുണ്ട്. കാരണം ദൈവത്തിൻ്റെ ആഗ്രഹം എന്നാണെന്നറിയാവോ? പിശാചിന്റെ പ്രവൃത്തിയിൽ നിങ്ങൾ കുടുങ്ങരുത്, അഴിച്ചു കളയാൻ വേണ്ടിയാണ്. അതിന് ദൈവം എന്ത് ചെയ്യുന്നറിയാവോ? നിങ്ങളെ പാപത്തിൽ തുടരുവാൻ ദൈവം അനുവദിക്കുന്നില്ല. ആമേൻ. ഇനി 10ാമത്തെ വാക്യത്തിൽ പറഞ്ഞ ദൈവത്തിന്റെ മക്കൾ ആരെന്നും പിശാചിന്റെ മക്കൾ ആരെന്നും ഇതിനാൽ തെളിയുന്നു, നീതി പ്രവർത്തിക്കാത്തവനും ആരും സഹോദരനെ സ്നേഹിക്കാത്തവനും ദൈവത്തിൽ നിന്നുള്ളവനല്ല. ആദ്യം മുതൽ നിങ്ങൾ കേട്ട ദൂതോ അന്യോന്യം സ്നേഹിക്കണമെന്നല്ലോ. അപ്പൊ സ്നേഹമാണ് വലുത്. നിങ്ങൾക്ക് ഞാൻ പറഞ്ഞില്ലേ, വിശ്വാസത്തിൽ വന്നത് ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട്. എൻ്റെ സഭ, ഞങ്ങളുടെ സഭ, നിങ്ങളുടെ സഭ, ഏറ്റവും കൂടുതൽ ഞാൻ കേട്ടിരിക്കുന്ന ഒരു സംഭവമാണ് ഞങ്ങളുടെ സഭയാണ് ഒറിജിനൽ, നിങ്ങളുടെ സഭ ഡ്യൂപ്ലിക്കേറ്റ്. ഞങ്ങളുടെ സഭയവാ, നിങ്ങളുടെ സഭയവാ എന്ന് ഓർത്തെ ശ്രദ്ധിച്ചോണേ. നിങ്ങളുടെ സഭ, ഞങ്ങളുടെ സഭ, അവരുടെ സഭ, അങ്ങനെ സഭ ഇല്ല. ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇപ്പം യേശു ക്രിസ്തു വന്നാൽ ഏത് സഭയിൽ പോവും? നിങ്ങളുടെ സഭയിൽ വരുവോ? എൻ്റെ സഭയിൽ വരുവോ? ആരുടെ സഭയിൽ യേശു പോവും? അപ്പോൾ നിങ്ങൾ ഉടനെ പറയും കർത്താവിന് അങ്ങനെയൊന്നുമില്ല. കർത്താവിന് അങ്ങനെയൊന്നുമില്ലെങ്കിൽ നിങ്ങൾക്കും അങ്ങനെ തന്നെയാണ്. മദ്യപിച്ച് വഴി കിടന്ന് ലക്ക് കെട്ട് നിൽക്കുന്ന വ്യക്തിയെ കാണുമ്പോൾ ഇവൻ്റെയൊക്കെ ജീവിതം ഇങ്ങനെ അങ്ങ് തീരട്ടെ എന്ന് പറയുന്നവനല്ല വിശ്വാസി. അവനെ കാണുമ്പോൾ ഹൃദയത്തിൻ്റെ അകത്ത് കർത്താവേ, ആ കുടുംബത്തിൻ്റെ അകത്ത് ഇവനൊരു അനുഗ്രഹമായി തീരണേ കർത്താവേ എന്ന് പ്രാർത്ഥിക്കുവാനൊരു മനസ്സ് വരുന്നുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ വിത്ത് നിങ്ങളുടെ അകത്ത് കിടപ്പുണ്ട്. ഹല്ലേലൂയ. ഇവിടെ 2 കാര്യമാണ് യോഹന്നാൻ ശ്ലീഹ പറഞ്ഞത്. ദൈവത്തിന്റെ മക്കളാരെന്നും പിശാചിന്റെ മക്കളാരെന്നും ഇതിനാൽ തെളിയുന്നു. പിശാചിന്റെ മക്കളുടെ പ്രത്യേകത, അവരുടെ കയ്യിലും ബൈബിളുണ്ട്, കൈയടിക്കും, അവർ സ്വോത്രം പറയും. കാര്യം ഞാൻ എപ്പോഴും പറഞ്ഞല്ലോ, ഈ ബൈബിള് പിടിക്കുന്നതെല്ലാം ദൈവമക്കളാണെന്ന് വിശ്വസിക്കരുത് കേട്ടോ. കാര്യം യേശു ക്രിസ്തു അടുക്കലേക്ക് വന്ന പാസ്റ്റർ എന്ന് പറഞ്ഞാൽ ക്ഷമിക്കണം കേട്ടോ, ഉപദേശവുമായിട്ട് വന്ന്, അല്ലെങ്കിൽ ഒരു പുരോഹിതന്റെ രൂപത്തിൽ വന്ന് സുവിശേഷമൊക്കെ പറയാൻ വേണ്ടി ശ്രമിച്ച പിശാച് അവനെ വിളിച്ച ദൂതനെ പോലെ, അപ്പൊ ഈ വിളിച്ച ദൂതൻ യേശുവാണ്. അപ്പൊ ഒരു ഉപദേശിയുടെ രൂപത്തിൽ വചനമൊക്കെ ആയിട്ട് യേശുവിന്റെ അടുക്കിലേക്ക് വന്നപ്പം ഒരു ബ്രദറിനെ പോലെയോ പുരോഹിതനെ പോലെയോ പാസ്റ്ററെ പോലെയോ ഏതെങ്കിലും ഉപദേശിയെ പോലെയൊക്കെ മത്തായിയുടെ സുവിശേഷത്തിൽ യേശുവിനോട് വചനം പറഞ്ഞുകൊണ്ടാണ് പുള്ളി വന്നത്. നിന്റെ കാല് കല്ലിൽ തട്ടി പോകാതിരിക്കേണ്ടതിന് ദൂതന്മാരോട്. അപ്പൊ അവൻ്റെയിലും വചനം ഉണ്ടായിരുന്നു. പക്ഷെ യേശുവിന് മനസ്സിലായി ഇവൻ ദൈവസ്നേഹത്തിലുള്ള ആത്മാവാണോ അതോ ദൈവസ്നേഹത്തിൽ അല്ലാത്തവനാണോ എന്ന് പെട്ടെന്ന് യേശുവിന് മനസ്സിലായി. സഹോദരനെ സ്നേഹിക്കുന്നതിലൂടെ നമുക്ക് മനസ്സിലാവും ഏത് ആത്മാവാണെന്ന്. ഞാൻ ഏറ്റവും കൂടുതൽ ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ ഏത് സഭയിൽ പോകുന്ന വ്യക്തി ആയിക്കോട്ടെ, മറ്റൊരു വിശ്വാസത്തിൽ പോകുന്ന വേറെ ഏതെങ്കിലും സഭയിൽ പോകുന്ന വ്യക്തിയെ കാണുമ്പോൾ ഞങ്ങളുടെ സഭക്കാരനല്ലാത്തതുകൊണ്ട് ഞാൻ സ്നേഹിക്കുന്നില്ല എന്ന് പറയുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അകത്ത് യേശുവിൻ്റെ വിത്തില്ല എന്നതിൻ്റെ അർത്ഥം. എന്നോ ആ വിത്ത് പറഞ്ഞു പോയിരിക്കുന്നു. ദൈവത്തിൽ നിന്ന് ജനിച്ചവന്റെ ക്വാളിറ്റി പറയുകയാണ്, അവൻ അന്യോന്യം സ്നേഹിക്കുന്നല്ലോ. ആമേൻ. നമുക്ക് പലപ്പോഴും, ഞാൻ എപ്പോഴും പറഞ്ഞു, നിങ്ങൾ ഇതൊക്കെ പറയുന്ന സമയങ്ങൾ പറയും ബ്രദർ എനിക്ക് ദേഷ്യമൊക്കെ വരാറുണ്ട് ബ്രദറെ, പലപ്പോഴും എനിക്ക് ദേഷ്യവും അരിശവും ഇഷ്ടക്കേടും കുശുമ്പും അസൂയൊക്കെ എനിക്ക് വരാറുണ്ട് ബ്രദറെ. ഇല്ലേ? നിങ്ങൾ പറ, നിങ്ങൾക്ക് ഇതൊക്കെ വരാറില്ലേ? ഉണ്ടെന്നേ, ഇതൊക്കെ ഉണ്ട് നമുക്ക്. പക്ഷേ ഇതിലൊക്കെ തുടരാൻ നിങ്ങൾ അനുവദിക്കരുത്. ഇപ്പം ഞാനൊരു നല്ലൊരു കാറ് മേടിച്ചപ്പോൾ മനസ്സിൻ്റെ അകത്ത് നിങ്ങൾക്ക് ഒരു കുശുമ്പ് വന്നേക്കാം. ബ്രദർ നല്ലൊരു കാറിൽ, ബ്രദർ ഈ സ്വോത്രകാഴ്ച എല്ലാം മേടിച്ചുകൊണ്ട് കട്ടുകൊണ്ട് പോയിട്ട് ബ്രദർ വലിയ കാറ് മേടിച്ചത് ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നുമായിരിക്കാം, അല്ലേ? അങ്ങനെയൊക്കെ ചില ആൾക്കാർ പറയത്തില്ലേ? അങ്ങനെ തോന്നിയാൽ, അങ്ങനെ മനസ്സിൽ വന്നാൽ, ഒരു ചിന്ത വന്നാൽ, അങ്ങനെ ചിന്ത വന്നാൽ എന്ത് ചെയ്യണം? കർത്താവേ ബ്രദറിന് പുതിയൊരു ഫ്ലൈറ്റ് വരട്ടെന്ന് അങ്ങ് പ്രാർത്ഥിച്ചോണം. മനസ്സിലായോ? അങ്ങനെ അങ്ങ് പ്രാർത്ഥിച്ചോണം. നമുക്കിതൊക്കെ വരുമെന്നേ. കാരണം നമ്മൾ അസൂയ തോന്നുമാറ് ദൈവം വളർത്തും. അങ്ങനെയൊക്കെ ദൈവത്തിന് സ്വഭാവമുണ്ട്. അപ്പൊ ജഡത്തിന്റെ ചിന്തകൾ നമ്മളിൽ വരുമ്പോൾ അതിൽ തുടരാൻ അനുവദിക്കരുത്. ഒരാളെ കാണുമ്പോൾ ഒരു കുശുമ്പ് നമുക്കകത്ത് വന്നു. കുശുമ്പ് എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ നാട്ടിൽ അങ്ങനെ കേട്ടോ, ഞങ്ങളുടെ നാട്ടിൽ അസൂയായിരിക്കും, മറ്റു വാക്കായിരിക്കാം. ഇതൊക്കെ പൊങ്ങി വരുമ്പോൾ സ്നേഹത്തിന് വിപരീതമാണ്. വൈരാഗ്യം നമ്മുടെ അകത്തേക്ക് വരുമ്പോൾ സ്നേഹത്തിന് വിപരീതമാണ്. ഒരാളെ അംഗീകരിക്കാൻ പറ്റാതെ വരുന്നത് സ്നേഹത്തിന്റെ വിപരീതമാണ്. ഇതെല്ലാം പൊങ്ങി വരുമ്പോൾ നിങ്ങളുടെ അകത്തൊരു വിത്തിരിപ്പുണ്ട്. ഈ വിത്ത് നിങ്ങളെ കുത്തും. എങ്ങനെ കുത്തുന്നറിയാവോ?
നിങ്ങളുടെ അകത്ത് കുറേ കഴിയുമ്പോൾ ഒരു ശൂന്യത ഫീൽ ചെയ്യും. എന്തൊക്കെയോ ഒരു ഭയങ്കര ഒരു 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 പറയത്തില്ല, ഒരു മൂകത. ബ്രദർ, എൻ്റെ മനസ്സിൽ ഭയങ്കര ഒരു മൂകത, എന്നാന്ന് എനിക്ക് അറിയത്തില്ല. ഉടനെ നിങ്ങൾ എന്ത് ചെയ്യണമെന്നറിയാവോ? കർത്താവ് എൻ്റെ ജീവിതത്തിൽ ഏതെങ്കിലും രീതിയിൽ പരിശുദ്ധാത്മാവെ അങ്ങ് ദുഃഖിപ്പിച്ച വാക്കോ പ്രവൃത്തിയോ ഉണ്ടായെങ്കിൽ എന്നോട് ക്ഷമിക്കണം. അപ്പം കർത്താവ് യേശുവിൻ്റെ രക്തത്താൽ എന്നെ കഴുകി കർത്താവെ അങ്ങ് ശുദ്ധീകരിക്കുന്നതിന് നന്ദി കർത്താവെ. എന്നെ വിശുദ്ധീകരിച്ചിരിക്കുന്നു, പക്ഷെ എന്നെ ശുദ്ധീകരിക്കുന്ന രണ്ടാമത്തെ കാര്യമാണ്. ഓർത്താണ്, വിശുദ്ധീകരണവും ശുദ്ധീകരണവും രണ്ടാണ്. ആമേൻ. അപ്പൊ ഇവിടെ നോക്കിയേ, അപ്പൊ സ്നേഹിക്കുക, വലിയ പോയിന്റാണ് സ്നേഹിക്കുക. ഒരാളെ യേശുക്രിസ്തു ഒരു വാക്ക് പറയുന്നുണ്ട്. കർത്താവ് തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞു, ഞാൻ നഗ്നനായി വന്നു, നിങ്ങൾ എന്നെ ഉടുപ്പിച്ചില്ല. ഞാൻ വിശന്നു വന്നു, എനിക്ക് ആഹാരം തന്നില്ല. ഞാൻ മുറിവേറ്റവനായി വന്നു, നിങ്ങൾ എൻ്റെ മുറിവുകളെ കെട്ടിയില്ല. ഇതെല്ലാം പറഞ്ഞപ്പോൾ കർത്താവിൻ്റെ ശിഷ്യന്മാർ പറയാം, കർത്താവേ, എപ്പോഴും ഞങ്ങളിവിടെ അങ്ങ് ഉണ്ടല്ലോ, അങ്ങ് വിശന്നിരിക്കുന്നത് ഞങ്ങൾ കണ്ടിട്ടില്ല. ഒരു തവണ ഉണ്ട്, ഓക്കെ. അങ്ങ് മുറിവേറ്റ് ഞങ്ങൾ കണ്ടിട്ടില്ല, അങ്ങ് ക്ഷീണിച്ച് ഞങ്ങൾ കണ്ടിട്ടില്ല, അങ്ങ് എപ്പോഴും നല്ല ടിപ്പ് ടോപ്പായിട്ടാണ് നിൽക്കുന്നത് അല്ലേ? അപ്പൊ ഇതൊക്കെ എപ്പോഴാ സംഭവിച്ചത്? യേശു പറയാണ്, ഇങ്ങനെ നിങ്ങൾ ഒരുവനെ സഹായിക്കുന്നുവെങ്കിൽ അത് എനിക്ക് ചെയ്യുന്നത് പോലെയാ. അങ്ങനെ ചെയ്യണമെങ്കിൽ നമ്മുടെ അകത്തൊരു സ്നേഹം വേണം. നോക്കിയേ, ഞാൻ എന്താ ഇതിങ്ങനെ പറയുന്നു വെച്ച് കഴിഞ്ഞാൽ, പിശാചിന്റെ പ്രവർത്തികളെ അഴിക്കാനാണ് യേശു വന്നത്. നിങ്ങൾ പിശാചിന് ഇട്ടുകൊടുക്കരുത് ആയുധം. ഇവിടെ നോക്കിയേ, ഇവിടെ വാക്ക് പറയുകയാണ്, ദൈവത്തിന്റെ മക്കളായിരുന്നു പിശാചിന്റെ മക്കളായിരുന്നു ഇതിനാൽ അറിയുന്നു, നീതി പ്രവർത്തിക്കാത്തവരാരും സഹോദരനെ സ്നേഹിക്കാത്തവനും ദൈവത്തിൽ നിന്നുള്ളതല്ല. ഈ സഹോദരൻ എന്ന് പറയുന്നത് നിങ്ങളുടെ സ്വന്തം സഹോദരനോ അച്ഛൻ്റെ ചേട്ടൻ്റെ മോനെ പറ്റി അല്ല പറഞ്ഞേക്കുന്നത്. കർത്താവിൽ ഈ ലോകത്തിൽ എല്ലാവരും നമ്മുടെ സഹോദരങ്ങളാണ്. നോക്കി, അടുത്ത വാക്യത്തിൽ പറയുന്നു, കയ്യൻ ദുഷ്ടനിൽ നിന്നുള്ളവനായി സഹോദരനെ കൊന്നതുപോലെയല്ല, അവനെ കൊല്ലുവാൻ സംഗതി എന്ത്? തൻ്റെ പ്രവൃത്തി ദോഷവും സഹോദരന്റെ നീതിയുള്ളതാണത്രേ. സഹോദരന്മാരെ, ലോകം നിങ്ങളെ പകയ്ക്കുന്നുവെങ്കിൽ ആശ്ചര്യപ്പെടരുത്. നാം മരണം വിട്ട് ജീവനിലേക്ക് കടന്നിരിക്കുന്നു എന്ന് സഹോദരന്മാരെ സ്നേഹിക്കുന്നതിനാൽ നമുക്കറിയാം. സ്നേഹിക്കാത്തവൻ മരണത്തിൽ വസിക്കുന്നു. സഹോദരനെ പകയ്ക്കുന്നവനെല്ലാം കൊലപാതകനാകുന്നു, യാതൊരു കൊലപാതകനും നിത്യജീവൻ ഉള്ളിലില്ല. ആമേൻ. ഞങ്ങളോട് എപ്പോഴും പറഞ്ഞിട്ടില്ല നിങ്ങളോട് ഞാൻ, നിങ്ങളുടെ ഉള്ളിൽ ഒരു മനുഷ്യനോടും വൈരാഗ്യം വെച്ചുകൊണ്ടിരിക്കരുത്. ഒരു മനുഷ്യനോടും, നിങ്ങളുടെ കുടുംബത്തിലായിക്കോട്ടെ, നിങ്ങളുടെ സുഹൃത്തുക്കളുടെ ഇടയിലായിക്കോട്ടെ, കുടുംബജീവിതത്തിലായിക്കോട്ടെ, ഭാര്യ, ഭർത്താവ്, കുഞ്ഞുങ്ങൾ, കുടുംബ വിഷയത്തിലായിക്കോട്ടെ, നമ്മൾ ആദ്യം ക്ഷമിക്കണം. എൻ്റെ കൂടെ പറഞ്ഞോട്ടെ, ആദ്യം സോറി പറയുന്നത് ഞാനായിരിക്കും എന്ന് പറ. എന്റെ കൂടെ ഒന്ന് പറഞ്ഞ, ഞാൻ പിശാചിന് പ്രവർത്തിക്കാൻ അനുവദിക്കത്തില്ലെന്ന് പറ. അതുകൊണ്ട് ഞാൻ ആദ്യം സോറി പറയും. ഇനി എന്റെ മിസ്റ്റേക്ക് ആണെങ്കിലും അല്ലെങ്കിലും. എന്തിനാണെന്നറിയാവോ? എനിക്ക് അനുഗ്രഹം പ്രാപിച്ചേ പറ്റത്തുള്ളൂ. നമുക്കറിയാം, ഈ വിദേശത്തൊക്കെ പോകാൻ നിൽക്കുന്നവർ, നിങ്ങൾ നോക്കിയാൽ മതി, വിദേശത്ത് പോകാൻ നിൽക്കുന്നവർ അവർ ഒരു കേസിലും പെടാതെ ഇങ്ങനെ എപ്പോഴും മാറി മാറി നടക്കും. ശ്രദ്ധിച്ചിട്ടുണ്ടോ? വിദേശത്ത് പോകാൻ റെഡിയായി നിൽക്കുന്ന ആൾക്കാർ ഒരു കേസ് കെട്ടോ ഒരു കേസിലോ അവർ പെടാതെ അവരെപ്പോഴും വളരെ കെയർഫുൾ ആയിരിക്കും. അവരോട് ചോദിക്കും, നിങ്ങൾ എന്തുകൊണ്ടാണ് ഈ പരിപാടിക്കൊന്നും കൂടാത്തത്? അപ്പം നമ്മൾ പറയാം, അവിടെ പോയ വലിയ തല്ലും വഴക്കൊക്കെ അതുകൊണ്ട് ഞാൻ വരാത്ത. അതെന്താ നീ വരാത്തത്? കാരണം എനിക്ക് വിദേശത്തേക്ക് പോകണം, വലിയ നന്മ എനിക്ക് അവിടെയുണ്ട്, എൻ്റെ മുമ്പിൽ വലിയൊരു നന്മ കിടപ്പുണ്ട്. എനിക്ക് ഇവിടെ കിടന്ന് തല്ലുകൂടി അത് നഷ്ടപ്പെടുത്തി കഴിഞ്ഞാൽ എനിക്കിപ്പോൾ ഒരു സന്തോഷം കിട്ടുമായിരിക്കാം, ഫ്രണ്ട്സ് എല്ലാം കൂടി എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഭയങ്കര സംഭവമായിരിക്കും, പക്ഷേ എൻ്റെ ഭാവി അടഞ്ഞു. ഇതേപോലെ തന്നെ പറയണം, എനിക്ക് അനുഗ്രഹം അനുഭവിക്കാൻ ഞാൻ വിളിക്കപ്പെട്ടിരിക്കുക. അതുകൊണ്ട് എനിക്ക് എൻ്റെ ഉള്ളിൽ എന്ത് ചെയ്യണം? എനിക്ക് മറ്റുള്ളവനോട് ക്ഷമിച്ചേ പറ്റത്തുള്ളൂ. കാര്യം ദൈവം എന്നെ ഉയർത്തും. ലോകം നിങ്ങളെ പകയ്ക്കുമെന്ന് ബൈബിളിൽ പറയുന്നുണ്ട്. എൻ്റെ ഉള്ളത്തിൽ പരിശുദ്ധാത്മ പറയുകയാണെങ്കിൽ, ബിസിനസ്സിൽ പലരും ചതിച്ചിട്ട് പോയിട്ട് ആ നന്മ പലപ്പോഴും പലരും നിങ്ങളുടെ പേര് റെഫർ ചെയ്യേണ്ട സ്ഥാനത്ത് പോലും നിങ്ങളെപ്പറ്റി തിന്മ പറഞ്ഞ് അത് നിങ്ങൾ കേട്ടിട്ട് ഹൃദയത്തിൻ്റെ അകത്ത് വിഷമവുമായിട്ടിരിക്കുന്ന ചില വ്യക്തികളെ കർത്താവ് എന്നെ കേൾപ്പിക്കുകയാണ്. അവരോട് ഇന്ന് മുതൽ പറയും, എന്നെ ദുഃഖിപ്പിച്ചവർ, എനിക്കെതിരെ പ്രവർത്തിച്ചവർ, എൻ്റെ ബിസിനസ്സിനെതിരെ പറഞ്ഞു നടന്നവർ, എന്നെ വേദനിപ്പിച്ചവരെ ഞാൻ ഇപ്പോൾ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു എന്ന് പറഞ്ഞ് ഇപ്പം വഴി തുറക്കും. ഇപ്പം ബ്രേക്ക് ത്രൂ ഉണ്ടാവും നിങ്ങളുടെ ബിസിനസ്സിൽ. എൻ്റെ ഉള്ളത്തിൽ പരിശുദ്ധാത്മ പറയാം, ബ്രേക്ക് ത്രൂ ഉണ്ടാകാൻ വേണ്ടി പോവാം.
യേശുവിൻ്റെ നാമത്തിൽ. ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ആ നന്മയുടെ മേഖലകളെ കർത്താവ് തുറക്കാൻ വേണ്ടി പോവുക. ഇൻ ദ നെയിം ഓഫ് ജീസസ്. ഒക്ടോബർ മാസം 12-ാം തീയതി ജനിച്ച ഒരു വ്യക്തിയുടെ മേലേക്ക് ഇപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ വലിയൊരു പ്രവൃത്തി ഉണ്ടാകുക. ഇന്ന് സൂമിലോ ലൈവിലോ ഒക്ടോബർ മാസം 12-ൽ ജനിച്ച വ്യക്തി എന്നെ കേൾക്കുന്നുവെങ്കിൽ യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ ദൈവത്തിൻ്റെ വലിയ സിസ്റ്ററുടെ മോനാണോ? ഇന്ന് അവന്റെ മേൽ വലിയൊരു പ്രവൃത്തിയെ ദൈവം അയക്കാൻ വേണ്ടി പോവാ. യേശു എന്റെ കൂടെ എന്ന് പറഞ്ഞ കർത്താവ് എന്റെ ഹൃദയത്തിൽ ആരോടെങ്കിലും കർത്താവെ ഞാൻ അറിഞ്ഞോ അറിയാതെയോ എവിടെയെങ്കിലും ഒരു മുറിവ് കിടപ്പുണ്ട്, ഞാനത് യേശുവിന്റെ നാമത്തിൽ കർത്താവ് അത് ക്ലിയർ ആകട്ടെ എന്ന് പറഞ്ഞു സിസ്റ്ററെ. ഓ യേശുവിന്റെ നാമത്തിൽ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിന്റെ അഗ്നി പൊതിയട്ടെ. നന്ദി യേശുവി, നന്ദി കർത്താവി, നന്ദി കർത്താവി. ഇവിടെ നിങ്ങൾ ഈ വചനം നോക്കിയേ. ഇവിടെ കർത്താവിന്റെ വചനം പറയുന്നു സഹോദരനെ പകയ്ക്കുന്നവനല്ല. അപ്പം ഈ സഹോദരൻ എന്ന് പറയുമ്പോൾ നിങ്ങൾ, അതുകൊണ്ടാണ് ഞാൻ പറയും എൻ്റെ സഭ, എൻ്റെ കുടുംബം, എൻ്റെ ജീവിതം ഇതല്ല. യേശുവിനെ അറിയാത്തവനും നമ്മുടെ സഹോദരൻ്റെ കാര്യം. യേശു അവന് വേണ്ടി വില കൊടുത്തിരിക്കുക. അപ്പം നാളെ നിങ്ങളുടെ മുമ്പിൽ ഒരുത്തൻ മദ്യപിച്ച് ലെക്ക് കെട്ട് അവൻ വഴി കിടന്ന് ബഹളം ഉണ്ടാക്കുമ്പോൾ അവനൊക്കെ മുടിഞ്ഞു പോകണമെന്ന് പറയരുതേ. അവൻ ഒരു വാക്കൊന്ന് പറ, എൻ്റെ യേശുവേ അവനും കൂടെ വേണ്ടിയാണല്ലോ കർത്താവെ അങ്ങ് വില കൊടുത്തത്. അവന് കർത്താവെ ഒരു വാക്ക് അവിടെ നിന്നുകൊണ്ട് പ്രാർത്ഥിച്ചാൽ അവനുള്ള അനുഗ്രഹം കൂടെ നിങ്ങളുടെ തലയ്ക്ക് മീതെ വരും. ഇതാണ് ഈ ബൈബിളിന്റെ ചില പ്രിൻസിപ്പാലിറ്റീസ് ഉണ്ട്. കുറേ നമ്മൾ അറിയാത്ത കുറേ കാര്യങ്ങളുണ്ട്. ഇപ്പൊ നിങ്ങൾ എന്നെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുക എന്ന് വിചാരിച്ചു. എന്നെ അനുഗ്രഹിക്കുന്നവനെ ദൈവം അനുഗ്രഹിക്കുക. അറിയാവോ? നമ്മുടെ മേലൊരു ബ്ലെസ്സിങ് ഉണ്ട്. ഞാനിപ്പം നിങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ചാൽ എൻ്റെ മേലെ ഇരട്ടി അനുഗ്രഹം ഉണ്ടാവും. ഇങ്ങനെ കുറേ ബൈബിൾ ചില വ്യവസ്ഥകളുണ്ട്, നന്മയിലേക്ക് വരാൻ വേണ്ടിയുള്ള ഒത്തിരി വ്യവസ്ഥകളുണ്ട്. ആമേൻ. അപ്പൊ ഇവിടെ നിങ്ങൾ എന്ത് ചെയ്യണം? നമുക്ക് ഇച്ചിരി ദേഷ്യവും വൈരാഗ്യവും ഒക്കെ തോന്നിയ വ്യക്തി ഒന്ന് അനുഗ്രഹിച്ചു പ്രാർത്ഥിച്ച് പിശാചിന്റെ പ്രവൃത്തികൾ അവിടെ നിന്ന് മാറുന്നത് കാണാൻ പറ്റും. അവന് പ്രവർത്തിക്കുന്നത് എപ്പോഴാണെന്നറിയാമോ? അവന്റെ ഒരു സൊല്യൂഷൻ നമുക്കറിയാം. ഇച്ചിരി പഞ്ചസാര നിങ്ങളുടെ വീട്ടിലോട്ട് ഇച്ചിരി പഞ്ചസാര ഒന്ന് വിതറി നോക്കിക്കേ. നിങ്ങൾ ഇതുവരെ കാണാത്ത ഉറുമ്പുകൾ മുഴുവൻ അവിടെ പറന്നു വരും നിമിഷ നേരം കൊണ്ട്. നിങ്ങളൊന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ട് ആ പറമ്പൊഴിയൊക്കെ നടന്നിട്ട് തിരിച്ചൊന്ന് കയറി വന്ന് നോക്കി. അവിടെ നിങ്ങൾക്ക് ഈ പഞ്ചായത്തിൽ പോയില്ലാത്ത സകല ഉറുമ്പുകൾ അവിടെ വന്നിരിക്കും. കാര്യം പഞ്ചസാര എവിടെയുണ്ടോ അവിടെ ഉറുമ്പ് പറന്നു വന്നിരിക്കും. ഇതേപോലെ പിശാചിന് നിങ്ങളുടെ ജീവിതത്തിൽ ആക്സസ് ചെയ്യുവാൻ, അവന് കയറി കൂടുവാനുള്ള മെയിൻ ആയിട്ടുള്ളൊരു കാര്യമാണ് പാപത്തിൽ തുടരുമ്പോൾ. ഒരു വ്യക്തി പാപത്തിൽ തുടരുമ്പോൾ അവന്റെ ജീവിതത്തിൽ പിശാചിന് കയറി വന്ന് പഞ്ചസാരയെ പൊതിയുന്നത് പോലെ അവൻ പൊതിയും. ഈ ദിവസങ്ങളിൽ തിരിച്ചറിഞ്ഞോണേ, ഞാൻ യേശുവിൻ്റെ നാമത്തിൽ എൻ്റെ കർത്താവെ എൻ്റെ വായിൽ നിന്ന് വന്ന വാക്കുകളോ എൻ്റെ ഏതെങ്കിലും പ്രവൃത്തികളോ ഞാൻ നിമിത്തം ആർക്കെങ്കിലും ഒരു മുറിവേറ്റിട്ടുണ്ടെങ്കിൽ ഞാൻ ആ വ്യക്തിയെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. ഒരു സോറി പറയുവാൻ പറ്റുന്ന സാഹചര്യമാണെങ്കിൽ സോറി പറയുക, അല്ലെങ്കിൽ കർത്താവ് എനിക്കൊരു അവസരം തരുമാറാകണമെന്ന് പ്രാർത്ഥിക്കണം. സൂര്യൻ കോപിച്ചാൽ പാപം ചെയ്യരുതെന്ന ബൈബിളിൽ പറഞ്ഞേക്കുന്നത്. സൂര്യൻ അസ്തമിക്കുവോളം കോപം വെച്ചുകൊണ്ടിരിക്കരുത്. ഒരാളുടെ ദേഷ്യം വന്നു കഴിഞ്ഞാൽ ദേഷ്യം വരട്ടെ. അറിയാതെ ദേഷ്യം വരുമായിരിക്കും. നമ്മുടെ മനസ്സാണല്ലോ, ചിന്തയാണല്ലോ, പല ടെൻഷനിലൂടെ യാത്ര ചെയ്യുന്നവരെ നമുക്ക് ദേഷ്യം വരും. ആ ദേഷ്യം വന്ന അബദ്ധത്തിൽ, ഇത് കേട്ടിട്ട് ബ്രദറെ നാളെ മൂലം വായി തോന്നുന്നു എല്ലാം വിളിച്ച് പറഞ്ഞിട്ട് ചെയ്യാൻ വേണ്ടിയല്ല, അബദ്ധത്തിൽ എന്തെങ്കിലും പറഞ്ഞാൽ സൂര്യൻ അസ്തമിക്കുവോളം വെച്ചുകൊണ്ടിരിക്കരുത്. കാര്യം വൈകുന്നേരമാവുമ്പോൾ നിങ്ങളുടെ ബെഡേൽ പിശാച് കയറി കിടക്കരുത്. ഞാൻ പിശാചിനെ ഉയർത്തുവല്ല, ചില അനുഗ്രഹത്തിന്റെ തടസ്സങ്ങളെ ഇന്ന് മാറ്റാൻ വേണ്ടി ഇത് പറയുന്നത്. സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ് ഒന്ന് വിളിച്ചിട്ട് പറ, സോറി കേട്ടോ, നിന്റെ സോറി ഒന്നും എനിക്ക് വേണ്ട, നീ എന്നോട് അങ്ങനെ പെരുമാറിയല്ലോ എന്ന്. ഓക്കെ, ഇതൊന്നും എനിക്ക് കേൾക്കണ്ട, എനിക്ക് നിന്നോട് അത് തെറ്റ് പറ്റിപ്പോയി, ക്ഷമിക്കുക. ഹല്ലേലൂയ. നമ്മൾ ആദ്യം സോറി പറയണം. കാര്യം ഒരു കാര്യം ഓർത്തണം, ഞാൻ തിരിച്ച് വീട്ടിൽ ചെല്ലുമ്പം എൻ്റെ പെരയ്ക്കകത്ത് യേശു മതി, എൻ്റെ പെരയ്ക്കകത്ത് പരിശുദ്ധാത്മാവ് മതി, എൻ്റെ പെരയ്ക്കകത്ത് ദൂതന്മാർ മതി. അല്ലാതെ പാപം ചെയ്ത് താഴെ പോയ പിശാചന്റെ ഭവനത്തിൽ വേണ്ട എന്നൊരു വാശിയകത്ത് വേണം. എനിക്ക് അനുഗ്രഹം അനുഭവിക്കാൻ ഞാൻ വിളിക്കപ്പെട്ടിരിക്കുന്നു. ഇതുകൊണ്ടാണ് യോഹന്നാൻ ശ്ലീഹ സ്നേഹത്തിന്റെ അപ്പോസ്തലൻ എന്നാ പറയുന്നത്. അദ്ദേഹം പറയുന്ന വാക്ക് നോക്കിയേ, അതുവരെ വലിയ വലിയ കാര്യം പറഞ്ഞു വന്നയാൾ 1-ാം അധ്യായത്തിൽ പറഞ്ഞു, കുഞ്ഞുങ്ങളെ നിങ്ങൾ ദൈവത്തിൽ നിന്ന് ജനിച്ചവരാകുന്നു. 2-ാം അധ്യായത്തിൽ പറഞ്ഞു, നിങ്ങൾ പിശാചിനെ ജയിച്ചിരിക്കുന്നു, നിങ്ങൾ ദൈവത്തെ ജയിച്ചുകൊണ്ട് ലോകത്തെ, ഇതെല്ലാം പറഞ്ഞു തുടങ്ങിയിട്ട് 3-ാം അധ്യായത്തിലേക്ക് വന്നാൽ പറയുകയാണെ, ഇതെല്ലാം ശരിയൊക്കെ തന്നെയാണ്, പക്ഷെ സ്നേഹിക്കണം. മസ്റ്റായിട്ട് ഞാൻ പറയുന്നു, സ്നേഹത്തിന്റെ പ്രത്യേകത
ഇപ്പം ഞാൻ എപ്പോഴും പറയാറില്ല, ഈ മിക്ക കൂട്ടായ്മയിലും സംഭവിക്കുന്നത് എനിക്കറിയാവുന്ന ഒത്തിരി പേരുടെ പരാതി പറയുന്നുണ്ട്. ഈ പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞ ബ്രദർമാർ, നിങ്ങൾ ചിന്തിക്കരുത്, ഈ ബ്രദർമാർ, ശുശ്രൂഷ ചെയ്യുന്ന ബ്രദർമാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ എന്താ പറയുന്നത്, ഭയങ്കര സൂപ്പർമാൻമാരൊന്നുമല്ല. നിങ്ങൾ എപ്പോഴും ഓർത്തോണം, ഞാൻ എല്ലാവരും കൂടെ ഒരുമിച്ച് അങ്ങ് പറയും. ഒത്തിരി ആൾക്കാരോട് പരാതി പറയും, ബ്രദറെ ഞങ്ങളുടെ ബ്രദർ, ഞങ്ങളുടെ ഉപദേശി, ഞങ്ങളുടെ അങ്ങനെ സഭയിലെ ആള് ഞങ്ങളോട് ഇപ്പോൾ ഭയങ്കര ദേഷ്യമാണ്, ഞങ്ങളോട് ഇപ്പോൾ ഭയങ്കര പഴയ പോലെ മൈൻഡൊന്നുമില്ല, ഞങ്ങളെ ഭയങ്കര വെറുപ്പ്, അങ്ങനെ ഒത്തിരി പേര് പരാതി പറയും. ശ്രദ്ധിച്ചോണേ, നിങ്ങൾ എപ്പോഴും ഓർത്തോണം, നമ്മളെ ശുശ്രൂഷിക്കുവാൻ ഒരാളെ ആക്കി വെച്ചിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് വചനം പറഞ്ഞു തരുന്നുണ്ടെങ്കിൽ, അയാൾ നിങ്ങളെപ്പോലെ മനുഷ്യരാണേ. പല ഇമോഷനിലൂടെ അവർ കടന്നു പോകും. നിങ്ങൾ പോകുന്നത് പോലെ തന്നെ, നിങ്ങൾ സഞ്ചരിക്കുന്ന പോലെ തന്നെ ദേഷ്യവും സങ്കടവും പ്രയാസവും ബുദ്ധിമുട്ടും മനസ്സിൻ്റെ അകത്ത് എല്ലാ ഇമോഷനുകളിലൂടെ അവർ കടന്നു പോകും. ചിലപ്പോൾ എപ്പോഴും ഒരേ മൂഡിലായിരിക്കത്തില്ല അവർ. ചിലപ്പോൾ അവർ സന്തോഷത്തോടെ ആയിരിക്കത്തില്ല വചനം പറയുന്നത്. ചിലപ്പോൾ അവർ മനസ്സ് ഭയങ്കര എന്താ പറയുന്നത് സ്ഥിരതയോടെ ആയിരിക്കത്തില്ല. ചിലപ്പം ചിരിക്കാൻ പോലും പറ്റാത്ത രീതിയിലായിരിക്കാം. അപ്പം നിങ്ങൾ എപ്പോഴും ഓർത്തോണം, ആ വ്യക്തി എന്നോട് ചിരിക്കുന്നതോ ചിരിക്കാതിരിക്കുന്നതോ അല്ല ഞങ്ങൾ തമ്മിലുള്ള ബന്ധം, സ്നേഹത്തിലാണ്. ഞാൻ ഒത്തിരി പേര് കണ്ടുണ്ട്. എനിക്ക് ആദ്യം കൊണ്ടോ ആ ബ്രദർ എന്തൊരു ജാടയാ. ഞാൻ 2-3 പ്രാവശ്യം പണ്ട് പറഞ്ഞിട്ടുണ്ട്, ദൈവസന്നിധിയിൽ ക്ഷമയും ചോദിച്ചിട്ടുണ്ട്. പിന്നീടാണ് ഞാൻ ശുശ്രൂഷ ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായത്, നമുക്കിതിൻ്റെ അകത്ത് ഒത്തിരി ടെൻഷനും ഭാരങ്ങളും ഒക്കെ വരും. പെൻഷനും ഭാരം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പല രീതിയിലാണ്, മനുഷ്യ ജീവിതമാണ്. അപ്പം ഇതിൻ്റെ അകത്ത് ചിലപ്പം എങ്ങനെയും ചിലപ്പം ശുശ്രൂഷ കഴിഞ്ഞ് തിടുക്കത്തിൽ പോകാൻ നിൽക്കുമ്പോഴായിരിക്കും നിങ്ങൾ വന്നിട്ട് ഹായ് പറയുമ്പോൾ ചിലപ്പോൾ അത് നോക്കാനോ കാണാനോ സമയം കണ്ടു കാണത്തില്ല. അപ്പം നമ്മുടെ അകത്തൊരു ദേഷ്യം വന്നില്ലേ? അങ്ങനെ ദേഷ്യം വരരുത്. നമ്മൾ എന്ത് ചെയ്യണം? ചിലപ്പോൾ ബ്രദറിൻ്റെ തിരക്കുകൊണ്ടായിരിക്കും, എന്തു ആയിക്കോട്ടെ, കർത്താവ് ഇനിയും ശക്തമായിട്ട് ബ്രദറിനെ ഉപയോഗിക്കട്ടെ. എൻ്റെ കാര്യമല്ല ഞാൻ പറഞ്ഞത്, പൊതുവേ. ഇനി നിങ്ങളോട് എനിക്കൊരു ദേഷ്യം വരുമ്പം, പണ്ടൊക്കെ ആണെങ്കിൽ പ്രാർത്ഥനയ്ക്ക് ഞാൻ ഇപ്പോഴും പറഞ്ഞു, നിങ്ങൾ പ്രാർത്ഥനയിൽ എത്ര പേര് കയറുന്നുള്ളത് എൻ്റെ വിഷയമല്ല കേട്ടോ. ചിലപ്പോൾ നിങ്ങളുടെ തിരക്കുകൊണ്ടായിരിക്കാം, വ്യക്തിപരമായിട്ട് എന്തെങ്കിലും കൊണ്ടായിരിക്കാം. പക്ഷെ ഒരു കാര്യം ഞാൻ ഉറപ്പിച്ചോണം, നിങ്ങളുടെ ജീവിതത്തിൽ ഏതെങ്കിലും രീതിയിൽ ഇന്നൊരു അനുഗ്രഹത്തിൻ്റെ ആരോടെങ്കിലും ഒരു കയ്പുണ്ടോ? ആരോടെങ്കിലും ഒരു ദേഷ്യമുണ്ടോ? അത് ഓർത്തോണേ. അതൊന്നു പറ, യേശുവേ അത് ഞാൻ കർത്താവിൻ്റെ സന്നിധിയിൽ ഏറ്റു പറയുകയാണ്, എന്നോട് പൊറുക്കണം കർത്താവേ. ഞാൻ നിമിത്തം ആ വ്യക്തിക്ക് ഒരു വേദന ഉണ്ടായെങ്കിൽ, ശരിയാണ്, എൻ്റെ ആ വാക്ക് ആ സമയത്ത് ജയിക്കാൻ വേണ്ടി പറഞ്ഞു പോയതാണ്, പക്ഷെ അത് നിമിത്തം ആ വ്യക്തിക്ക് ഒരു മുറിവേറ്റെങ്കിൽ, യേശുവേ എന്നോട് ക്ഷമിക്കണപ്പാ. അദ്ദേഹത്തോട് നേരിട്ടൊരു സോറി പറയുവാൻ ഒരു അവസരം, ചിലപ്പോൾ ചെന്ന് പറയാം, ചിലപ്പോൾ നിങ്ങളെ തല്ലുവായിരിക്കും, വേണ്ട, കാത്തിരിക്കും. പക്ഷെ ദൈവസന്നിധിയിൽ ഏറ്റുപറ, എന്നിട്ട് പറയണം, കർത്താവേ ഞാൻ പറഞ്ഞു, നമുക്ക് തെറ്റുകൾ സംഭവിക്കാം, പക്ഷെ തെറ്റുകളെ ന്യായീകരിക്കരുത്. നമുക്ക് മുറിവേറ്റിരിക്കാം, പക്ഷെ മുറിവേറ്റ വ്യക്തിയോട് വൈരാഗ്യം ഉണ്ടാകരുത്. കാരണം മുറിവുകളെ ദൈവം ഉണക്കും, പക്ഷെ നിങ്ങൾ പറയുന്ന വാക്കുകൾ ചിലപ്പം ആ വ്യക്തിയുടെ ജീവൻ വരെ പോകാൻ സാധ്യതയുണ്ട്. കാരണം നിങ്ങളുടെ മേലെ അധികാരമുണ്ട്. ആ വ്യക്തി നിങ്ങൾ നിമിത്തം എന്തെങ്കിലും സംഭവിച്ചാൽ ഉത്തരവാദിത്വം നിങ്ങളാണ്, അതിന് കണക്ക് നമ്മൾ കൊടുക്കേണ്ടി വരും. ആമേൻ. നമുക്ക് ഒരുമിച്ച് ദൈവസന്നിധിയിൽ നിന്ന് പ്രാർത്ഥിക്കാം. എൻ്റെ കൂടെ ഇന്നത്തെ ഈ വചനം ചിലപ്പോൾ നിങ്ങൾക്കൊരു മുറിവേറ്റിരിക്കും അല്ലേ? മറ്റു കാര്യം നമ്മൾ എല്ലാ ദിവസവും അനുഗ്രഹത്തിൻ്റെ കാര്യം പറയുമ്പം സന്തോഷമാണ്. പക്ഷെ ഇന്നത്തെ ദിവസം ഈ വചനം കേട്ടിട്ട് ബ്രദറെ വേണ്ടായിരുന്നു എന്ന് തോന്നുന്ന ആരെങ്കിലും ഉണ്ടോ? വേണ്ടായിരുന്നു? ആമേൻ. സന്തോഷം. കർത്താവ് നിങ്ങളെ ഇനിയും നമുക്ക് അനുഗ്രഹത്തിൽ വളരേണ്ടവരാണ്, നമ്മൾ ഉയരേണ്ടവരാണ്, നമ്മൾ ജീവനിൽ വാഴേണ്ടവരാണ്, നന്മ അനുഭവിക്കേണ്ടവരാണ്, കർത്താവിനാൽ നമ്മൾ ഉയരേണ്ടവരാണ്. അതുകൊണ്ട് മറന്നു പോകരുതേ, നമുക്ക് മുന്നോട്ട് പോയേ പറ്റത്തുള്ളൂ. ഉയർച്ച തന്നെ പ്രാപിക്കത്തുള്ളൂ, താഴ്ച പ്രാപിക്കത്തില്ല. നമ്മൾ വാലല്ല തലയത്രേ. നന്മയും കരുണയും നമ്മുടെ പുറകെ വരും. പക്ഷേ അതിലെന്നെ കുടുക്കാൻ നോക്കുന്ന പിശാചിന്റെ തന്ത്രമാണ് ഞാനീ പറഞ്ഞു. ഒരു തെറ്റിലും തുടരാൻ അനുവദിക്കരുത്. ജയിക്കാൻ പറ്റാത്ത ഏതെങ്കിലും ബലഹീനത, പാപം ഉണ്ടെങ്കിൽ പരിശുദ്ധാത്മാവ് ഉണ്ട് നമുക്ക്. ഞാൻ ദൈവസന്നിധി പറഞ്ഞിട്ടുണ്ട്, കർത്താവ് എനിക്കിത് ജയിക്കാൻ പറ്റുന്നില്ല, എന്നെ സഹായിക്കണം. ഒരു മടിയും വേണ്ട, ദൈവത്തിന് നമ്മളെ എല്ലാം അറിയാം. താങ്ക് യു ഹോളി സ്പിരിറ്റ്. നന്ദി യേശുവേ, നന്ദി കർത്താവേ. ഞാൻ യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് പ്രാർത്ഥിക്കുന്നപ്പാ. കർത്താവേ, ഞങ്ങളുടെ വലിയ കൃപയ്ക്കായി നന്ദി പറയുന്നപ്പാ. എൻ്റെ ഉള്ളത്തിൽ പരിശുദ്ധാത്മാവ് എന്നെ ഗോപി എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ഭവനത്തെ ദൈവം തൊടുന്നതായിട്ട് പറയുന്നു. ആ വ്യക്തിയുടെ ഭവനവുമായിട്ട് ബന്ധപ്പെട്ട് പരിശുദ്ധാത്മാവ് എൻ്റെ ഉള്ളത്തിൽ പറയുന്നു, ആ കുടുംബത്തിൽ 3 ആൺതലമുറകളുള്ള
വ്യക്തിയെയാണ് കർത്താവ് എന്നെ കാണിക്കുന്നത്. ആ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ എൻ്റെ ഉള്ളത്തിൽ പരിശുദ്ധാത്മാവ് പറയുകയാണ്. ആ കുടുംബവുമായിട്ട് ബന്ധപ്പെട്ടത് ആരാണോ, ഗോപി 3 തലമുറകളുണ്ട്, അതുമായിട്ട് ബന്ധപ്പെട്ടവരാരെങ്കിലും എന്നെ സൂമിൽ കേൾക്കുന്നുവെങ്കിൽ യേശുവിൻ്റെ നാമത്തിൽ ഒന്ന് സ്വീകരിച്ച് ആ ഭവനത്തിൻ്റെ മേൽ ഒരു പ്രവൃത്തിക്ക് വേണ്ടി ദൈവം നിങ്ങളെ ഉപയോഗിക്കാൻ വേണ്ടി പോവാണ്. നന്ദി കർത്താവേ. ഞങ്ങൾ ആ കുടുംബത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നപ്പ അവർ അതിരുകൾ വിസ്താരമാകട്ടെ. ദൈവത്തിന്റെ വലിയ പ്രവൃത്തികൾ അവിടെ ഉണ്ടാകട്ടെ. ഇൻ ദ നെയിം ഓഫ് ജീസസ് ഞാൻ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നമ്മ. ഞാൻ എല്ലാവരെയും ഓൾ മ്യൂട്ട് ചെയ്യുവാണ്. അനാവശ്യമായിട്ട് മ്യൂട്ട് ചെയ്യുന്നവരുള്ളത് കൊണ്ട് ഞാൻ എല്ലാവരെയും ഓൾ മ്യൂട്ട് ചെയ്യുന്നു. ആലോചന കേട്ടിട്ട് ഇതിന് ശേഷം സൂമിലുള്ളവർക്കാണ് ആലോചന ഇടപെടുന്നതെങ്കിൽ ഏറ്റെടുത്താട്ടെ. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ കർത്താവെ, ഞങ്ങളുടെ വലിയ കൃപ ഇന്ന് മൂടുന്നല്ലോ, വലിയ കൃപ ഇന്ന് മൂടുന്നല്ലോ. ഞാൻ യേശുവിൻ്റെ നാമത്തിൽ ബ്ലസ് ചെയ്യുന്നപ്പ. എൻ്റെ ഉള്ളത്തിൽ പരിശുദ്ധാത്മാവ് എന്നോട് ഇങ്ങനെ ഒരു വാക്ക് പറയാൻ വേണ്ടി പറയുന്നു. ഒരു കുഞ്ഞിന് 3 വയസ്സായ സമയത്ത് ഒരു കുടുംബത്തിൽ ഒരു വ്യക്തിയെ നോക്കിയിട്ട് കർത്താവ് ഇങ്ങനെ പറയാം, 3 വയസ്സുള്ള ആ ഒരു സമയത്ത് ഹൃദയത്തിലേറ്റ ഒരു മുറിവ്, ഹൃദയത്തിലേറ്റ മുറിവെന്ന് പറഞ്ഞാൽ ഞാൻ കാണുന്ന ഒരു കാഴ്ച എന്ന് പറഞ്ഞാൽ വലിയൊരു ഒച്ചത്തിലുള്ള വഴക്കും വാഗ്വാദവും ആ കുടുംബത്തിൻ്റെ അകത്ത് പൊങ്ങി വരികയും ചില സാധനങ്ങൾ തല്ലിപ്പൊട്ടിക്കുകയും ചെയ്യുന്ന ഒരു കാഴ്ച. 3 വയസ്സുള്ളൊരു കൊച്ചിനെയുമായിട്ട് നിൽക്കുന്ന ഒരു മാതാവിനെ കർത്താവ് എന്നെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് നടന്നതാണോ അതോ പണ്ട് നടന്നതാണോ എനിക്കറിയത്തില്ല. പക്ഷേ അതിൻ്റെ ഒരു അടയാളമായിട്ട് കർത്താവ് എന്നെ ഒരു കാഴ്ച കാണിക്കുന്നു. ഇതിൻ്റെ ഇടയിൽ നീല വസ്ത്രം ധരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി കർത്താവ് എന്നെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. കാലഘട്ടം മുമ്പുള്ളതാണോ എപ്പോൾ നടന്നത് എനിക്ക് കാണാൻ പറ്റുന്നില്ല. പക്ഷേ നീല വസ്ത്രം ധരിച്ചൊരു വ്യക്തി അതിനിടയിൽ നിൽക്കുന്ന ഒരു കാഴ്ച ഞാൻ കാണുവാണ്. യേശുവിൻ്റെ നാമത്തിൽ ആ മുറിവുകൾ പിന്നെ ആ കൂട്ടത്തിൽ വളർന്നു. എൻ്റെ ഉള്ളത്തിൽ കർത്താവ് പറയുന്നു, പലപ്പോഴും ബഹളങ്ങളും കലഹങ്ങളും ഒക്കെയായിട്ടിരിക്കുന്ന ഒരു ഭവനമാണ്. ഇന്ന് ആ ഭവനത്തിൻ്റെ മേൽ നിന്ന് കലഹത്തിൻ്റെ ദുരാത്മാക്കൾ ഇറങ്ങിപ്പോകുന്നു. യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് സൂമിൽ ഇന്ന് ആ കേട്ട അടയാളവുമായിട്ട് ബന്ധപ്പെട്ട് ഈ നീല കളറിലൊരു വസ്ത്രം ധരിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു വ്യക്തി അതിനിടയിൽ ഞാൻ കാണുന്നുണ്ട്. അത് കേട്ട വ്യക്തിയാണോ കണ്ട വ്യക്തിയാണോ ആ യേശുവിൻ്റെ നാമത്തിൽ ഏറ്റെടുത്തോണം. ഹൃദയത്തിലെ മുറിവുകളെ നീങ്ങി യേശുവിൻ്റെ നാമത്തിൽ വലിയൊരു സമാധാനത്തെ കർത്താവ് ചെയ്യുവാൻ വേണ്ടി പോകുന്നു. ഇപ്പോൾ ആ വ്യക്തി എന്നെ സൂമിലാണ് കേൾക്കുന്നതെങ്കിൽ ആമേൻ പറഞ്ഞ് ഏറ്റെടുത്താട്ടെ. ആ മുറിവുകളെ പറയാൻ വേണ്ടിയാണോ സിസ്റ്റർ മ്യൂട്ട് മാറ്റിയത്? നീല വസ്ത്രമാണ് ഇപ്പൊ ഇട്ടിരിക്കുന്നത്. ഈ പറഞ്ഞ 3 വയസ്സുള്ള കുഞ്ഞിന്റെ കാര്യം സിസ്റ്റർ ഞാൻ പറഞ്ഞത് അതുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ആ ഒരു കാലത്ത് ഹൃദയത്തിലേറ്റൊരു മുറിവാണ് കർത്താവ് എന്നെ കാണിച്ചത്. പറഞ്ഞു. നീല വസ്ത്രം ധരിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് യൂണിഫോം ആണ്. നീല യൂണിഫോം ആയിരുന്നു എനിക്ക്. അന്ന് എൻ്റെ കുഞ്ഞാണ്. ഞാൻ അന്നേരം ആ ഒരു കലഹം ഉണ്ടായിരുന്നത്. ഇപ്പൊ എൻ്റെ മോന് 20-21 വയസ്സുണ്ട്. അപ്പൊ എത്ര കാലഘട്ടം മുമ്പ് അത് അപ്പം 17 വർഷത്തിന് മുമ്പ്. 17 വർഷങ്ങൾക്ക് മുമ്പ് ഈ പറഞ്ഞ നടന്ന സംഭവമാണ് ഇപ്പൊ വെളിപ്പെട്ടത്. അതെ. ഹൃദയത്തിലേറ്റ വലിയ മുറിവ് കേട്ട മുറിവ് ആ കുഞ്ഞിന്റെ ഹൃദയത്തിലുണ്ട്. എന്റെ യേശുവെ, ഇന്ന് അതിന്റെ മേൽ പിശാച് കയറി വാഴുന്നത് അവസ്ഥകൾ കർത്താവ് ഇന്ന് അവന്റെ സ്വഭാവത്തെ പോലും വ്യതിചലിക്കാൻ നോക്കുന്ന തന്ത്രങ്ങളെ ഇപ്പോൾ യേശുവിന്റെ നാമത്തിൽ ഇന്ന് ബ്രേക്ക് ചെയ്യുന്നപ്പ സിസ്റ്റർ ആമേൻ പറഞ്ഞെടുത്ത തലമുറയെ ദൈവം വിടിവിക്കാൻ വേണ്ടി പോവാ. അവന്റെ വേദനകളെ, അവനേറ്റ മുറിവുകളെ യേശുവിന്റെ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നപ്പ കർത്താവ് ഇന്നേക്ക് 17 വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ആ വിഷയത്തെ കലഹ നിമിത്തം കുടുംബത്തിന്റെ അകത്ത് കയറിക്കൂടിയതിനെ ഞങ്ങൾ ഇപ്പോൾ അതിനെ പുറത്താക്കുന്നു. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ കർത്താവിന്റെ ശക്തിയുടെ വ്യാപാരം എന്ന് വെളിപ്പെടുന്നല്ലോ. ആ കുടുംബത്തെ ദൈവമേ അങ്ങ് വിടിവിക്കുന്നല്ലോ. ഇൻ ദ നെയിം ഓഫ് ജീസസ്. പിശാചിന്റെ പ്രവർത്തികളെ അഴിക്കാനാണ് യേശു ഭൂമിയിലേക്ക് ഇറങ്ങി വന്നത്. അപ്പാ ആ മകളുടെയും കുടുംബത്തെയും മുറിവുകളെ അങ്ങ് ഉണക്കുന്നല്ലോ. അപ്പാ നന്ദി പിതാവേ, നന്ദി കർത്താവേ. ഞാൻ യേശുവിന്റെ നാമത്തിൽ നിന്ന് ബ്ലസ് ചെയ്യുന്നപ്പ പരിശുദ്ധാത്മാവ് നമ്മളെ 17 വർഷങ്ങൾക്ക് മുമ്പ് പുറകോട്ടാ കൊണ്ടുപോയേക്കുന്നത്. നന്ദി യേശുവേ, നന്ദി കർത്താവേ, നന്ദി കർത്താവേ. ആ സിസ്റ്റർ ഞാനിത് പറയുമ്പോൾ ഞാൻ ആ മുറിക്കകത്ത് കണ്ടുകൊണ്ടാണ് കേട്ടോ. എനിക്ക് ആ വീട് കാണാമായിരുന്നു, ആ നീല കളറിലെ വസ്ത്രം ഇട്ടുകൊണ്ടിരിക്കുന്ന വ്യക്തിയെ കാണാമായിരുന്നു. അതുകൊണ്ട് ഞാൻ എടുത്തു കർത്താവിനോട് പറഞ്ഞു. അതുകൊണ്ട് ഞാൻ പിന്നെ എടുത്തു എനിക്ക് കൺഫ്യൂഷൻ വന്നത് ഇന്ന് നടന്നതാണോ അതോ പണ്ട് നടന്നതാണോ എന്നൊരു കാര്യം. കാലഘട്ടം പഴയതുപോലെ എനിക്ക് തോന്നി. പ്രസന്റിൽ നിന്ന് കരയുന്നതായിട്ട് എന്നെ കാണുന്ന 2 കണ്ടതുകൊണ്ടാണ് എന്നെ ചോദിച്ചത്.
ഓ യേശുവേ, അങ്ങ് അത്ഭുത മന്ത്രി. നന്ദി കർത്താവേ, പരിശുദ്ധാത്മാവിന്റെ വലിയ പ്രവർത്തിക്കായി സ്തുതിക്കുന്നപ്പ. ഇൻ ദ നെയിം ഓഫ് ജീസസ്. ഞാൻ എന്നെ കർത്താവ് എന്നെ മറ്റൊരു ഭവനത്തെ ദൈവം തൊടുന്നതായിട്ട് കാണിക്കുന്നു. ആ ഒരു അടയാളമായിട്ട് കർത്താവ് എന്നെ കാണിക്കുന്നത്, ആ വീടിൻ്റെ പറമ്പിൽ മൂലയ്ക്കായിട്ട് ഒരു ആഞ്ഞിലിയുടെ മരം. നിങ്ങൾക്ക് മനസ്സിലായ ആഞ്ഞിലി എന്നുള്ള മരം? അതെല്ലാ നാട്ടിലും ഒരേ പേരെന്ന് എനിക്ക് വിശ്വസിക്കുന്നത്. ആഞ്ഞിലി എന്ന് പറയുന്ന ഒരു മരം ഉണ്ടല്ലോ, ആ മരം വീടിൻ്റെ ആ ഒരു സ്ഥലത്തിൻ്റെ അതിരിന്മേൽ നിൽക്കുന്ന ഒരു ഭവനത്തെ കർത്താവ് എന്നെ കാണിക്കുന്നു. ആ വസ്തു സംബന്ധമായിട്ട് ദൈവം എന്നോടൊരു വാക്ക് പറയുകയാണ്. കണ്ണാടി വെച്ചുകൊണ്ടിരിക്കുന്ന ഒരു അപ്പച്ചനെ കർത്താവ് എന്നെ ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുക. പക്ഷെ അപ്പച്ചനെ ഞാൻ കാണുന്നുണ്ടെങ്കിലും ശരീരം എനിക്ക് കാണാൻ പറ്റുന്നില്ല. യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ആ ഒരു കർത്താവെ, ആ ഒരു വസ്തുവുമായിട്ട് ബന്ധപ്പെട്ട കുടുംബത്തിൻ്റെ മേൽ യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് ആ കുടുംബത്തിൽ നന്മ കയറാതെ വണ്ണം എവിടെയൊക്കെയോ തടസ്സങ്ങൾ നിൽക്കുന്നു. ഇപ്പോൾ ഞാനിതിനെ വെട്ടി നീക്കുമ്പോൾ യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് ഞാൻ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ വലിയൊരു പ്രവൃത്തി കർത്താവ് ചെയ്യാൻ വേണ്ടി പോകുന്നു. ബെന്നി എന്ന് പറയുന്ന ഒരു വ്യക്തിയെ ദൈവം ആ ഭവനത്തിലേക്ക് അയക്കാൻ വേണ്ടി പോകുന്നു എന്ന് പറയുന്നു. ഈ ഒരു സ്ഥലവും ഈ പറഞ്ഞ അടയാളവുമായിട്ട് ബന്ധപ്പെട്ടത് ആരാണോ അത് യേശുവിൻ്റെ നാമത്തിൽ ഏറ്റെടുത്തോണം. ബെന്നി എന്ന് പറയുന്ന വ്യക്തിയെ ദൈവം ആ ഭവനത്തിന്റെ മേലേക്ക് അയക്കാൻ വേണ്ടി പോവാന്ന് പറയുന്നത് യേശുവിൻ്റെ നാമത്തിൽ പറയാൻ വേണ്ടിയാണ് മ്യൂട്ട് മാറ്റിയ സിസ്റ്റർ. ആരാ ബെന്നി എന്ന് പറയുന്നത്? ബെന്നി ഞങ്ങളുടെ സ്ഥലത്തിന് കേസ് ഉണ്ടായിരുന്നു. അപ്പൊ ആ സ്ഥലം മേടിച്ച ആളാണ് ബെന്നി. ഞങ്ങളുടെ സ്ഥലം കുറച്ച് ഇതായിട്ട് കിടക്കുന്നതാണ്. ഒരു കുടികിടപ്പവകാശമായിട്ട് ഞങ്ങൾക്ക് 10 സെന്റ് തന്നിട്ട് അവര് ബാക്കി എടുത്തിട്ട് വിൽക്കുമായിരുന്നു. ഞങ്ങളുടെ അമ്മയുടെ അച്ഛൻ അതിന് പൈസ കൊടുത്തതായിരുന്നു. അതൊന്നും രേഖയില്ലാതെ പോയതുകൊണ്ട് ഞങ്ങൾക്ക് അങ്ങനെ ഒരു പറ്റി. അപ്പൊ അതിനകത്തുനിന്ന് ഒരു 15 സെന്റ് സ്ഥലം ഈ ബെന്നി എന്ന് പറഞ്ഞ ആളാണ് വാങ്ങിച്ചിരിക്കുന്നത്. ഓ സ്വതന്ത്രം സിസ്റ്റർ ഈ പറഞ്ഞ പോലെ ഈ മരമൊക്കെ നിൽക്കുന്ന അടയാളം സിസ്റ്റർ കേട്ടായിരുന്നു? ആ കണ്ണാടി വെച്ച ഒരു മനുഷ്യനെ സിസ്റ്റർ കണ്ടായിരുന്നു? അപ്പൊ എന്റെ അമ്മയുടെ അച്ഛനാ, അത് മരിച്ചുപോയി. ഇപ്പൊ ജീവനോടെ ഇല്ല ആള്. ഓ ഇത് വലിയ, അതാ ഞാൻ പറഞ്ഞു, ഞാൻ ആളുടെ രൂപം കാണുന്നുണ്ടെങ്കിലും ശരീരം കാണുന്നില്ല എന്ന് പറഞ്ഞ എത്ര പേരത് കേട്ടായിരുന്നു? രൂപം കാണുന്നുണ്ട്, ശരീരം കാണുന്നില്ല എന്നുള്ളത്. ഇന്ന് വലിയൊരു ഉറപ്പാണ് ദൈവം നമുക്ക് തരുന്നത്. കർത്താവ് സിസ്റ്റർ ആ ബന്ധനമാണ് കേട്ടോ, യേശുവിന്റെ നാമത്തിൽ. പ്രിയ സിസ്റ്റർ പറഞ്ഞു കേട്ടില്ലേ? അതുകൊണ്ട് ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ ഈ കണ്ണാടി വെച്ച അപ്പച്ചനെ കാണുന്നെങ്കിലും എനിക്ക് ആ ശരീരം കാണാൻ പറ്റുന്നില്ല. കാര്യം ഒരു ചിത്രം പോലെ ഞാൻ കണ്ടുകൊണ്ടിരിക്കുമായിരുന്നു. ഇന്ന് ഈ സഹോദരിക്ക് വേണ്ടി മാത്രമാണ് കേട്ടോ ആലോചന, മറ്റാരും അത് ഏറ്റെടുക്കണ്ട. എല്ലാവരും ഒന്ന് മ്യൂട്ട് ചെയ്തേ, മറ്റാരും ഏറ്റെടുക്കരുത് ഈ ആലോചന. ഇന്ന് ഈ കുടുംബത്തിന്റെ എല്ലാവരും മൈക്ക് മ്യൂട്ട് ചെയ്ത് ഈ കുടുംബത്തിന്റെ വിഷയത്തെ കർത്താവ് തൊടുക യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ. ഇന്ന് കർത്താവ് സിസ്റ്റർ അത് കുരുക്കി കിടക്കോട്ടെ. ബെന്നി എന്ന് പറയുന്ന ആള് ഇതെല്ലാം സിസ്റ്റർ എന്നോട് പറഞ്ഞിട്ടുണ്ടോ? ഈ കാര്യം വല്ലോ, ഈ വിഷയം വല്ലോ സിസ്റ്റർ പറഞ്ഞിട്ടുണ്ടോ എന്നോട്? കേൾക്കാൻ പറ്റുന്നുണ്ടോ? ഈ കാര്യം വല്ലോ സിസ്റ്ററെ പറഞ്ഞിട്ടുണ്ടോ? നേരത്തെ വല്ലോ ഈ വിഷയങ്ങളോ പ്രാർത്ഥനാ വിഷയങ്ങളായിട്ട് വല്ലോ ഈ സിസ്റ്റർ പറഞ്ഞിട്ടുണ്ടോ? കട്ടായി പോയോ? ഈ അനാവശ്യമായിട്ട് ഈ ആളുകൾ മ്യൂട്ട് മാറ്റുന്നതുകൊണ്ട് നമുക്ക് ഇതിൻ്റെ അകത്ത് കയറി വരുന്നവരെ കേൾക്കാൻ പറ്റുന്നില്ല. ആ സഹോദരിക്ക് എനിക്ക് വന്നത്, ആ സഹോദരി നിങ്ങൾ കേട്ടതുപോലെ തന്നെ ഈ കാര്യങ്ങളെ പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തിൽ ഉറപ്പിക്കുകയാണ്. ഇന്ന് കർത്താവിന്റെ വലിയ പ്രവൃത്തിക്ക് വേണ്ടി ദൈവം ഉറപ്പിക്കുകയാണ്. സിസ്റ്ററെ ഇപ്പൊ മ്യൂട്ട് മാറ്റി പറഞ്ഞ സഹോദരിക്ക് മ്യൂട്ട് മാറ്റാൻ പറ്റുന്നുണ്ടോ? കേൾക്കാൻ പറ്റുന്നുണ്ടോ എന്നെ? ഞാൻ ഒരു വാക്കൊന്ന് ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കാൻ വേണ്ടിയാണ്. സിസ്റ്ററുടെ പേരൊന്ന് പറഞ്ഞാൽ ബാക്കി എല്ലാവരും ഒന്ന് മ്യൂട്ട് ചെയ്തോട്ടെ. സിസ്റ്ററുടെ പേരൊന്ന് പറഞ്ഞു. ഓക്കെ, ബാക്കി എല്ലാവരും ഒന്ന് മ്യൂട്ട് ചെയ്തേ. ഓക്കെ സിസ്റ്റർ, ഈ വിഷയങ്ങളോ ഈ പേരുകളോ സ്ഥലം മേടിച്ച ബെന്നി എന്ന് പറയുന്ന പേരോ ഈ പറമ്പിലെ കാര്യങ്ങളോ അച്ചായന്റെ കാര്യങ്ങളോ എല്ലാം എന്നോട് പറഞ്ഞിട്ടുണ്ടോ സിസ്റ്ററെ? വല്ലതും പറഞ്ഞിട്ടുണ്ടോ? ക്ലിയർ അല്ല. ആരോടും പറഞ്ഞിട്ടില്ല.
ഓ യേശുവിന്റെ നാമത്തിൽ ഇന്ന് ആ വിഷയത്തിന്റെ മേൽ കർത്താവിന്റെ ഇടപെടൽ ഉണ്ടാവുമോ സിസ്റ്ററെ? കർത്താവിന്റെ വലിയ മഹത്വം ഇന്ന് വെളിപ്പെടാൻ വേണ്ടി നിങ്ങൾ കഴിവത് മ്യൂട്ട് ചെയ്തൊന്ന് സഹായിക്കുക. കാര്യം ഞാൻ എന്തുകൊണ്ടാണ് ഈ മാക്സിമം ആളുകളെ ഇൻവോൾവ് ചെയ്യുന്നത് വെച്ചാൽ, നമുക്ക് ഈ പ്രവചന ആലോചന വരുമ്പോൾ ഇത് ലൈവായിട്ട് കേൾക്കുന്നത് ഒരു അനുഗ്രഹമായതുകൊണ്ടാണ് പലപ്പോഴും ഞാൻ മ്യൂട്ട് ആക്കിയിട്ട് ഇത് മ്യൂട്ട് മാറ്റുന്നത്. മറ്റുള്ളവർ കഴിവതും നിങ്ങൾ ചിലപ്പോൾ ഇത് അൺമ്യൂട്ട് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഓൺ ആകുമ്പോൾ നിങ്ങളൊന്ന് ജസ്റ്റ് അത് ക്ലോസ് ചെയ്യുക. കർത്താവ് ആഴമായി നമ്മോട് ഇടപെട്ടുകൊണ്ടിരിക്കുക. നിങ്ങളുടെ ജീവിതത്തെ ദൈവം തൊട്ടുകൊണ്ടിരിക്കുക. ഇന്ന് നിങ്ങൾക്ക് സിസ്റ്റർ പറഞ്ഞു കേട്ടില്ല, ആ വിഷയങ്ങൾ വല്ലതും പറയുന്നതാണോ നിങ്ങൾ? യേശുവിൻ്റെ നാമത്തിൽ നിന്ന് വലിയ പ്രവർത്തികൾക്കായി കർത്താവ് വേർതിരിക്കുക. താങ്ക് യു ഹോളി സ്പിരിറ്റ്. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഞാൻ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പ നന്മയായി തീരട്ടെ, നന്മയായി തീരട്ടെ. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഞാൻ തുറക്കുന്നപ്പ ആ കുടുംബത്തിലെ എല്ലാ വിഷയത്തെ യേശുവേ അങ്ങ് കാണുന്നല്ലോ, അവരുടെ ബുദ്ധിമുട്ടുകളെ സ്വർഗം അറിയുന്നല്ലോ. ഇൻ ദ നെയിം ഓഫ് ജീസസ്. എൻ്റെ ഉള്ളത്തിൽ പരിശുദ്ധാത്മാവ് മറ്റൊരു ഭവനത്തെ കർത്താവ് എന്നെ കാണിച്ചുകൊണ്ടിരിക്കുക. ആ ഒരു ഭവനത്തിൽ ഞാൻ കാണുന്ന ഒരു കാഴ്ച എന്ന് പറഞ്ഞാൽ പഴയ കാലഘട്ടത്തിൽ ഒരു ഫോട്ടോയാണ് ഞാൻ കാണുന്നത്. ആദ്യം കാണുന്ന ഒരു ഫോട്ടോ എന്ന് പറഞ്ഞാൽ ഒരു അമ്മച്ചിയുടെ ഫോട്ടോയാണ്. ഒരു വെള്ള സാരി ഉടുത്ത് പ്രായമായ ഒരു അമ്മച്ചിയുടെ ഒരു ഫോട്ടോയാണ്. അതിൻ്റെ അകത്ത് ഈ എടുത്ത ഫോട്ടോയല്ല, വരച്ച ഫോട്ടോയാണത്. അത് ആ ഡോറ് തുറന്ന് കയറുമ്പോൾ തന്നെ ഇടതുവശത്ത് നിന്ന് ആരംഭിക്കുന്നത് ഈ അമ്മച്ചിയുടെ ഫോട്ടോയാണ്. രണ്ടാമത് വെച്ചിരിക്കുന്ന ഒരു പ്രായമായ ഒരു പിതാവിൻ്റെ ഫോട്ടോയാണ്. ആ ഒരു ഭവനത്തെ കർത്താവ് എന്നെ കാണിച്ചുകൊണ്ടിരിക്കുന്നു. ആ ഒരു കുടുംബവുമായിട്ട് ബന്ധപ്പെട്ട് ദൈവാത്മാവ് ഇന്ന് ഇടപെട്ടുകൊണ്ടിരിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ ജയരാജ് എന്നൊരു പേര് കർത്താവ് എന്നെ കുടുംബവുമായിട്ട് ബന്ധപ്പെട്ട് വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് ആ ഭവനവുമായിട്ട് ബന്ധപ്പെട്ട് സൂമിലാണ് എന്നെ കേൾക്കുന്നതെങ്കിൽ യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ദൈവത്തിൻ്റെ വലിയ പ്രവൃത്തി ഇന്ന് കുടുംബത്തിൻ്റെ മേൽ വെളിപ്പെടാൻ വേണ്ടി പോകുന്നു. കർത്താവെ, ഞങ്ങളിന്ന് ഈ ഭവനത്തെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നപ്പ ആ വ്യക്തിയെയും ആ ഒരു കുടുംബത്തെ ഓർത്ത് ഞങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ ജയരാജനെ ബ്ലസ് ചെയ്യുന്നപ്പ കർത്താവ് ഒരു അനുഗ്രഹ സാക്ഷിയാക്കി ദൈവം മാറ്റി ഭവനത്തിൻ്റെ മേൽ അയക്കാൻ വേണ്ടി പോവാണ്. യേശുവേ നന്ദി കർത്താവേ. പരിശുദ്ധാത്മാവിൻ്റെ വലിയ പ്രവൃത്തികൾക്കായിട്ട് ഞങ്ങൾ വേർതിരിക്കുന്നപ്പ ആ വ്യക്തിയുമായിട്ട് ബന്ധപ്പെട്ടത് ആരെങ്കിലും ഇന്ന് സൂമിലുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് യേശുവിൻ്റെ നാമത്തിൽ ആമേൻ പറഞ്ഞ് ആ ആലോചനയെ സ്വീകരിച്ചാട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ഞാൻ ബ്ലസ് ചെയ്യുന്നപ്പ താങ്ക് യു ഹോളി സ്പിരിറ്റ്. നന്ദി പിതാവേ, നന്ദി കർത്താവേ. ഞാൻ യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നപ്പ അതോടൊപ്പം തന്നെ കർത്താവ് എന്നെ ഒരു അലോഷ്യസ് എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ കുടുംബത്തെ ദൈവം, അലോഷ്യസ് എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ഭവനത്തെ ദൈവം തൊടുന്നായിട്ട് പറയുന്നു. ആ ഭവനത്തിൻ്റെ ശൂന്യമായ അവസ്ഥകളെ ദൈവം ചേഞ്ച് ചെയ്യാൻ വേണ്ടി പോവാന്ന് പറയുന്നു. അവരുടെ ജീവിതത്തെ ദൈവം സാക്ഷ്യമാക്കാൻ വേണ്ടി പോകുന്നു. ഇപ്പോൾ ഞാൻ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പോൾ അതോടൊപ്പം തന്നെ കർത്താവ് എന്നെ 2 പെൺകുട്ടികളുള്ള ഒരു ഭവനത്തെ ദൈവം എടുത്ത് കാണിച്ചുകൊണ്ടിരിക്കുക. ആ കുടുംബത്തിൻ്റെ അകത്ത് ആ പെൺകുട്ടികളുടെ ഭാവിയെ കളയുവാൻ നോക്കുന്ന, അവരുടെ ജീവിതത്തെ തകർക്കുവാൻ നോക്കുന്ന, ചില തെറ്റായ ചില ബന്ധങ്ങൾ കടത്തിവിടാൻ നോക്കുന്ന പിശാചിൻ്റെ തന്ത്രങ്ങളെ ഇന്ന് ആ കുടുംബത്തിൽ നിന്ന് ബ്രേക്ക് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. ഞാൻ അതിൽ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് എന്നെ കാണിക്കുന്ന ഒരു കാഴ്ച, അതിൻ്റെ അകത്ത് മോളെ കർത്താവ് എന്നെ കാണിക്കുന്നു. ഒരു കണ്ണാടി വെച്ചിരിക്കുന്ന ഒരു മോളാണ്. യേശുവിൻ്റെ നാമത്തിൽ ഞാനിന്ന് പ്രാർത്ഥിക്കുമ്പോൾ കാണുന്നത് 2 പെൺകുട്ടികളുള്ള ഭവനമാണ് ഞാൻ കാണുന്നത്. മൂത്ത മോള് കണ്ണാടി വെച്ചിരിക്കുന്ന ഒരു കാഴ്ച. ഞാനത് ആ ഒരു ഭവനത്തിൻ്റെ അകത്ത് ഞാൻ കാണുന്നൊരു കാഴ്ച, ഈ മോള് ഒരു മുറി ഞാൻ കാണുന്നു. ഒരു സ്റ്റെപ്പ് കയറിപ്പോയി മുകളിലോട്ട് ചെന്ന് ആദ്യം കാണുന്ന മുറിയിലാണ് ഈ മകൾ താമസിക്കുന്നത്. ആ കുടുംബത്തിൻ്റെ അകത്ത് ജീവിതത്തിൽ മേൽ തകർക്കാൻ നോക്കുന്ന പിശാചിൻ്റെ പ്രവർത്തികളെ ഇന്ന് കർത്താവ് അതൊരു സാക്ഷിയാക്കാൻ വേണ്ടി പോകുന്ന ആ സകല തെറ്റായ ബന്ധങ്ങളെയും കയറിക്കൂടാൻ നോക്കുന്ന പിശാചിൻ്റെ പ്രവർത്തികളെ വിടുവിച്ചു നിന്നും ദൈവം അതിൻ്റെ അകത്ത് സാക്ഷിയാക്കാൻ വേണ്ടി പോകുന്നു. നന്ദി കർത്താവേ. ഞാൻ ഓരോ വ്യക്തികളെയും അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നപ്പ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തിക്കാട്ടെ. ഞാനിപ്പോൾ എല്ലാവരും ഓൾ മ്യൂട്ട് ചെയ്തിരിക്കുകയാണ്. ഈ സമയത്ത് ആരും മ്യൂട്ട് മാറ്റണ്ട. ഞാൻ യേശുവിൻ്റെ നാമത്തിൽ നിന്ന് പ്രാർത്ഥിക്കുന്നപ്പ
കർത്താവ് എന്നെ ഒരു വിഷ്ണു എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ഭവനത്തെ ദൈവം തൊടുന്നായിട്ട് പറയുന്നു. വിഷ്ണുവിന് സഹോദരനും കൂടെയുണ്ട്. ആ വിഷ്ണുവിൻ്റെ സഹോദരനെ ഞാൻ കാണുന്നൊരു കാഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വിഷ്ണുവിനെയും വേണ്ടി കർത്താവ് പ്രവർത്തിക്കാൻ വേണ്ടി പോകുന്നു. ഇന്ന് രണ്ടാമത്തെ കിരണാണ്. വിഷ്ണുവുണ്ട്, കിരണയും രണ്ട് പയ്യന്മാരെയാണ് കാണിക്കുന്നത്. യേശുവിൻ്റെ നാമത്തിൽ ഞാൻ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്ന വിഷ്ണുവിനെയും കിരണയും ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അവരുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ വലിയ പ്രവർത്തികളെ കർത്താവ് ചെയ്യാൻ, കുടുംബത്തിൻ്റെ മേഖലകളെ, സാമ്പത്തിക മേഖലകളെ കർത്താവ് തുറക്കാൻ വേണ്ടി പോകുന്നു. നന്ദി യേശുവേ, നന്ദി കർത്താവേ. പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തിക്കായിട്ട് നന്ദി പറയുന്നപ്പ. 7 വർഷം മുമ്പ് ഒരു റബ്ബർ തോട്ടമുള്ള ഒരു സ്ഥലം വിറ്റ് പോയ ഒരു വ്യക്തിയെ കർത്താവ് എന്നെ കാണിച്ചുകൊണ്ട് 7 വർഷം മുമ്പ് റബ്ബർ തോട്ടം വലിയ റബ്ബർ തോട്ടമൊന്നുമല്ല, റബ്ബർ അതിൻ്റെ അകത്ത് തോട്ടത്തിലുണ്ടായിരുന്നു. ആ സ്ഥലം 7 വർഷം മുമ്പാണ് വിറ്റത്. എന്നാൽ അത് വിറ്റതിന് ശേഷവും സാമ്പത്തികമായിട്ട് പിടിച്ചു നിൽക്കാൻ പറ്റിയില്ല. പിന്നെയും പല കാര്യങ്ങളിൽ കോംപ്രമൈസ് ചെയ്യേണ്ടി വരുന്നു. ബാങ്കിൻ്റെ അകത്ത് ഒത്തിരി കടങ്ങൾ വന്ന് കൊടുക്കൽ വാങ്ങലുകൾ നിമിത്തം കയറിക്കൂടിയ സാമ്പത്തിക കുരുക്ക് ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ ആ കുടുംബം വിട്ട് അഴിയുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നപ്പോൾ ആ കുടുംബങ്ങൾ വിടുവിക്കപ്പെടട്ടെ. കുടുംബത്തിൻ്റെ മേൽ ദൈവത്തിൻ്റെ പ്രവൃത്തികൾ ഉണ്ടായി വരട്ടെ. ഞാനിപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ തുറന്നു പ്രാർത്ഥിക്കുന്നവ അത്ഭുത സാക്ഷ്യമായി തീരട്ടെ, അത്ഭുത സാക്ഷ്യമായി തീരട്ടെ. ഞാനിപ്പോൾ അത് റിലീസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പോൾ ഈ സമയം രോഗികളായി ഭാരപ്പെടുന്നവർ രോഗമുള്ള ഭാഗത്തോട്ട് കൈയെടുത്ത് വെച്ച് എന്നിട്ട് ഇപ്പോൾ എൻ്റെ കൂടെ പറഞ്ഞ് യേശുവിൻ്റെ അടിപ്പിടലുകളാൽ എനിക്ക് സൗഖ്യം വന്നിരിക്കുന്നു, കർത്താവിൻ്റെ മുറിവിനാൽ എനിക്ക് സൗഖ്യം വന്നിരിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ അത്ഭുതകരമായ പ്രവൃത്തികൾ ഇപ്പോൾ സംഭവിക്കുന്നു. യേശുവെ, അങ്ങയുടെ മുറിവ് ഇന്ന് ഓരോ വ്യക്തികളുടെയും രോഗം സൗഖ്യമാക്കുന്നതാണല്ലോ. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയുടെ വ്യാപാരം ഇന്നവരുടെ മേൽ വെളിപ്പെടട്ടെ. സകല പ്രതികൂലങ്ങളും മാറട്ടെ, സകല പ്രതിസന്ധികളും നീങ്ങട്ടെ. യേശുവേ, അങ്ങ് അവരെ സ്പർശിക്കുന്നല്ലോ, അങ്ങയുടെ മുറിവിനാൽ അവർക്ക് സൗഖ്യം വന്നിരിക്കുന്നല്ലോ. അങ്ങ് അവരെ വിടുവിക്കുന്ന കൃപയ്ക്ക് നന്ദി പറയുന്നു. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ ഇപ്പോൾ തന്നെ ഒന്ന് ചെക്ക് ചെയ്തേ. ആ വേദന അവിടെ മാറിയിരിക്കുന്നു, ആ രോഗശക്തി വിട്ടുമാറിയിരിക്കുന്നു, ആ രോഗത്തിൻ്റെ ദുരാത്മാക്കൾ അവിടെ നിന്ന് വിട്ടുമാറിയിരിക്കുന്നു. നിങ്ങളിപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ ഫ്രീ ആയിരിക്കുന്നു. ആ കടഭാരത്തിൻ്റെ ദുരാത്മാക്കളെ ഞങ്ങൾ പുറത്താക്കുന്നു. സമൃദ്ധി നിറയട്ടെ, വർധനവുണ്ടാകട്ടെ, ഞെരുക്കങ്ങൾ മാറട്ടെ, വിശാലത ഉണ്ടാകട്ടെ. ഞാൻ യേശുവിൻ്റെ നാമത്തിൽ ബ്ലസ് ചെയ്യുന്നപ്പോൾ കർത്താവ് ഇന്ന് അവരെ തുറക്കുന്നതിനും തൊടുന്നതിനും നന്ദി പറയുന്നപ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാം. ഒരുമിച്ച് വിശ്വാസത്തോടെ മുന്നോട്ട് പോകാം. ഈ സമയത്ത് ആർക്കെങ്കിലും സാക്ഷ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാം. ഒരേ ആലോചന ഒരേപോലെ വരുമ്പോൾ അത് എൻ്റെയും കൂടെ കാര്യമാണ് ബ്രദറെ, ഏറ്റു പറയണ്ട. നിങ്ങൾ വിശ്വസിച്ചാൽ മതി. ഒരാൾ പറയുമ്പോൾ അത് വിശ്വസിച്ചാൽ മതി. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഈ സമയം ആർക്കെങ്കിലും ഒരു സാക്ഷ്യം ഉണ്ടെങ്കിൽ പറയാൻ വേണ്ടത് അവസരമാണ്. അതിനു മുമ്പായിട്ട് ഞാൻ കർത്താവിൻ്റെ വേലയിൽ വിതച്ചവരെ ഒന്ന് ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ നാമത്തിൽ വിതച്ച ഓരോ മക്കളെയും അനുഗ്രഹിക്കുന്നു. വിതയ്ക്കുന്നവൻ കൊയ്യും എന്ന വചനത്താൽ ഞാൻ ബ്ലസ് ചെയ്യുന്നു. കർത്താവെ, വാരി വിതറി കൊടുക്കുവാൻ സമർത്ഥിക്കുന്ന നന്ദി. അവരുടെ ജോലിയിൽ, ബിസിനസ്സിൽ, എല്ലാ മേഖലയിലും വർധനമുണ്ടാകട്ടെ. നന്മയും കരുണയും അവരുടെ ജീവിതത്തിൽ ആയുഷ്കാലമൊക്കെ പുറകെ വരട്ടെ. വിശാലത ഉണ്ടാകട്ടെ, നന്മയുണ്ടാകട്ടെ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് നമ്മളെ സഹായിക്കുന്നല്ലോ. ദൈവം നമുക്ക് വേണ്ടി വലിയ പ്രവൃത്തികളെ കർത്താവ് ചെയ്യുന്നതിന് നന്ദി പറയുന്നു. ഈ സമയത്ത് ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ പറയാനുള്ള അവസരമാണ്. ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ഇപ്പോൾ മ്യൂട്ട് മാറ്റുന്നതായിരിക്കും. നിങ്ങൾക്ക് പറയാൻ പറ്റുന്നതാണ്. ആരെങ്കിലും ഉള്ളവർ പറഞ്ഞാട്ടെ. ബ്രദറെ 24-ാം തീയതി ബ്രദർ പറഞ്ഞ ഒരു ദൂതാണ്. വർഷങ്ങൾക്ക് മുമ്പ് ധനം നിക്ഷേപിച്ചിട്ട് അത് മുടങ്ങിപ്പോയി നന്മ വരാനായിട്ട്. പക്ഷെ അതിപ്പോ ഇരട്ടിയായി ആ ധനം തിരിച്ചു വരുന്ന ബ്രദർ പറഞ്ഞിരുന്നു. അപ്പോ ഞങ്ങളുടെ ഈ ദേശത്ത് ഒരു രാജു എന്ന് പറയുന്ന ഒരു അധ്യാപകനാണ്. അയാൾ 22 വർഷങ്ങൾക്ക് മുമ്പ് പൈസ ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഇപ്പോ തിരിച്ചു കിട്ടുമ്പോൾ അയാൾ അനവധി ആളുകൾക്ക് ഭവനങ്ങൾ നിർമ്മിച്ചു നൽകാന്ന് പറഞ്ഞ് ഭവനങ്ങൾക്കൊക്കെ ഡെപ്പോസിറ്റ് കൊടുത്തിട്ടിട്ടുണ്ട്. അപ്പൊ ആ പൈസയും കാത്ത ആളിരിക്കുകയാണ്. അപ്പൊ ഈ ആഴ്ചയിൽ അതിന്റെ പേപ്പർ വർക്കുകളൊക്കെ പൂർത്തിയായി അത് കിട്ടാനായിട്ട് പോവാണ് ബ്രദറെ. അതാ ബ്രദർ പറഞ്ഞ ആ ദൂത് ഞങ്ങൾ അന്ന് തൊട്ട് ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു ബ്രദറെ. അത് വലിയ സാക്ഷിയായിട്ട് ഇതിൽ പറയാണ്. വലിയൊരു സാക്ഷ്യമാണ് സിസ്റ്റർ പറഞ്ഞത്. കുറെ വർഷങ്ങൾക്ക് എത്ര വർഷം മുമ്പാ സിസ്റ്റർ അത്? 22 വർഷം മുന്നാണ് ആള് പൈസ നിക്ഷേപിച്ചിട്ടിരുന്നത്. ധനം തിരിച്ചു വരാൻ വേണ്ടി പ്രാർത്ഥിക്കുകയായിരുന്നു. ഇപ്പൊ വലിയൊരു എമൗണ്ട് ആണ് ആൾക്ക് കിട്ടാൻ പോണത്.
ആമേൻ. ഇത് വലിയൊരു സാക്ഷ്യമാണ്. 22 വർഷം മുമ്പ് ഇൻവെസ്റ്റ് ചെയ്തതാണ്. ഒന്ന് ആലോചിച്ച് നോക്കി, അത്രയും കാലം പക്ഷെ കഴിഞ്ഞ ദിവസം ദൈവാത്മ ഇടപെട്ടു. 22 വർഷങ്ങൾക്ക് മുമ്പ് നഷ്ടപ്പെട്ടു പോയി. അത് നഷ്ടപ്പെട്ടു പോയെന്നാണ് ഓർത്തത്. പക്ഷെ അത് മടങ്ങി വരാൻ വേണ്ടി പോവാന്ന് പറഞ്ഞത് കേട്ടപ്പോൾ മുതൽ പ്രിയമക്കൾ അത് ഏറ്റെടുത്തു. അവരത് വിശ്വസിച്ചെന്ന് പറഞ്ഞ പോലെ തന്നെ അതിന്റെ പേപ്പർ വർക്കുകളെല്ലാം കഴിഞ്ഞു. അത് കയ്യിലോട്ട് ലഭിക്കാൻ വേണ്ടി പോകുന്നു. അപ്പം നമ്മുടെ നന്മയെ എവിടെയാണോ മുടങ്ങി കിടക്കുന്നത് അതിനെ കർത്താവ് പ്രവചനാത്മാവിലൂടെ തൊട്ട് ജീവിതത്തിൽ തുറക്കുന്ന സമയത്ത് ഇത് വലിയ സാക്ഷ്യമാണ്. ഗോഡ് ബ്ലസ് യു. എല്ലാ മഹത്വവും കർത്താവിനുള്ളത് യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ ആമേൻ. ഗോഡ് ബ്ലസ് യു സിസ്റ്റർ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ആമേൻ. മറ്റാരെങ്കിലും ഉണ്ടോ സാക്ഷ്യം? എനിക്കൊരു സാക്ഷ്യമുണ്ട് പറയാന്. ഒരാള് മൂന്നാം മാസമായി അവനെ ദുബൈക്ക് പോയി. അവിടെ ഒരു ജോലിയായി അവന്. അന്നേരം വിസ അടിക്കാനൊക്കെ ഒരു വിഷമം ഉണ്ടായിരുന്നു. പക്ഷെ ഒരു ദിവസം വിസയുടെ കാര്യത്തിന് വേണ്ടി ബ്രദർ ഇതിൽ പ്രാർത്ഥിച്ചപ്പോൾ ഞാനും ചേർന്ന് പ്രാർത്ഥിച്ചു. അങ്ങനെ ഇപ്പം മോന്റെ വിസ അടിച്ച് കഴിഞ്ഞ ദിവസം കിട്ടി. അത് ഒരു സാക്ഷ്യമായിട്ട് ഞാനിത് പറയുന്നു. ദൈവം അനുഗ്രഹിക്കാനായിട്ട് നന്ദി. കർത്താവ് രാജ്യങ്ങളുടെ നന്മ അനുഭവിക്കാൻ സ്വർഗം സഹായിച്ചില്ല പറഞ്ഞുള്ളത് തന്നെ. വിസ മുടങ്ങി കിടക്കുമായിരുന്നു, തടസ്സമായിരുന്നു. എന്നാൽ ആ പ്രാർത്ഥനയിൽ പങ്കുചേർന്ന് ഒരുമിച്ച് പ്രാർത്ഥിച്ചു. ദൈവം ആ രാജ്യത്ത് നന്മ കാണാൻ ഇടയാത്തീർന്നു. ഗോഡ് ബ്ലസ് യു സിസ്റ്റർ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഒരാൾ സാക്ഷ്യം പറയുമ്പോൾ ഞാൻ ഇവിടെ എല്ലാവരെയും മ്യൂട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ ജസ്റ്റ് നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്താൽ മതി. കർത്താവ് അനുഗ്രഹിക്കട്ടെ കേട്ടോ. മറ്റാരെങ്കിലും ഉണ്ടോ? ഒരു സാക്ഷ്യമുണ്ട് ബ്രദറെ. പറഞ്ഞു സിസ്റ്ററെ. ഞാൻ സുജാത എന്ന് പറയും. എനിക്ക് ഒരു 7 വർഷം മുന്നേ എന്റെ വാതില് കാറ്റിന് അടഞ്ഞിട്ട് 3 വിരല് ഒടിഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അതിലത്തെ ഒരു വിരല് മടങ്ങുന്നുണ്ടായിരുന്നില്ലേ ബ്രദറെ. ഇപ്പോ ഞാനിപ്പോ എനിക്ക് അറിയില്ലായിരുന്നു അത്. ഞാൻ ഇപ്പോഴും മടങ്ങുന്നത് അറിയുന്നില്ല. ഞാൻ അറിയാതെ കൊണ്ട് അത് മടങ്ങി വന്നു ബ്രദറെ. വലിയ അത്ഭുതം കർത്താവ് ചെയ്തു. മടുക്കാൻ പറ്റും. ഇപ്പോഴാണോ സംഭവിച്ചത്? ഇപ്പൊ ഞാനിപ്പോ നോക്കുമ്പോ ഈ വിരല് നല്ല പോലെ മടങ്ങണ്. എനിക്ക് മടങ്ങുന്നുണ്ടായിരുന്നില്ല ഈ വിരല്. ഒരു വിരല് മോതിര വിരല്, വലത് കൈന്റെ മോതിര വിരല് മടങ്ങുന്നുണ്ടായിരുന്നില്ല. അതായത് ഞാൻ 3 വർഷങ്ങൾക്ക് മുമ്പ് കഥ കടഞ്ഞപ്പം 7 വർഷം മുന്നേ ബ്രദറെ. വാതില് ഡോറ് വന്ന് അടഞ്ഞതാണ്. 3 വിരല്, മോതിരവിരലും അതിന്റെ ചെറുവിരലും 3 വിരലും ഒടിഞ്ഞിട്ട് പ്ലാസ്റ്റർ കെട്ടിയിരുന്നതാ. പക്ഷെ അതിൽ ഒരു വിരൽ എന്റെ മടങ്ങുന്നുണ്ടായിരുന്നില്ല. ഞാൻ തൃശ്ശൂര് പ്രേയറിനുണ്ടായിരുന്ന സാക്ഷ്യം പറഞ്ഞിട്ടുള്ള സുജാതയാണ് ബ്രദറെ. എനിക്ക് ഒരുപാട് രോഗങ്ങൾ എന്നെ കർത്താവ് എടുത്ത് മാറ്റിയതാണ്. പക്ഷെ ഇത് ഞാൻ കർത്താവിന്റെ സമയത്തിന് വേണ്ടി വെയിറ്റ് ചെയ്തതാ. പക്ഷെ ഇത് വലിയൊരു അത്ഭുതമാണ്. ആമേൻ. ഇത് വലിയൊരു അത്ഭുതമാണ്. 7 വർഷം മുമ്പ് ഡോർ അടഞ്ഞപ്പോ 3 വിരല് ഒടിഞ്ഞതാണ്. 7 വർഷം ആലോചിച്ച് നോക്കി, കാലഘട്ടം നോക്കി. 7 വർഷം കഴിഞ്ഞ് ഇന്നത്തെ രോഗസൗഖ്യ പ്രാർത്ഥനയിൽ ആ മടങ്ങത്തില്ലായിരുന്നു ആ വിരല്. ഒരു വിരല് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. സഹോദരി പോലും അറിഞ്ഞില്ല. ഇപ്പൊ നോക്കിയപ്പം സുഖമായിട്ട് മടക്കാൻ പറ്റി. യേശു തൊട്ടു. രോഗിയായിരിക്കുവാൻ യേശു സമ്മതിക്കത്തില്ല. സൗഖ്യത്തിന്റെ സാക്ഷിയാകുവാൻ യേശുവിന് ഇഷ്ടം. ആമേൻ. ഗോഡ് ബ്ലസ് യു സിസ്റ്ററെ. കർത്താവ് സൗഖ്യമാക്കിയതിന് നന്ദി. യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ബ്രദറെ ഒരു സാക്ഷ്യം കൂടിയുണ്ട്. അതിനോടിപ്പോ ബ്രദറെ, എനിക്ക് ഇടത് സൈഡിലെ വയറിന്റെ അടിവയറിന്റെ ഇടത് സൈഡില് കുറച്ച് നാളായി ഒരു 2 ആഴ്ചകളും മേലെയായി ഇതിന്റെ ഒരു വേദന. അങ്ങനെ ഞരമ്പ് തടിക്കണമാതിരി വേദനയാണ് പതിവ്. ഞാൻ എന്നും സൂമിൽ കേറുമ്പോ ഞാൻ പ്രാർത്ഥിക്കൊന്നുമില്ല. ബ്രദർ പ്രാർത്ഥിക്കുമ്പോ ഈ കൈ ഇവിടെ വെച്ചിരിക്കും. എനിക്കറിയാം ഈ ശരീരം മുഴുവനും കർത്താവ് വിടുവിച്ചിട്ടുള്ളതാണ് രോഗത്തിൽ നിന്ന്. അപ്പൊ കർത്താവ്, ഞാൻ അങ്ങനെ പ്രാർത്ഥിക്കും. പക്ഷെ എനിക്ക് ആ വേദന മാറിപ്പോയി ബ്രദറെ. കർത്താവ് വലിയ അത്ഭുതം ചെയ്തു. ആമേൻ. കർത്താവ് യേശു പറഞ്ഞ തന്നെ വയറ്റിൽ വേദനയായിരുന്നു. അത് വലിയ ബുദ്ധിമുട്ടായിരുന്നു. കൈ എടുത്ത് അവിടെ വെച്ചുകൊണ്ടിരുന്നു. രോഗസൗഖ്യ പ്രാർത്ഥന സമയത്ത് ആ വേദന പൂർണ്ണമായിട്ടും യേശു സൗഖ്യമാക്കി. യേശു അത്ഭുത മന്ത്രി. കർത്താവ് കൊടുത്ത സൗഖ്യങ്ങൾക്ക് നന്ദി. ഗോഡ് ബ്ലസ് യു. ഇത് അനേകരോട് പറയണം. അനേകരെ കൈവച്ച് സൗഖ്യമാക്കണം കേട്ടോ. യേശുവിന്റെ കൃപ പെരുകട്ടെ. ആമേൻ. പറഞ്ഞു. ജയരാജൻ എന്ന് പറഞ്ഞതേ എന്റെ ഹസ്ബൻഡിന്റെ ചേട്ടന്റെ മോനാണ്. ഞങ്ങൾ ഒത്തിരി സ്നേഹത്തോടെ കഴിഞ്ഞതാണ്. 16 വർഷമായിട്ട് കോണ്ടാക്ട് ഒന്നും ഇല്ല. അത് ഞാൻ ഏറ്റെടുക്കുന്നു. വേറൊരു സാക്ഷ്യം. പിന്നെ 2 ആഴ്ച മുന്നേ നല്ല മഴ പെയ്തപ്പോ അടുക്കളയിൽ ഇങ്ങനെ തുള്ളി തുള്ളിയായിട്ട് വെള്ളം വീഴുന്നുണ്ടായിരുന്നു. അപ്പൊ മക്കള് വന്നപ്പോ അവര് നീല ഷീറ്റൊക്കെ ഇട്ട് വാങ്ങിച്ചു അവിടെ ഇതൊക്കെ ചെയ്തു. ഞാൻ അടുക്കളയിൽ വഴുക്കി വീഴുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു.
അപ്പൊ അങ്ങനെയൊക്കെ ചെയ്തിട്ടും അതിങ്ങനെ വെള്ളം ഇങ്ങനെ വീണുകൊണ്ട് അവിടെ 2-3 പാത്രങ്ങളൊക്കെ നിരത്തി വെച്ചിട്ടാണ് ആ വെള്ളം അതിലാവാൻ വേണ്ടിട്ട്. അങ്ങനെ ഇരുന്നപ്പോ ഞാൻ ഇങ്ങനെ ദൈവമേ, അപ്പൊ ഇതിലൊരു സാക്ഷ്യം കേട്ടിരുന്നു. ഒരു സിസ്റ്റർ ഇങ്ങനെ പറഞ്ഞത് ഈ വെള്ളത്തിന്റെ കാര്യം, ചോർച്ച മാറ്റിയത് കൈ ഇങ്ങനെ പൊക്കി പ്രാർത്ഥിച്ചപ്പോ അതുപോലെ ഞാനും പ്രാർത്ഥിച്ചു, കർത്താവ് വെള്ളത്തിൽ നിർത്താനായി ഇപ്പോഴത്തെ അവസ്ഥയിൽ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല, അതിന് വേണ്ടിട്ട് കർത്താവ് തന്നെ പ്രവർത്തിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിച്ചു. പക്ഷെ 2-3 ദിവസം ഇങ്ങനെ വെള്ളം വരുന്നുണ്ടായിരുന്നു. ഇപ്പൊ ഈ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്, ഒരു തുള്ളി വെള്ളം വീഴുന്നില്ല. അന്നത്തേക്കാൾ ശക്തിയായി മഴ പെയ്യുന്നുണ്ട്, എന്നൊരു തുള്ളി വെള്ളം അതിൽ വീഴുന്നില്ല താഴത്തേക്ക്. അത് ദൈവം ചെയ്തൊരു അത്ഭുതമായിട്ട് ഞാൻ കാണുന്നു. താങ്ക് യു ജീസസ്. ആമേൻ. നന്ദി കർത്താവെ. പ്രിയ സിസ്റ്റർ പറഞ്ഞത് 2 കാര്യങ്ങളാണ്. ഒന്ന്, ജയരാജ് എന്ന് പറഞ്ഞൊരു ആലോചന ദൈവാത്മാവ് ഇടപെട്ടു. ആ വ്യക്തി ഒരു അനുഗ്രഹമാക്കി ദൈവം മാറ്റാൻ വേണ്ടി ഇപ്പോൾ സിസ്റ്റർ പറഞ്ഞത്. സിസ്റ്റർ പറഞ്ഞ വർഷങ്ങളായിട്ട് അവര് കോണ്ടാക്ട് ഇല്ല, പക്ഷെ ദൈവം ഒരു സാക്ഷിയാക്കി ഇന്ന് ഭവനത്തിന്റെ അകത്ത് ദൈവം കൊടുത്ത വിടുതലിന് നന്ദി. പ്രാർത്ഥിച്ചോണം, വിശ്വസിച്ചോണം. കർത്താവ് ഭവനങ്ങളെ തരുന്ന ദൈവമാണ്. ദൈവം ഇനിയും അത്ഭുതങ്ങളാൽ നിറയ്ക്കും. ഗോഡ് ബ്ലസ് യു സിസ്റ്ററെ, യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ദൈവം അനുഗ്രഹിക്കട്ടെ. മറ്റാരെങ്കിലും ഉണ്ടോ സാക്ഷ്യം പറയുവാൻ? ബ്രദറെ, ഇത് പറഞ്ഞോ. ഞാൻ അനിതയുടെ ഫ്രണ്ട് നദീറിന് ഇന്നലെ അനിത പറഞ്ഞിരുന്നില്ലേ, എനിക്ക് ബ്രസ്റ്റിന് ഇടത് ബ്രസ്റ്റിന് ക്യാൻസർ വന്നിട്ട് അത് സർജറി കഴിഞ്ഞ് അതിനെ കൊണ്ട് ഇപ്പൊ ഒരു കുഴപ്പമില്ല, 1.5 കൊല്ലായി. പിന്നെ ഇപ്പൊ ഡോക്ടർ ചെക്കപ്പിന് പോയി, ഡോക്ടർ ഇവിടെ പരിശോധിച്ച് ഇവിടെ നോക്കുമ്പോ പറഞ്ഞ് ഇതിന്മേലും ഒരു ചെറിയ സൂചന ഉണ്ടല്ലോ, നമുക്ക് ടെസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞിട്ട് ടെസ്റ്റ് ഒക്കെ ചെയ്ത് 6 കീമോക്ക് എഴുതി. 6 കീമോയില് പിന്നെ 4 ആക്കി. ഇന്നലെ ചെന്നപ്പോ 2 ചെയ്തു. പിന്നെ ഇന്നലെ ചെന്നപ്പോ പറഞ്ഞ് ഇന്നൊന്നും ചെയ്യണ്ട, ഇനി ഒന്നും ബ്ലഡ് ടെസ്റ്റ് ഒന്നും വേണ്ട, ഈ ജൂലൈ 6-ാം തീയതി ഒന്ന് വെറുതെ എന്നെ ഒന്ന് വന്ന് കണ്ടാ മതിയെന്ന്. അപ്പൊ അവിടെ എല്ലാവരും പ്രാർത്ഥിച്ചവരെല്ലാവർക്കും, ബ്രദറിനും എല്ലാവർക്കും എന്റെ നന്ദി പറയാൻ വേണ്ടിട്ട് വിളിച്ചതാ. ആമേൻ. തീർച്ചയായിട്ടും. ഗോഡ് ബ്ലസ് യു സിസ്റ്റർ. ഇന്ന് കർത്താവ് എന്ന് പറഞ്ഞ പോലെ തന്നെ ക്യാൻസറിന്റെ സെല്ലുകൾ ഭയപ്പെട്ടിരുന്നു, പക്ഷെ കർത്താവ് ഇന്ന് പ്രിയമകളെ വെടിവെച്ചു. ഡോക്ടർ തന്നെ പറഞ്ഞു, കഴിഞ്ഞ ദിവസം സാക്ഷ്യം കണ്ടായിരുന്നു, ഇനി ഒന്നും വേണ്ട, ഒരു ട്രീറ്റ്മെന്റും വേണ്ട എന്ന് പറയുവാൻ ഇടയായി തീർന്നു, കേൾക്കാൻ ഇടയായി തീർന്നു. ഇന്ന് ആ സഹോദരി നേരിട്ട് വന്ന് പറഞ്ഞതാണ്, ക്യാൻസറിന്റെ മേൽ യേശുവിന്റെ നാമത്തിൽ അത്ഭുതം കൊണ്ട് ഇന്ന് പ്രിയമകളെ ദൈവം നിർത്തിയല്ലോ, സാക്ഷിയാക്കിയല്ലോ. കർത്താവ് തൊട്ടതിന് നന്ദി. ഡോക്ടർ തന്നെ പറഞ്ഞില്ല, ഇനി ഒന്നും അതിന്റെ മേൽ ഒന്നും ചെയ്യണ്ട എന്ന് കർത്താവ് പ്രവർത്തിച്ച് നന്ദി. ഗോഡ് ബ്ലസ് യു സിസ്റ്ററെ. കർത്താവ് ഞാൻ പറഞ്ഞോളൂ തന്നെ പുതിയ അവയവങ്ങൾ ഉണ്ടായി വരും കേട്ടോ. അതങ്ങനെ തന്നെ വിശ്വസിച്ചു, അങ്ങനെ തന്നെ കർത്താവ് ചെയ്യും, കർത്താവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലസ് യു. മറ്റാരെങ്കിലും ഉണ്ടോ? കേട്ടില്ല. സംസാരിച്ചല്ലോ 7 വർഷം മുമ്പ് റബ്ബർ തോട്ടത്തിന്റെ വിൽപ്പനയെ സംബന്ധിച്ചുള്ള കാര്യം സംസാരിച്ചിരുന്നു. ക്ലിയർ ആയില്ല. ഒരു 7 വർഷം മുമ്പ് വിറ്റ കാര്യം സംസാരിച്ചിരുന്നല്ലോ, കടഭാരം മൂലം. അത് എന്റെ കാര്യമാണ് പറഞ്ഞത്. ഒരു മിനിറ്റ് ബ്രദറെ. അതെങ്കിലും കടങ്ങളൊക്കെ കുറെ എല്ലാം തീർത്തെങ്കിലും ഇപ്പോഴും അതിൻ്റെതായ ബാധ്യതകളും ഇപ്പോഴും കടഭാരം വീണ്ടും ഉണ്ട്. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അതായത് 7 വർഷം ബാങ്കിലും കുറച്ച് കടമുണ്ട്. 7 വർഷം മുമ്പ് റബ്ബർ തോട്ടം വിറ്റുപോയ കാര്യം അതാണ് ബ്രദർ, ആ ആലോചനയാണ് ബ്രദർ പറഞ്ഞത്. അത് തന്നെ ആലോചന തന്നെയാണ് ബ്രദറെ പറഞ്ഞത്. കർത്താവിന്റെ വലിയ അത്ഭുതമാണ് ബ്രദറെ. ഈ 7 വർഷം മുമ്പ് ഈ റബ്ബർ തോട്ടം വിറ്റ കാര്യം പോലെ ഞങ്ങൾ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ബ്രദറെ? ഇല്ല. പല പ്രാവശ്യം കാണുകയൊക്കെ ചെയ്തെങ്കിലും ഈ കാര്യം ഞാൻ സംസാരിച്ചിട്ടില്ല. സാമ്പത്തിക കുരുക്ക് നിമിത്തം കയറി വന്ന ഒരു വിഷയമാണത്. പലതിന്റെ മേലും കയറി കിടക്കുന്ന ഒരു കുരുക്കാണ്. ഇന്ന് അത് ആലോചന ഏറ്റെടുക്കുന്നതിലൂടെ അത് അഴിഞ്ഞു മാറുകയാണ്. വലിയ വഴിത്തിരിവ് ദൈവം ചെയ്യാൻ വേണ്ടി പോവാണ്. ഇനി വായ്പ മേടിക്കാൻ ഇടവരത്തില്ല, ഒന്നും വിൽക്കാൻ ഇടവരത്തില്ല. കർത്താവിനോട് പറഞ്ഞ് നഷ്ടപ്പെട്ട ചിലത് മടങ്ങി വരാൻ വേണ്ടി പോട്ടോ. ചില വ്യക്തികളെ ദൈവം ബന്ധപ്പെടുത്താൻ വേണ്ടി പോവാണ്. ആ വ്യക്തികൾ നിമിത്തം ചില അനുഗ്രഹങ്ങളെ ദൈവം ചെയ്യും. അത് ഏറ്റെടുത്തോണം. കർത്താവ് സാക്ഷിയാക്കി മാറ്റും, യേശുവിന്റെ നാമത്തിൽ തന്നെ. ഗോഡ് ബ്ലസ് യു ബ്രദറെ. ആമേൻ. കർത്താവ് ആലോചനയിൽ വിശ്വസ്തൻ. ആമേൻ. മറ്റാരെങ്കിലും ഉണ്ടോ സാക്ഷി പറയുവാൻ? മഴയുടെ സമയത്തൊന്നും നടന്നു പോയിക്കൊണ്ടിരുന്നപ്പോ അത്യുന്നതന്റെ മറവിൽ വസിക്കുകയും സർവശക്തന്റെ നിഴലിൻ കീഴിൽ പാർക്കുകയും ചെയ്യുന്നു എന്ന് പറയുകയല്ലാതെ കിടക്കുന്നു. ഒറ്റ വീഴ്ച. പക്ഷെ ദൈവത്തിന്റെ കൃപയാല് എന്റെ തല കൊണ്ടെന്ന് വെട്ടുകല്ലേലോ കയ്യേലോ ഒന്നും ഇരിക്കാതെ വണ്ണം ദൈവം എന്നെ അത്ഭുതകരമായിട്ട് രക്ഷപ്പെടുത്തി. സ്തോത്രം. അതിനായിട്ട് പറയുന്നു.
കർത്താവെ, അങ്ങ് ബൈബിൾ വചനം പറഞ്ഞതുപോലെ തന്നെ അനർത്ഥം വരാതെ വണ്ണം ദൈവം സൂക്ഷിച്ചില്ല. വീഴ്ച നിമിത്തം പ്രിയ ജീവിതത്തിൽ ഒന്നും സംഭവിക്കാതെ എന്ന് കേട്ടതുപോലെ തന്നെ ഒരു അനർത്ഥവും വരികയില്ല. ദൈവം പൊതിഞ്ഞ് സൂക്ഷിച്ച കൃപയ്ക്ക് നന്ദി. യേശുവിന്റെ നാമത്തിൽ തന്നെ ഗോഡ് ബ്ലെസ് യു. ഇനിയും ദൈവം നടത്തും കേട്ടോ. ആമേൻ. മറ്റാരെങ്കിലും ഉണ്ടോ സാക്ഷ്യം? ഹലോ പറഞ്ഞു. ഹലോ ബ്രദറെ, കേൾക്കുന്നുണ്ട്, പറഞ്ഞു. കർത്താവിന് നാമത്തിൽ മഹത്വം ഉണ്ടാകട്ടെ. ഈ കഴിഞ്ഞ ദിവസമൊക്കെ ഭയങ്കര തലവേദനയായിരുന്നു എനിക്ക്. ഭയങ്കര പ്രഷറും കൂടുതലായിരുന്നു, ഭയങ്കര തലവേദന. കർത്താവിന്റെ തിരുമുറിവിനാൽ എനിക്ക് സൗഖ്യം വന്നിരിക്കുന്നു എന്ന് ഞാനും പ്രാർത്ഥിച്ചു, മമ്മിയും പ്രാർത്ഥിച്ച്. അത് മാത്രമേ ചെയ്തുള്ളൂ. പ്രാർത്ഥിച്ചിരുന്ന് ഈ 2 ദിവസം ഇന്ന് തീർത്ത് കുറവുണ്ട്. ആമേൻ. കർത്താവേ, അങ്ങ് സൗഖ്യമാക്കി ഞങ്ങളുടെ വെൺകൃപയ്ക്ക് നന്ദി പറയുന്നു. ഗോഡ് ബ്ലെസ് യു. ഇനിയും കർത്താവ് സൗഖ്യത്താലും ആരോഗ്യത്താലും നന്മയാലും നിറയ്ക്കും, യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഹലോ ബ്രദറെ, പറഞ്ഞു. ഹലോ കേൾക്കുന്നു. ഹലോ ബ്രദറെ, കഴിഞ്ഞ ഒരു ദിവസം ഷാലറ്റിന്റെ പേര് പറഞ്ഞ് ഷാലറ്റിനെ ദൈവം അനുഗ്രഹിക്കുന്നു, ദൈവം ഒരു വഴി തുറക്കുന്നു. അവൾ മുഖാന്തരം ഭവനത്തിൽ അനുഗ്രഹം കടന്നു വരുമെന്നൊക്കെയും ബ്രദർ ആലോചന പറഞ്ഞിരുന്നു. അന്ന് വൈകിട്ട് തന്നെ മോൾ ഖത്തറിന് പോകാനായിട്ട് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അന്ന് തന്നെ ടിക്കറ്റ് കടന്നു വന്നു. ടിക്കറ്റിന് വേണ്ടി ഞങ്ങൾ 1 മാസത്തോളം ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. അന്ന് ആ ബ്രദർ ആലോചന പറഞ്ഞ് അന്ന് വൈകിട്ട് തന്നെ മോളെ ടിക്കറ്റ് കടന്നു വരുവാനായിട്ട് ഇടയായി. മോള് 23-ാം തീയതി ഖത്തറിന് പോയി അവിടെ ജോലിയിൽ പ്രവേശിക്കുവാനായിട്ട് ഇടയായി തീർന്നു. ദൈവത്തിന് 1000-10,000 നന്ദി. പ്രാർത്ഥിച്ച ബ്രദറിനോടുമുള്ള നന്ദി പറയുന്നു. മോളുടെ പേര് വല്ലോ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടോ സിസ്റ്ററെ? ഇല്ല, ഞാൻ പാസ്റ്ററിനോട് മോളുടെ പേരോ ഒന്നും പറഞ്ഞിട്ടില്ല, കാര്യങ്ങളും പറഞ്ഞിട്ടില്ല. ഇങ്ങനെ പാസ്റ്റർ ഷാലറ്റിന് തന്നെ പേരെടുത്ത് പറഞ്ഞ് ആണ് ആ ആലോചന പറഞ്ഞത്. നന്മ തടയാൻ നോക്കിയ പിശാചിന്റെ പ്രവൃത്തിയാണ് യേശു അഴിച്ചുവിട്ടത്. പ്രിയ സഹോദരി പറഞ്ഞ പോലെ തന്നെ പ്രാർത്ഥനയ്ക്കിടയ്ക്ക് ഷാർലറ്റിനെ ദൈവം വിടിവിക്കുന്നു പറഞ്ഞല്ലേ. ഷാർലറ്റിന് മേൽ ദൈവപ്രവൃത്തി ഉണ്ടാവും എന്ന് അത് പറഞ്ഞുകൊണ്ട് തന്നെ 1 മാസമായിട്ട് അവർ ഖത്തറിലേക്ക് പോകാനുള്ള ടിക്കറ്റ് റെഡിയാകുന്നില്ലായിരുന്നു, തടസ്സമായിരുന്നു. അന്ന് രാത്രി തന്നെ അല്ലേ കൺഫർമേഷൻ വന്നു. 23-ാം തീയതി ആള് ഖത്തറിൽ കയറിപ്പോയി. രാജ്യങ്ങളുടെ നന്മ ദൈവം അനുഭവിക്കാൻ സഹായിക്കുന്ന തടസ്സമായി കിടന്നതിനെ ദൈവം തൊട്ടതാകട്ടെ. ഗോഡ് ബ്ലെസ് യു. കർത്താവ് അനുഗ്രഹിക്കട്ടെ. യേശുവിന്റെ ഇനി ആ മകളെ കർത്താവ് അനുഗ്രഹിക്കും. ദൈവം എടുത്തു വെളിപ്പെടുത്തിയതാണ് ആ പേര്. പ്രാർത്ഥിച്ചോണം, വലിയ പ്രവൃത്തികളാൽ കർത്താവ് നിറയ്ക്കും. ആമേൻ. ഗോഡ് ബ്ലെസ് യു. മറ്റാരെങ്കിലും ഉണ്ടോ സാക്ഷി പറയാൻ? എനിക്കൊരു സാക്ഷ്യമുണ്ട്. എനിക്ക് വേദനയായിട്ട് കുറെ ദിവസങ്ങൾ എനിക്ക് കൊണ്ട് എനിക്ക് കാല് നിലത്ത് എഴുന്നേറ്റ് കുറെ നേരം ഇങ്ങനെ ഇരുന്ന് വന്നിട്ട് താഴെ ചവിട്ടുമ്പം ഞാൻ ഇങ്ങനെ ചുമരയിലോ എവിടെയെങ്കിലുമൊക്കെ പിടിച്ച ബാത്റൂമിലൊക്കെ പോകുന്നത്. അതുപോലെ എന്റെ മുട്ടിന് വേദന, പലവിധമായ ഇങ്ങനെ വേദനകളിൽ ഞാൻ ഭാരപ്പെടുമായിരുന്നു. അപ്പൊ ബ്രദറിന്റെ പ്രാർത്ഥന ബ്രദർ പറയും വേദന ഉള്ളവരുടെ വെച്ച് പ്രാർത്ഥിച്ച സമയത്ത് പറയുമ്പോ ഞാൻ എന്നും 2 കൈയും ഓരോ സ്ഥലത്ത് ഇങ്ങനെ വെച്ച് പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. ഇപ്പൊ ഞാൻ ഓർക്കുവായിരുന്നു പറഞ്ഞു ഹോസ്പിറ്റലിൽ പോകാനും ഇത്രയും വേദന ഞാൻ തിന്നുന്നതുകൊണ്ട് പറഞ്ഞു അതിലും സംഹാരി കഴിക്കുകയോ എല്ലാം ചെയ്യാൻ എനിക്ക് വേണ്ടിയാണല്ലോ വേദന എല്ലാം സഹിച്ചത്. ഞാൻ നിനക്ക് ഒരു പ്രശാന്തിയും ആരോഗ്യം വരുത്തിയിരിക്കുന്നു. സമാധാനത്തിനെ സത്യത്തിനെ സമൃദ്ധി ഞാൻ നിൽക്കുന്ന സ്തോത്രം. കർത്താവേ, അങ്ങ് സൗഖ്യമാക്കി. സിസ്റ്റർ എത്ര വർഷമായിട്ട് സിസ്റ്റർ ആ ബുദ്ധിമുട്ടുണ്ടായിരുന്നു? എത്ര നാളായിട്ടുള്ള ബുദ്ധിമുട്ടായിരുന്നത്? എത്ര നാട്ടിലുള്ള ബുദ്ധിമുട്ടായിരുന്നു സിസ്റ്ററെ? 1 മാസത്തിൽ കൂടുതലായി പാസ്റ്റർ. 1 മാസത്തിൽ കൂടുതലായി. കാല് കുത്താൻ വയ്യാത്ത വേദനയായിരുന്നല്ലേ? ഉപ്പൂറ്റി ഉപ്പൂറ്റി കാല് കുത്താൻ പാടില്ലാത്ത ഭയങ്കര വേദന, ഭയങ്കര വേദനയൊക്കെ ആയിട്ട്. സ്തോത്രം. പ്രിയസ് പറഞ്ഞു കേട്ടല്ലോ, പൂർണ്ണമായിട്ട് മാറി. 1 മാസമായിട്ട് കാല് കുത്താൻ പറ്റാത്ത രീതിയിൽ പുകച്ചിലും വേദനയായിരുന്നു, അല്ലാതെ സഹിക്കുമായിരുന്നു.
എന്നാൽ ആ സമയത്ത് കർത്താവിന്റെ വചനം പറഞ്ഞു, യേശുവിന്റെ അടിപ്പിണരാൽ എനിക്ക് സൗഖ്യം വന്നിരിക്കുന്നു. ബൈബിളിൽ പറഞ്ഞ പോലെ ദൈവം എനിക്ക് ആരോഗ്യം വരുത്തും, എന്നെ സൗഖ്യമാക്കും എന്നുള്ള വചനം പ്രഖ്യാപിച്ചുകൊണ്ടിരുന്നു. ഇപ്പോൾ നമ്മൾ കേട്ട് പൂർണ്ണ സൗഖ്യമായിരിക്കുന്ന വേദന യേശു അത്ഭുതമാക്കി മാറ്റിയിരിക്കുന്നു. ഗോഡ് ബ്ലസ് യു സിസ്റ്ററെ. ഈ സൗഖ്യം ലഭിച്ചവർ വെറുതെ ഇരിക്കരുത്. ഈ സാക്ഷി നിങ്ങൾ രോഗികളെ കാണുമ്പോൾ മിണ്ടാതിരിക്കരുത്. നിങ്ങൾ എല്ലാവരും എന്ത് ചെയ്യണം? എന്നെ സൗഖ്യമാക്കി യേശു നിങ്ങളെ സൗഖ്യമാക്കും. ധൈര്യമായി കൈവച്ച് പ്രാർത്ഥിച്ചോണം. അവരിലൂടെ വലിയ പ്രവർത്തികൾ നിങ്ങളിലൂടെ സംഭവിക്കും. ഗോഡ് ബ്ലസ് യു സിസ്റ്ററെ, യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. മറ്റാരെങ്കിലും ഉണ്ടോ? ബ്രദറെ, എനിക്കൊരു സാക്ഷിയുണ്ടേ. ഒരാൾ പറയും, ഒന്ന് വെയിറ്റ് ചെയ്യണേ. പറഞ്ഞു. രാവിലെ ജോലിക്ക് പോയിടത്തിൽ വെച്ചിട്ട് നടുവ് മിന്നിയിട്ട് എനിക്കൊന്നും ചെയ്യാൻ വല്ലാതെ വന്നു. വീട്ടിൽ തിരിച്ചു വന്നു. ഇവിടെ കിടന്ന കിടപ്പായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ ഇങ്ങനെ കൈവച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അന്നേരമൊക്കെ വെറുതെ ഇരുന്നില്ല, വചനം പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഇപ്പോ ബ്രദർ പ്രാർത്ഥിച്ചു. അത് 2008 സുവിശേഷ വേലയ്ക്ക് പോയ വഴിയിൽ കുതിരപ്പുറത്തുനിന്ന് വടക്കേന്ത്യയിൽ വെച്ച് ഞാൻ വീണ് അങ്ങനെ ഉണ്ടായതായിരുന്നു. എനിക്ക് കുറെ പ്രാവശ്യമായിട്ട് എപ്പോഴും അത് ഉണ്ടാകുമായിരുന്നു. ഇപ്പം ബ്രദറിന്റെ പ്രാർത്ഥന കൂടിയതിന് ശേഷം എനിക്ക് അങ്ങനെ ഉണ്ടാകാറില്ലായിരുന്നു. ഇന്നുണ്ടായി. ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. ബ്രദർ പറഞ്ഞു തന്നെ പ്രാർത്ഥനയെല്ലാം വെച്ച് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ ഇന്ന് എനിക്കിത് വന്നിട്ട് ഇന്ന് ഞാൻ ഒട്ടും എനിക്ക് ഒന്നും അനങ്ങാൻ മേലാത്ത പോലെ ആയിപ്പോയായിരുന്നു. ഈ നേരത്ത് ഞാൻ ഇവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. കൈവച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞ കൈവച്ച് പ്രാർത്ഥിച്ച് പിന്നെ ഞാൻ അപ്പൊ തന്നെ എഴുന്നേൽക്കുകയും ഇരിക്കുകയും ചെയ്തപ്പോ എനിക്ക് പൂർണ്ണമായിട്ട് അത് വിടുതൽ വന്നു. ബ്രദറെ സ്തോത്രം. 9 വർഷമായിട്ടുണ്ടായിരുന്ന ബുദ്ധിമുട്ടായിരുന്നല്ലേ സിസ്റ്ററെ? 2008 സംഭവിച്ചതാ. ഇത് വലിയൊരു അത്ഭുതമായിട്ട് സിസ്റ്റർ പറഞ്ഞത്. 2008 സുവിശേഷ വേല നിമിത്തം നോർത്ത് ഇന്ത്യയിൽ പോയി അവിടെ കുതിരപ്പുറത്ത് പോകുന്ന വഴിക്ക് വീഴ്ച ഉണ്ടായല്ലേ? ആ വീഴ്ച നിമിത്തം നട്ടലിന് വേദന ഉണ്ടായി. പ്രാർത്ഥനയ്ക്ക് ഏറിയ വിശ്വാസം ഉണ്ടായെങ്കിൽ വേദന അവിടെ തന്നെ ഉണ്ടായിരുന്നു. ഇന്ന് ഈ രാത്രിയിൽ കർത്താവിന്റെ വചനം കണ്ടിരുന്നപ്പോൾ കർത്താവിന്റെ മേൽ വലിയൊരു സൗഖ്യം ഉണ്ടായി. 9 വർഷമായിട്ടുണ്ടായിരുന്ന വേദന പൂർണ്ണ സൗഖ്യം അല്ലേ? ഇപ്പൊ വേദന ഇല്ല, തരി പോലും ഇല്ല. ഞാൻ എഴുന്നേൽക്കുകയോ ഇരിക്കുകയോ ഒക്കെ ചെയ്ത് നടക്കുകയോ ഓടുകയോ ഒക്കെ ചെയ്തു. ഇപ്പൊ ഇല്ല. അത്ഭുത മന്ത്രി കർത്താവ് അന്ന് സൗഖ്യമാക്കി നന്ദി. ബ്രേസ് പറഞ്ഞ 9 വർഷമായിട്ടുണ്ടായിരുന്ന വീഴ്ച നിമിത്തം ഉണ്ടായ വേദനയാണ്. ഒരു ട്രീറ്റ്മെന്റും ഇല്ലാതെ യേശു പിശാചിന്റെ പ്രവർത്തികളെ അഴിക്കാനാണ് വന്നിരിക്കുന്നത്. രോഗബന്ധനങ്ങളെ അഴിക്കുന്ന കർത്താവാണ് നമ്മുടെ കർത്താവ്. മാർക്ക് കൊടുത്ത സൗഖ്യത്തിന് നന്ദി. യേശുവിന്റെ നാമത്തിൽ തന്നെ. ഗോഡ് ബ്ലസ് യു. നിങ്ങളുടെ ഈ സാക്ഷ്യം എല്ലാവരും പറയണം കേട്ടോ. നിങ്ങളുടെ ഒരു സാക്ഷ്യം കേൾക്കുമ്പോൾ 8, 9, 10 മാസങ്ങളായിട്ട് രോഗത്താൽ ഇരിക്കുന്നവർക്ക് ചാടി എണീറ്റ് യേശുവേ എന്നെയും സൗഖ്യമാക്കണേ എന്ന് വിശ്വസിക്കാൻ തക്കവണ്ണം നിങ്ങളുടെ സാക്ഷ്യങ്ങൾ ഉളവാക്കുന്നു. ഒരു സാക്ഷി മറ്റൊരു സാക്ഷി ഉളവാക്കുന്നു. നമ്മൾ നേരിൽ കാണുമ്പോൾ എനിക്ക് സാക്ഷിയൊക്കെ പറഞ്ഞവരെ കാണണം. നിങ്ങളെല്ലാം ഒന്ന് പറഞ്ഞ കാര്യം ഇത് കേൾക്കുന്നവർക്ക്, പുതുതായി കേൾക്കുന്നവർക്ക്, അവർ രോഗത്തിലിരിക്കുന്നവർക്ക് നിങ്ങൾക്ക് അറിയാം. 9 വർഷമായിട്ട് വേദനയ്ക്കകത്തിരിക്കുന്നവരും 6 വർഷമായിട്ടിരിക്കുന്നവരും മാസങ്ങളായിരിക്കുന്നവർക്കും അറിയാം. വേദനയ്ക്കകത്തിരിക്കുന്നവർക്കേ അതറിയത്തുള്ളൂ. അവർക്കിത് കേൾക്കുമ്പോൾ ആശ്വാസമാണ്. അവർ യേശുവിന്റെ നാമത്തിൽ പിടിക്കട്ടെ. ഒരു പൈസ മുടക്കാതെ, ഒരു ട്രീറ്റ്മെന്റും ഇല്ലാതെ ദൈവം ചെയ്യുന്ന സൗഖ്യമാണ്, സൗജന്യമാണ്. അതിനായിട്ട് നിങ്ങൾ ഒരു കാര്യം ചെയ്താൽ മതി. നിങ്ങൾ നിങ്ങളുടെ സാക്ഷ്യത്തെ ഉയർത്തിപ്പിടി. ഗോഡ് ബ്ലസ് യു സിസ്റ്റർ. ആമേൻ. മറ്റാരെങ്കിലും ഉണ്ടോ സാക്ഷ്യം പറയുവാൻ? ഹലോ, പറഞ്ഞു സിസ്റ്ററെ. ഹലോ, കേൾക്കുന്നുണ്ട്, പറഞ്ഞു. എന്റെ മോന്റെ ബർത്ത്ഡേ ഇന്ന് ഒന്ന് പ്രാർത്ഥിക്കാനും. കർത്താവ്, ഞാൻ മകനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ് അവനെ അത്ഭുതമാക്കി നടത്തട്ടെ. ദൈവം അവനെ സമൃദ്ധമായിട്ട് നടത്തട്ടെ. യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലസ് യു. കർത്താവ് സാക്ഷ്യം പറഞ്ഞോട്ടെ. പറഞ്ഞു സിസ്റ്റർ, ധൈര്യമായിട്ട് പറഞ്ഞു. ഞാൻ ഈ നമ്മുടെ യേശുവിന്റെ പ്രാർത്ഥനയ്ക്ക് പോകുന്ന കാരണം ഹിന്ദു മതപ്രകാരം ചോദിച്ചൊരു ആളാണ്. ഞാൻ കർത്താവിനെ അറിഞ്ഞിട്ട് ഇപ്പോ 9 വർഷത്തോളം ആവുന്നു. അപ്പൊ ഞാൻ ഇതിൽ പോകുന്ന കാരണം ഒരു ഫാമിലി എന്നെ മാറ്റിയെടുത്തിന്, എന്നെ മാറ്റി നിർത്തി. അവരെ ഫംഗ്ഷൻ ഒന്നും വിളിക്കൊന്നും ഇല്ലായിരുന്നു. ആദ്യമൊക്കെ വിളിച്ചോണ്ട് പിന്നെ തീരെ വിളിക്കാതായി. കാരണം ഞാൻ അമ്പലത്തിലേക്കൊന്നും ഒട്ടും പോവാത്ത ഒരാളായ കാരണം അവർക്ക് ഞാൻ അതിൽ നിന്ന് മാറി, ഞങ്ങൾ ജാതിയിൽ നിന്ന് മാറി എന്നുള്ള ഒരിത് വന്നു അവർക്ക്. അപ്പോ എന്നെ മാറ്റി നിർത്തി. അപ്പൊ എനിക്ക് ഭയങ്കര വിഷമം വന്നു. പിന്നെ ഞാൻ കർത്താവിനോട് പ്രാർത്ഥിച്ചു, എന്റെ ദൈവം എന്റെ കൂടെ ഉണ്ടല്ലോ, ആര് നമ്മളെ തള്ളിക്കളഞ്ഞാലും കർത്താവ് നമ്മളെ തള്ളൂല എന്നുള്ളൊരു ആ ഒരു വിശ്വാസം എന്റെ ഉള്ളിൽ ഞാനിങ്ങനെ സൂക്ഷിച്ച് നടന്നു. അപ്പോഴാണ് ഈ കഴിഞ്ഞ വീട്ടിൽ ഒരു മരണം ഉണ്ടായി എന്റെ കുടുംബത്തില്. പക്ഷെ എന്നോട് ഏറ്റവും കൂടുതൽ അവൻ ദുബായിലാണ് പറഞ്ഞ ആൾ. എന്നിട്ട് എന്നെ വിളിച്ച് സംസാരിക്കാനിട വന്ന് യേശുവിന്റെ നാമത്തിൽ കർത്താവിനോട് നന്ദി പറയാം. ഫാമിലി എന്നോട് ഏറ്റവും സ്നേഹത്തോടെ പെരുമാറാനുള്ള ഒരു കൃപ എന്റെ കർത്താവ് എനിക്ക് തന്നു. നിന്ദിക്കുന്നവരുടെ മുമ്പിൽ മാനിക്കുന്ന ദൈവമാണെന്ന് ഞാൻ ഇവിടുന്ന് പറഞ്ഞിട്ടായിരുന്നു പോയത് ആ ഭവനത്തിലേക്ക്. അതിന്റെ കർത്താവ് എന്റെ മുമ്പിൽ കാണിച്ചു തന്നെ നന്ദി പറയാം. തീർച്ചയായിട്ടും യേശു പറഞ്ഞു, നിന്ദിച്ചവർ നടുവിൽ മാനിക്കുന്ന കർത്താവാണ്. യേശു പറഞ്ഞതുപോലെ സുവിശേഷം നിമിത്തമോ ഞാൻ നിമിത്തമോ നിങ്ങൾക്ക് എന്തൊക്കെ നഷ്ടപ്പെട്ടാലും അതിന് 100 ഇരട്ടി ഈ ഭൂമിയിലും വരുവാനുള്ള ലോകത്തിലും തമ്പുരാൻ തരും. ഇത് തുടക്കം മാത്രം സിസ്റ്ററെ. ഇനിയും ദൈവം മാനിക്കും.
ഇനിയും ദൈവം ഉയർത്തും യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലസ് യു സിസ്റ്റർ. മറ്റാരെങ്കിലും ഉണ്ടോ സാക്ഷ്യം പറയുവാൻ? മറ്റാരുമില്ല എന്ന് ഞാൻ വിശ്വസിക്കും. സാക്ഷ്യം പറയാൻ വേണ്ടിയാണോ മ്യൂട്ട് മാറ്റിയത്? ബ്രദർ ഇന്നലെ അന്യഭാഷ വരെ പറ്റി പറഞ്ഞു. ഞാൻ ഇന്നലെ രാത്രി അത് കഴിഞ്ഞ് വചനം പറഞ്ഞുകൊണ്ട് കിടന്ന് എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം എനിക്ക് അന്യഭാഷ കിട്ടി. ഞാൻ രാത്രി 1 മണിക്കൂർ സ്വപ്നം കണ്ടു, അന്യഭാഷ പറഞ്ഞു. തീർച്ചയായിട്ടും സിസ്റ്റർ, അത് കേട്ടത് സിസ്റ്റർ റിപ്പീറ്റ് ചെയ്തോണം. അന്യഭാഷ സ്വപ്നത്തിലൂടെ ലഭിച്ചതാണ്. ആ അന്യഭാഷ വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരുന്നോണം. അത് കർത്താവ് തന്നതാണ്. അന്യഭാഷ പറയുമ്പോൾ നമുക്ക് ആത്മീയ വർധനം ഉണ്ടാകും, അഭിഷേകം ഉണ്ടാകും. കേട്ടോ? ഗോഡ് ബ്ലസ് യു. പറഞ്ഞ വലിയൊരു സാക്ഷ്യമാണ്. ഇന്നലെ അന്യഭാഷ വരത്തെ പറ്റിയും അഭിഷേകത്തിന്റെ വർധനവിനെ പറ്റിയും പറഞ്ഞ് സിസ്റ്റർ അത് വലിയ ആഗ്രഹത്തോടെ പ്രാർത്ഥിച്ചുകൊണ്ട് എന്നെ ശക്തനാക്കുന്ന യേശു മുഖാന്തരം എനിക്ക് അന്യഭാഷ കിട്ടുമെന്ന് പറഞ്ഞ് കിടന്നുകൊണ്ടിരുന്നു. ഉറക്കത്തിൽ സ്വപ്നത്തിൽ അന്യഭാഷ കിട്ടി. അത് വലിയ സാക്ഷ്യമാണ്. തുടരുക. അത് ദൈവത്താൽ നന്നതാണ്. വർദ്ധിപ്പിക്കും ദൈവം, സാക്ഷിയാക്കി മാറ്റും. കേട്ടോ? ഗോഡ് ബ്ലസ് യു. ആമേൻ. സിസ്റ്ററെ, ഒരു സാക്ഷി 17 വർഷമായിട്ടുണ്ടായിരുന്നു, നടുവേദന മാറി എന്നൊരു കമന്റ് ഞാനിപ്പോ കണ്ടല്ലോ. ആ സിസ്റ്ററെ ഞാനിപ്പോ മ്യൂട്ട് ബ്രദറെ എനിക്ക് ഇത് മാറ്റാൻ ഒക്കുന്നില്ല. എനിക്കൊന്ന് സാക്ഷ്യം പറഞ്ഞു കിടക്കും. ബ്രദറെ കേൾക്കുന്നുണ്ടോ? പറഞ്ഞു. ഞാൻ ഹലോ കേൾക്കുന്നുണ്ട്, പറഞ്ഞു. ബ്രദറെ, എന്റെ അമ്മ ഒന്ന് വീണായിരുന്നു. അത് നമ്മള് പറഞ്ഞ എല്ലാം പ്രാർത്ഥിക്കുകയും ചെയ്തിട്ടുണ്ട്. പ്രാർത്ഥനയൊക്കെ ഇപ്പൊ ഞാൻ 1 മണിക്കൂറായിരുന്നു. ഡോക്ടർ വന്ന് കണ്ടെല്ലാം കൗൺസിൽ എടുത്തിട്ട് എല്ലാം കണ്ടിട്ട് പറഞ്ഞ് ഞാൻ നാളെ ആംബുലൻസ് പിടിച്ച് കണ്ടിട്ട് ഓപ്പറേഷൻ പറഞ്ഞു. ഞാൻ വചനം എന്ന മെഡിസിൻ അങ്ങ് കൊടുത്തോണ്ടേയിരുന്നു ചെവിയില്. വചനം പറഞ്ഞുകൊണ്ടേയിരുന്നു. ഒരു ഓപ്പറേഷനും ചെയ്യത്തില്ല, എന്റെ അമ്മയ്ക്ക് ഓപ്പറേഷൻ ചെയ്യത്തില്ല. നേരത്തെ സൂം മീറ്റിംഗ് ഒക്കെ ചെയ്ത് അമ്മയ്ക്ക് വെച്ചു കൊടുത്തു. വചനങ്ങൾ കേട്ട് ഞങ്ങൾ 2 പേരും പ്രാർത്ഥിച്ച് മെഡിക്കൽ സയൻസിനെ തോൽപ്പിച്ച് എന്റെ അമ്മയുടെ തൊടയിലൊന്നും ഒടുവില്ല. ആര് കണ്ടാലും പേടി. അങ്ങനെ ഓപ്പറേഷൻ. സിസ്റ്റർ, എനിക്ക് ഓഡിയോ ക്ലിയർ ആകുന്നില്ല, കട്ടായി പോയിക്കൊണ്ടിരിക്കുമല്ലോ. സിസ്റ്ററെ ക്ലിയർ ആകുന്നില്ല. ഒരു കാര്യം ചെയ്യാവോ, എനിക്ക് ഇതൊന്ന് നമ്മുടെ പ്രെയർ ലൈനിലേക്ക് ഒന്ന് ആ സാക്ഷി ഒന്ന് അയക്കാവോ? ഓഡിയോ കട്ടായിക്കൊണ്ടിരിക്കുവാണേ, ബ്രേക്ക് ആയിക്കൊണ്ടിരിക്കുവാണേ. നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടായിരുന്നു സാക്ഷ്യം? കേൾക്കാൻ പറ്റുന്നില്ല, കട്ടായി പോയിക്കൊണ്ടിരിക്കുക. ഓക്കെ സിസ്റ്ററെ, ഒരു കാര്യം ചെയ്യാവോ, ആ സാക്ഷ്യം നമ്മുടെ പ്രെയറിലേക്ക് ഒന്ന് അയച്ചേക്കാവോ? ക്ലിയർ ആകുന്നില്ല. കാര്യം പറഞ്ഞു വന്നത് ക്ലിയർ ആയില്ലായിരുന്നു. അവൻ ക്ലിയർ ആയില്ല. സിസ്റ്റർ ഒന്ന് അയച്ചേക്കണം. കർത്താവ് അനുഗ്രഹിക്കട്ടെ. മറ്റാരെങ്കിലും ഉണ്ടോ സാക്ഷ്യം പറയുവാൻ? മറ്റാരും പറഞ്ഞു. ബ്രദറെ 22nd ഉണ്ടായിരുന്ന പ്രയർ മീറ്റിംഗില് ഒരു വീടിന്റെ ഫ്രണ്ട് റൂമില് ഈ ഒരു തടിയുടെ ഒരു ഇങ്ങനെ ബ്രാഞ്ചസ് പോലെ ഇരിക്കുന്നതിനകത്തൊരു റൗണ്ട് ഇത് വെച്ചിരിക്കുന്നതായിട്ട് പറഞ്ഞായിരുന്നു. അവരെ യേശു തൊടുന്നു എന്നൊക്കെ പറഞ്ഞത് എന്റെ വീട്ടിലാണ്. ഞാൻ അതിനെ ഏറ്റെടുക്കുന്നു. ആമേൻ. ഏറ്റെടുത്ത് വെച്ചിട്ട് അതിന്റെ നിവൃത്തി തലത്തിലേക്ക് കർത്താവ് കൊണ്ടുവരും. ആ പ്രവചനം സാക്ഷിയാക്കി ദൈവം മാറ്റും. കേട്ടോ? ഗോഡ് ബ്ലസ് യു. ആമേൻ. മറ്റാരെങ്കിലും ഉണ്ടോ സാക്ഷ്യം പറയാൻ? ബ്രദറെ, ഞാൻ പറഞ്ഞോട്ടെ അമ്മയുടെ സാക്ഷ്യം? പറഞ്ഞു സിസ്റ്റർ, പറഞ്ഞു. നീ ക്ലിയർ അല്ലായിരുന്നു, പറഞ്ഞു. ക്ലിയർ അല്ലായിരുന്നു, അതുകൊണ്ടാ. അപ്പൊ 1/2 മണിക്കൂർ ആയതല്ലോ ഡോക്ടർ വന്ന് കണ്ടിട്ട് പറഞ്ഞ് ഫ്രാക്ചർ ഒന്നുമില്ല. നാളെ ആംബുലൻസ് ബുക്ക് ചെയ്തിരുന്നേ ഞങ്ങള് വേറെടുത്തോട്ട് മാറ്റി ഓപ്പറേഷന്. അങ്ങനെ അപ്പം ഞാൻ പറഞ്ഞോണ്ടേയിരുന്നു, വചനം പറഞ്ഞോണ്ട് ഒരു ഓപ്പറേഷനും വേണ്ടി വരത്തില്ല, എന്റെ കുഴപ്പമില്ല വചനമൊന്നും മെഡിസിൻ കൊടുത്തോണ്ടേയിരുന്നു. മെഡിക്കൽ സയൻസിനെ മാറ്റി പോയില്ല. ഇപ്പോഴത്തെ എക്സ്റേക്കകത്ത് തൊടയിലൊടിഞ്ഞെന്ന് പറഞ്ഞ് കിടത്തിയിരുന്നതാ. എന്റെ എന്ത് അത്ഭുതം, എന്റെ കർത്താവ് എന്തൊരു അത്ഭുതമാണ്. അങ്ങയുടെ പ്രാർത്ഥന പലരൊക്കെ പറഞ്ഞു കൊടുത്ത് സമയമൊക്കെ ചെവി വെച്ചുകൊടുത്ത് കേൾപ്പിച്ച് ഞങ്ങൾ കേൾക്കുമായിരുന്നു.
സർജറിക്കെല്ലാം ഇങ്ങനെ പോസ്റ്റ് ചെയ്ത് ഷുഗർ കൺട്രോൾ ആക്കിയൊക്കെ ഇരിക്കുമായിരുന്നു. ഞാൻ മെഡിസിൻ ഒക്കെ കൊടുത്തോണ്ട് അന്നേരം എനിക്കൊരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു, ഇല്ല 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 എന്ന്. അവൻ ഇത് ദൈവത്തിന്റെ വലിയ അത്ഭുതമാണ്. പ്രിയ ഗീതാസ് പറഞ്ഞ പോലെ തന്നെ മാതാവ് വീഴ്ച നിമിത്തം ഹോസ്പിറ്റലിലായിരുന്നു. അപ്പൊ ഡോക്ടർ പറഞ്ഞു അത് കാലിന് ഫ്രാക്ചർ ഉണ്ട്, അത് സർജറി വേണമെന്ന് പറഞ്ഞതാണ്. അതിനുവേണ്ടി എല്ലാ കാര്യങ്ങളും സജ്ജീകരിച്ചു. പക്ഷേ പ്രിയ സിസ്റ്റർ അവിടെ ഇരുന്നുകൊണ്ട് പറഞ്ഞു, കർത്താവിന്റെ അടിപ്പിണരാൽ സൗഖ്യം വന്നിരിക്കുന്നു, ഓപ്പറേഷൻ ചെയ്യത്തില്ല. ഓപ്പറേഷൻ ചെയ്യാൻ വേണ്ടി ഫിക്സ് ചെയ്തിരിക്കുമായിരുന്നു. പൊട്ടലുണ്ടെന്ന് ഡോക്ടർ പറഞ്ഞതാണ്. എന്നാൽ ഒരു കണ്ടിന്യൂസ് പറഞ്ഞുകൊണ്ടിരുന്നു, യേശുവിന്റെ അടിപ്പിണരാൽ സൗഖ്യം വന്നെന്ന് പറഞ്ഞുകൊണ്ടിരുന്നു. വചനമാകുന്ന മരുന്ന് കൊടുത്തുകൊണ്ടിരുന്നു. ഇന്ന് അത്ഭുതം തന്നെ. ഡോക്ടർ ചെക്കപ്പ് ചെയ്തപ്പോഴേക്കും ഒരു കുഴപ്പമില്ല, അവിടെ പൊട്ടലുമില്ല, ഒന്നുമില്ല എന്ന് ഇന്ന് സാക്ഷ്യം പറയാൻ ഇടയായി തീർന്നു. ഗോഡ് ബ്ലസ് യു സിസ്റ്ററെ. വാചനത്തിന് ശക്തിയുണ്ട്. പിശാചിന്റെ പ്രവൃത്തികളെ അഴിക്കാനാണ് യേശു നമ്മുടെ ഇടയിലേക്ക് വന്നിരിക്കുന്നത്. കർത്താവ് പ്രവർത്തിച്ച അത്ഭുതത്തിന് നന്ദി. വചനത്തിന്റെ ശക്തി ഇനിയും കുടുംബത്തിൽ കാണും. ഇനിയും സാക്ഷ്യങ്ങളാൽ സ്വർഗം നിറയ്ക്കുവാൻ ഇടയായി തീരും. ഗോഡ് ബ്ലസ് യു സിസ്റ്ററെ. കർത്താവ് സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഇത് വലിയൊരു തുടക്കമായിക്കോട്ടെ. സാക്ഷ്യങ്ങൾക്ക് ഒരു തുടക്കമായി കർത്താവ് മാറ്റട്ടെ. ആമേൻ. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. സ്വർഗത്തിലെ ദൈവം നമ്മളെ സഹായിക്കട്ടെ. ഞാൻ ഇന്ന് ഈ സാക്ഷ്യമൊക്കെ കേൾക്കൊണ്ട് പോണിരിക്കുന്ന ആൾക്കാർക്ക് വേണ്ടി നമുക്ക് ഒരുമിച്ച് ബ്ലസ് ചെയ്യാൻ വേണ്ടി പോവാണ്. ഞാൻ സാക്ഷ്യം സെപ്പറേറ്റ് റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. ഇത് കേൾക്കുന്നത് യൂട്യൂബിലായിക്കോട്ടെ, ഫേസ്ബുക്കിലായിക്കോട്ടെ, ഇത് കേൾക്കുന്ന രോഗികളായിക്കോട്ടെ, ഇതിൻ്റെ അകത്ത് പ്രവചന ആലോചനകൾ വെളിപ്പെട്ടതായിക്കോട്ടെ, ഞാൻ നിങ്ങളോട് പറയുന്നു, യേശു നിങ്ങളെ സ്നേഹിക്കുന്നു. നിങ്ങൾ തകർന്നു പോകുവാൻ ദൈവം സമ്മതിക്കത്തില്ല. നിങ്ങൾ നശിക്കുവാൻ ദൈവം സമ്മതിക്കത്തില്ല. നിങ്ങളുടെ തലമുറകൾ തകരുവാൻ ദൈവം സമ്മതിക്കത്തില്ല. ഞങ്ങൾ ഒരുമിച്ച് യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. അപ്പൊ ഈ സാക്ഷ്യം കേട്ടവരെല്ലാം അനുഗ്രഹിക്കുന്നപ്പ ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ രോഗബന്ധനങ്ങൾ അഴിയട്ടെ, കുടുംബ തകർച്ചകൾ മാറട്ടെ, സകല ബന്ധനങ്ങളും അഴിയട്ടെ, പിശാചിന്റെ പ്രവൃത്തികൾ മാറട്ടെ, കുടുംബത്തിൽ സമാധാനം ഉണ്ടാകട്ടെ, നന്മയുണ്ടാകട്ടെ, സമൃദ്ധി ഉണ്ടാകട്ടെ, ആരോഗ്യമുണ്ടാകട്ടെ, യേശുവിന്റെ സൗഖ്യം നിറയട്ടെ. കർത്താവെ ഞങ്ങൾ ബ്ലസ് ചെയ്യുന്നപ്പ ഈ ദിവസം വലിയ സാക്ഷ്യങ്ങൾ ഞങ്ങൾ കേൾക്കും, വലിയ അത്ഭുതങ്ങൾ ഞങ്ങൾ കേൾക്കും. ഗോഡ് ബ്ലസ് യു. കർത്താവ് നിങ്ങൾ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. വലിയ പ്രവർത്തികളാൽ കർത്താവ് നിറയ്ക്കും. വൻ കാര്യങ്ങളെ കർത്താവ് ചെയ്യും. നമുക്ക് പ്രാർത്ഥനയോടെ തന്നെ മുന്നോട്ട് പോകാം. നിങ്ങളുടെ വിലയേറിയ സാക്ഷ്യങ്ങളെ ഈ കാണുന്ന പ്രെയർ ലൈൻ നമ്പറിലേക്ക് അയക്കുക. വലിയ പ്രവർത്തികളെ കർത്താവ് ചെയ്യും, യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. നമുക്ക് ഒരുമിച്ച് ദൈവസന്നിധിയിൽ വിശ്വാസ പ്രഖ്യാപനങ്ങളെ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കാം. എൻ്റെ കൂടെ വിശ്വസിക്കുന്നവർ എല്ലാ ദിവസത്തെ പോലെ മൈക്കുകളൊക്കെ മ്യൂട്ട് ചെയ്ത് നിങ്ങൾ ആയിരിക്കുന്ന സ്ഥലത്തിരുന്നു കൊണ്ട് ലഭിച്ചു എന്ന് വിശ്വസിപ്പിൻ. എന്നാൽ നിങ്ങൾക്ക് അത് ഉണ്ടാകും എന്ന വചനത്താൽ ഞാൻ ഇന്ന് ബ്ലസ് ചെയ്യുന്നു. ദൈവത്തിന്റെ വലിയ പ്രവർത്തികൾക്കായിട്ട് നന്ദി പറയുന്നു. വൻ കാര്യങ്ങളെ കർത്താവ് ചെയ്യുന്നല്ലോ, വലിയ പ്രവർത്തികളെ സ്വർഗം ചെയ്യുന്നല്ലോ. യേശുവിന്റെ